ഒരു നിമിഷം നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. വിലയേറിയ കർത്താവേ, പ്രാർത്ഥനയുടെ വഴിയിലൂടെ ഞങ്ങൾ അങ്ങയുടെ ദിവ്യസന്നിധിയിലേക്ക് വീണ്ടും വരുന്നു. ആദ്യമായിട്ട് നീ ഞങ്ങൾക്ക് വേണ്ടി ചെയ്ത സകല കാര്യത്തിനും നന്ദി പറയുന്നു. കൂടാതെ അങ്ങേക്കായും അങ്ങയുടെ വചനത്തിനായും ഞങ്ങളുടെ ഹൃദയത്തിലുള്ള മഹത്തായ സ്നേഹത്തിനായുമാകുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞാൻ എന്റെ പൂർണ്ണ ഹൃദയത്തോടുകൂടി സ്നേഹിക്കുന്ന ഈ ജനങ്ങൾ, അവർ ഈ ചൂടുള്ള മുറിയിൽ സമർപ്പണത്തോടെ വന്നിരിക്കുകയും അതിലും കൂടുതലായി അവർ അങ്ങയുടെ വചനത്തെ സ്നേഹിക്കുകയും ചെയ്യുന്നതിന്റെ കാരണത്താലാകുന്നു. കർത്താവെ, ഇന്ന് രാത്രിയിൽ ഞങ്ങൾ രോഗികൾക്കും ആവശ്യക്കാർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ കടന്നു വന്നിരിക്കുന്നു. ഈ യോഗത്തിന്റെ അവസാനം ഒരൊറ്റ ദുർബല വ്യക്തിയും ഞങ്ങളുടെ ഇടയിൽ അവശേഷിക്കാനിടയാക്കരുതേ. കർത്താവെ, അവരുടെ വിശ്വസ്തതയ്ക്കായി അവർക്ക് പ്രതിഫലം നൽകണമേ. ഞങ്ങൾ ഈ അപമാനത്തെ വഹിച്ചുകൊണ്ട് കടന്നു പോകുമ്പോൾ കർത്താവെ, ഞങ്ങളെ ബലപ്പെടുത്താനായി അങ്ങയുടെ വചനത്തിൽ കൂടി ഞങ്ങളോട് സംസാരിക്കണമേ. ഇത് ചെയ്യുവാൻ ലഭിച്ചിരിക്കുന്നത് എത്ര വലിയ സൗഭാഗ്യമായിരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. നിങ്ങൾക്കിരിക്കാം. ഇതുപോലെയുള്ള ഒരു കൂട്ടം ജനത്തോട് തീർച്ചയായും അവർ ഈ കെട്ടിടത്തിൽ ഇവിടെ കൂടി വന്നിരിക്കുന്നതിന് ഞാൻ എപ്രകാരം നന്ദി പറയണമെന്നുള്ളതിന് വേണ്ടത്രയും വാക്കുകൾ എനിക്ക് കിട്ടുന്നില്ല. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് എന്താണെന്നാൽ, നാളെ അല്ലെങ്കിൽ ഞങ്ങൾ അടുത്ത യോഗത്തിനായി ടോപ്പേക്കയിലേക്കും കാൻസാസിലേക്കും പോകാൻ പോവുകയാണ്. അത് അടുത്ത ഞായറാഴ്ചത്തേക്ക് അവസാനിക്കും. അതിനുശേഷം ഞങ്ങൾ അവിടെ നിന്നും ഫിലാഡൽഫിയയിലേക്ക് പോകുന്നതാണ്. ഇപ്പോൾ വിദേശ രാജ്യങ്ങളായ കെനിയ, ടാൻസാനിയ കൂടാതെ യുഗാണ്ടയിലേക്കും അവിടെയുള്ള ഗോത്രവർഗക്കാരുടെ ഇടയിലേക്കാണ് പോകാനായി കരുതപ്പെട്ടിരിക്കുന്നത്. അവർക്കിപ്പോൾ മൗമാവസുകാരുമായി എന്തോ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നു. എനിക്കൊരു മതപ്രചാരകനായി ഇപ്പോൾ അകത്ത് കിടക്കാൻ കഴിയില്ല. എന്നാൽ ഞാനൊരു വേട്ടയ്ക്കായി പോകുന്നത് പോലെ പോകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അകത്ത് ചെന്ന് കഴിയുമ്പോൾ അവർ അതെല്ലാം സ്ഥിരപ്പെടുത്തും. സാധാരണയായി ഒരു മതപ്രചാരകനായി ചെന്ന് വേട്ടയാടുന്നതിനായി പോകും. എന്നാൽ ഇപ്രാവശ്യം ഞാൻ വേട്ടയാടാൻ പോകുന്നത് പോലെ പോയിട്ട് മതപ്രചാരണം നടത്തുന്നതാണ്. അതുകൊണ്ട് ഏതു വിധേനയും അവരുടെ അടുക്കൽ എത്തിച്ചേരുക എന്നുള്ളതാണ്. കൂടാതെ സഹോദരൻ മാറ്റ്സൺ ബോസ് എന്നെ അകത്ത് കടത്താനുള്ള ഈ ജോലിയുടെ ശ്രമത്തിലായിട്ട് ഞാൻ വരുമ്പോൾ വേട്ടയ്ക്കായി പോകുന്നതിന് ഒരു സഫാരി വണ്ടി ഒരുക്കുകയാണ്. ശരി, അതിനുശേഷം ഞാൻ ഈ സഫാരിയിൽ അവിടെ എത്തുമ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയാൻ പോവുകയാണ്, നമ്മുടെ സഹോദരൻ ബ്രഹാം നമ്മുടെ ദേശത്തെത്തിയിരിക്കുന്നു, നമുക്ക് എംബസിയിലേക്ക് പോകാം. എന്നിട്ട് പറയും, ഞങ്ങളിവിടെ എവിടെയെങ്കിലും ഒരു ചെറിയ യോഗം നടത്തുന്നതിൽ കുഴപ്പമൊന്നും ഉണ്ടായിരിക്കില്ലല്ലോ. നോക്കൂ, അതിനുശേഷം അങ്ങനെ അതിനെ തുടങ്ങുന്നതിനിടയാക്കിയിട്ട് മുമ്പോട്ട് കുറേശ്ശായി പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് അങ്ങനെ അത് സംഭവിക്കാൻ പോവുകയാണോ അതോ ഞങ്ങൾക്കത് ചെയ്യാനാകുമോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ കർത്താവിനോട് ചോദിച്ചു, എന്തെങ്കിലും സംഭവിച്ചിട്ട് അതിന് കഴിയില്ലെന്ന് വന്നാലോ എങ്കിൽ പിന്നെ അതെനിക്കുള്ള ഒരു അടയാളമായിരിക്കും. അതായത് ഞാൻ തിരികെ ജൂലൈ അല്ലെങ്കിൽ ഓഗസ്റ്റ് മാസത്തിനോടടുത്ത് എവിടെയെങ്കിലും അതിനോടടുത്ത് ഇവിടെ ജെഫേഴ്സൺ വില്ലയിലേക്ക് വന്ന് 7 കാഹളനാദങ്ങൾ പ്രസംഗിക്കുന്നതായിരിക്കും. അതിനുശേഷം നാം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ എയർ കണ്ടീഷൻ ചെയ്ത സ്കൂൾ മുറി കിട്ടുന്നതിന് വേണ്ടി നാം ശ്രമിക്കുന്നതാണ്. കാരണം അത് വാസ്തവമായും വളരെ നല്ലതും നല്ല തണുപ്പുള്ളതുമായിരിക്കും. അത് 1500 മുതൽ 1800 പേർക്ക് വരെ ഇരിക്കാൻ കഴിയുന്നതായിരിക്കും. അത് എയർ കണ്ടീഷൻ ചെയ്തിരിക്കുന്നതും ഏറ്റവും പുതുതായി നിർമ്മിച്ചതും ഏകദേശം ഇതിനുമുപരിയായി 5 സ്ക്വയറോളം വലുതുമാകുന്നു. ഒരിക്കൽ നാം അത് ചോദിച്ചിരുന്നു. അവർ നമുക്കത് തരികയുണ്ടായില്ല. നമുക്കത് പ്രാപിക്കാൻ ഇടയാക്കാതിരുന്ന വ്യക്തിയെ അവർ അവരുടെ ബോർഡിൽ നിന്നും പുറത്താക്കി കളഞ്ഞു. അതുകൊണ്ട് ഇപ്പോഴുള്ള വ്യക്തി നമുക്ക് ആവശ്യമുള്ള ഏത് സമയത്തും അത് നൽകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കത് കിട്ടുന്നതിൽ നാം സന്തോഷിക്കുന്നു. അതിനാൽ നാം അതിപ്പോൾ പ്രാപിക്കുന്നതിനിടയായിട്ട് ജൂലൈ മാസത്തിലോ മറ്റോ നമുക്കതിന് കഴിയും. ഇപ്പോൾ കർത്താവ് അനുവദിക്കുന്ന പക്ഷം എന്തെങ്കിലും നമ്മെ നിരാശപ്പെടുത്തുന്നില്ലെങ്കിൽ എത്ര പേർ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അരിസോണ ഇഷ്ടപ്പെടുന്നുവെന്ന് നിങ്ങൾക്കറിയാം. ഇതൊരു അത്ഭുതകരമായ ദേശമാണ്. ഞാൻ എല്ലായ്പ്പോഴും അവിടെ ആയിരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. സഹോദരൻ ബെൻ, നിങ്ങൾക്കതിനെ സ്വല്പം കൂടി മുമ്പോട്ട് തള്ളിവെക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്കതിന് കഴിയുമോ? ഓ അതെ, ശരി ശ്രീമാൻ. അല്ലെങ്കിൽ അതിൽ ആരായിരുന്നാലും ശരി, അതിനെ സ്വല്പം കൂടി ഉയർത്തിയാൽ മതി. കാരണം ഞാൻ തിരികെ വന്നിരിക്കുന്നത് അതുപോലെയുള്ള ഒരിടത്ത് നിന്നുമാകുന്നു. ഓ, എന്താണ് പറഞ്ഞത്? അത് ടേപ്പുകൾ മാത്രമാണോ? ഓ, ഇവിടെ ഇതാ മറ്റേതും കൂടി വന്നിരിക്കുന്നു. ശരി, എന്നോട് ക്ഷമിക്കണം. ശരി സഹോദരൻ ബെൻ. അതുകൊണ്ട് ഞാൻ അരിസോണയിൽ നിന്നും തിരികെ വരുമ്പോൾ കാലാവസ്ഥയുടെ മാറ്റം മൂലം എനിക്ക് ഒരൽപ്പം തൊണ്ടയടപ്പ് അനുഭവപ്പെടുന്നു. ഇവിടെ നമുക്ക് അന്തരീക്ഷത്തിൽ ജലാംശം 87 മുതൽ 90 വരെയും ചിലപ്പോൾ 100% ആകാറുണ്ട്. അവിടെ അത് 0-ലെത്തുകയും അതിനുശേഷം പലപ്പോഴും ശരാശരി 1%-ന്റെ 120% വരെ അന്തരീക്ഷത്തിൽ ജലാംശം ഉണ്ടായേക്കാം. നിങ്ങളൊരു ഓക്സിജൻ കൂടാരത്തിന്റെ അടിയിൽ ജീവിക്കുന്നു. അതിന്റെ അടിയിൽ നിന്നും നിങ്ങൾ ഇവിടെ വരുമ്പോൾ അത് നിങ്ങളിൽ എന്തൊരു വലിയ വ്യത്യാസമാണ് ഉണ്ടാക്കുന്നതെന്ന് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് സഹോദര, അത് നിങ്ങളുടെ ശബ്ദത്തെയും മറ്റും ബാധിക്കുന്നു.
സഹോദരൻ ബെൻ, അത് അവിടെ എവിടെയായിരുന്നുവോ അവിടേക്ക് തന്നെ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ വലിച്ചിടുക. അതിനെ അവിടെ നിന്നും വലിക്കുന്നതിൽ കൂടെ എനിക്കൊരു അബദ്ധം പറ്റിയിരിക്കുന്നു. ഞാൻ അതായിരിക്കും എന്നാണ് ചിന്തിച്ചത്. എന്നാൽ അതിനുള്ള തയ്യാറെടുപ്പുകൾ അതിപ്പോൾ എവിടെയാണ് ചെയ്യുന്നത്? ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളത് ചെയ്യുന്നത് ഞാൻ വിലമതിക്കുന്നു. ബില്ലി എന്നോട് ഞങ്ങൾക്ക് വേണ്ടി ആരോ ഒരു പെട്ടി നിറച്ചും പീച്ചിന്റെ പഴം ഒരു സമ്മാനമായി കൊണ്ടുവന്നതിനെ കുറിച്ച് എന്നോട് പറഞ്ഞിരുന്നു. എനിക്കതിന് വേണ്ടത്രയും നന്ദി പറയാൻ വാക്കുകളില്ല. അതെങ്ങനെ ചെയ്യണമെന്ന് എനിക്കറിയില്ല. നിങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള സാധനങ്ങൾ കൈപ്പറ്റാനുള്ള യോഗ്യത എനിക്കുള്ളതായി ഞാൻ കാണുന്നില്ല. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കൂടാതെ എനിക്കറിയാം അവനത് ചെയ്യും. കാരണം അവൻ പറഞ്ഞു, എന്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തിന് നിങ്ങൾ ചെയ്തെടുത്തോളം എല്ലാം എനിക്ക് നിങ്ങൾ ചെയ്തിരിക്കുന്നു എന്ന് സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും, അതെനിക്ക് തീർച്ചയാണ്. അരിസോണ ഇത്രയും വലിയ ഒരു രാജ്യമായിരിക്കെ തന്നെയും ഒരു കാര്യം എനിക്ക് നഷ്ടമായിരിക്കുന്നു. അത് നിങ്ങളെല്ലാവരുമാകുന്നു. അത് ശരിയാണ്. എനിക്ക് നിങ്ങൾ എല്ലാവരെയും ഇവിടെ കിട്ടാതെ പോകുന്നു. ഞാൻ എവിടെ പോകുന്നു എന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. അതൊരു കാര്യമല്ല. എനിക്ക് ലോകത്തെല്ലായിടത്തും സ്നേഹിതരുണ്ട്. എന്നാൽ ഇത്തരത്തിലല്ല. അത് നിങ്ങളെല്ലാവരെയും പോലെയല്ല. ഇവിടെയുള്ള ഈ ചെറിയ കൂട്ടവുമായിട്ട് എന്തോ ഉണ്ടായിട്ട് അതെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ അവരെ പറ്റി ചിന്തിക്കുകയാണ്. ട്യൂസോൺ ഒരു വിനോദസഞ്ചാര പട്ടണമാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കൂടാതെ പള്ളികൾ തമ്മിൽ പിടിച്ചുവലി നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നിങ്ങൾക്കറിയാമല്ലോ. അതൊരുവിധം കഠിനമായ കാര്യമാകുന്നു. അത് വളരെ ആത്മീയമായ ഒരു കാര്യമല്ല. കൂടാതെ അവർ തമ്മിൽ ശക്തമായ മത്സരമായതിന്റെ കാരണത്താൽ അത് അതിനെ കൂടുതൽ കഠിനമാക്കുന്നു. എനിക്ക് നിങ്ങളെല്ലാവരും കൂടാതെ ഈ സഭയും ചേർന്ന് അവിടെ താമസമാക്കിയിരുന്നെങ്കിൽ അത് വളരെ നന്നായിരിക്കും എന്ന് ഞാൻ ഊഹിക്കുകയായിരുന്നു. നോക്കൂ, എന്നാൽ ഇതൊരു സഭയായി തുടരുന്നിടത്തോളം നിങ്ങളെല്ലാവരും തുടർച്ചയായി വന്നുകൊണ്ടിരിക്കും എന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് യേശു വരുന്നതുവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. അതുകൊണ്ട് അല്പനേരം മുമ്പ് ഞാൻ പറഞ്ഞിരുന്നത് പോലെ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഞാനത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുമ്പോൾ ഞാൻ വികാരാധീനനാകുകയും കൂടാതെ വിഷണ്ണനാകുകയും വികാര ദൗർബല്യമുള്ളവനായി എളുപ്പം ക്ഷോഭത്തിലാകുകയും ചെയ്യുന്നു. ഞാൻ തുടക്കം മുതലേ അങ്ങനെയാകുന്നു. അതുകൊണ്ട് അതെന്നെ ഉള്ളിൽ നിന്നും എല്ലാമായി എന്നെ തന്നെ വലിച്ചു കീറുന്നു. എന്നാൽ എനിക്ക് എവിടെ പോകാൻ കഴിഞ്ഞാലും നിങ്ങളെപ്പോലെ എന്നോടൊപ്പം ഒട്ടി നിൽക്കുന്ന ഒരു കൂട്ടം ജനം ഈ ഭൂമിയിലുണ്ട് എന്ന് ഞാൻ അറിയുന്നു. നാം തമ്മിൽ അത്രമാത്രം വേർപിരിക്കാനാവാത്ത വിധമായിട്ട് അത് വരുവാനിരിക്കുന്ന ആ രാജ്യത്തിലും നാം ഒന്നായിരിക്കാൻ ഇടയാക്കട്ടെ. അതാണ് എന്റെ പ്രാർത്ഥന. പിന്നിലായി അവിടെ വാതിൽക്കൽ നിന്നുകൊണ്ട് ബിൽ ദൗച്ചുമായി ഒരു നിമിഷം സംസാരിക്കുന്നതിന് മുമ്പ് അടുത്ത മുറിയിൽ വെച്ച് ഒരു വ്യക്തിയെ തിരികെ വീണ്ടും ക്രിസ്തുവിലേക്ക് നയിക്കുന്നതിന് ഇടയായിരുന്നു. എന്നാൽ അവിടെ ഇരുന്നു കൊണ്ട് അദ്ദേഹവുമായിട്ട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹത്തിന് 99 വയസ്സ് പ്രായമായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഞാൻ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ കണ്ണുകൾ അതായിരിക്കേണ്ടതുപോലെ ഇപ്പോൾ ആയിരിക്കുന്നില്ല. കുറച്ചു വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അദ്ദേഹത്തിനൊരു ഹൃദയ തടസ്സമുണ്ടായിട്ട് ഒരു പൂർണ്ണ ഹൃദയസ്തംഭനം മൂലം മരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ അടുക്കൽ ചെന്നിരുന്നതായി ഓർക്കുന്നു. അദ്ദേഹത്തെ പരിചരിച്ചുകൊണ്ടിരുന്ന ഡോക്ടർ തന്നെ അദ്ദേഹം സൗഖ്യം പ്രാപിക്കുകയില്ല എന്ന് പറഞ്ഞിരുന്നു. ആ ഡോക്ടർ മരിച്ചുപോയി കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇവിടെ ഇതാ ബിൽ ദൗച്ച് നോക്കൂ, 99 വയസ്സ് പ്രായമായിട്ടും ജീവിച്ചിരിക്കുന്നു. ഞാൻ പറഞ്ഞു, ബിൽ, ജോലി ചെയ്യാൻ കഴിയുന്നിടത്തോളവും അതുപോലെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിൽ നിങ്ങളെ കൊണ്ട് ഉപയോഗപ്പെട്ടില്ലെന്നിരിക്കാം. എന്നാൽ ഞാനിത് അപേക്ഷിക്കുന്നത് ദൈവം നിങ്ങൾക്ക് ശക്തി തരട്ടെ എന്നാണ്. കാരണം നിങ്ങൾ ഈ യോഗങ്ങൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നു എന്നതിനാലാകുന്നു. ആ 91 വയസ്സ് പ്രായമുള്ള മനുഷ്യൻ വണ്ടിയിൽ കയറി രാജ്യത്തെങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും ചൂടെന്നോ വരൾച്ചയെന്നോ തണുപ്പെന്നോ അങ്ങനെ എന്ത് തന്നെയായാലും അതൊന്നും പരിഗണിക്കാതെ ദൈവത്തിന്റെ വചനം കേൾക്കുന്നതിനായി പോകുന്നു. ആ ധൈര്യശാലിയായ പ്രാണനെ ദൈവം അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ എന്റെ പക്കൽ ഒരു ക്ഷമാപണം കൂടിയുണ്ട്. അത് നിങ്ങളെ സാധാരണ ഇരുത്താറുള്ളതുപോലെ ഇന്ന് രാവിലെ സമയം ഒരു 3 മണിക്കൂർ നേരം കൂടി ഇരുത്തിയതിനാകുന്നു. ഞാൻ സന്ദേശത്തോട് ന്യായവാദം ചെയ്തിരുന്നില്ല. കാരണം ഞാനതിനെ വെട്ടിക്കുറയ്ക്കുകയും ഒരു ഭാഗം വിട്ടുകളയുകയും ഒരു ഭാഗം ഒഴിവാക്കി കളയുകയും മറ്റും ചെയ്തിരുന്നു. ആ കാരണത്താലാണ് ഞാൻ അവരോട് ആ ടേപ്പുകൾ നിർത്തിക്കളയാൻ പറഞ്ഞത്. അതെവിടെയെങ്കിലും വിശ്രമിക്കുന്നതിന് ഒരിടം അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും കിട്ടുമ്പോൾ ഞാൻ അതിലേക്ക് വീണ്ടും കടക്കും. എനിക്കത് ആത്മാവിൽ അനുഭവപ്പെടാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഞാൻ നിങ്ങളെ നോക്കുമ്പോൾ നിങ്ങൾക്ക് ചൂട് അനുഭവപ്പെട്ടിട്ട് വീശിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിയുന്നത് എന്നെ തുണ്ടമായി പിച്ചി ചീന്തുന്നു. നിങ്ങൾക്ക് പ്രയാസമുണ്ടാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ സുഖകരമായിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നോക്കൂ, അങ്ങനെ അത് എന്നെ തന്നെ ക്ഷീണിപ്പിക്കുന്നു. അതുപോലെ തന്നെ ഞാൻ രോഗികളായ ജനങ്ങളെ കാണുന്നു. ഇപ്പോൾ രോഗികളായ ജനങ്ങളുടെ വേദന അറിയാൻ എനിക്ക് കഴിയില്ലെങ്കിൽ പിന്നെ അവർക്ക് വേണ്ടി യാതൊരു നന്മയും ചെയ്യാൻ എനിക്ക് കഴിയില്ല. അവർക്ക് വേണ്ടി എനിക്ക് അവരുടെ വേദന അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നിങ്ങളോടുമാകുന്നു. എനിക്ക് നിങ്ങൾക്ക് വേണ്ടിയും അതുപോലെ അത് അനുഭവിച്ചറിയേണ്ടതായിട്ടുണ്ട്. അല്ലെങ്കിൽ എനിക്ക് നിങ്ങളുടെ സഹോദരനായിരിക്കാൻ കഴിയുകയില്ല. നോക്കൂ, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി അത് അനുഭവിച്ചറിയേണ്ടതായിട്ടുണ്ട്. കൂടാതെ ഞാനത് അനുഭവിച്ചറിയുന്നു. അത് സത്യമാണെന്ന് ദൈവത്തിനറിയാം. അതുകൊണ്ട് ഇപ്പോൾ ഇന്ന് രാത്രിയിൽ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിനായി എന്നെ സമർപ്പിക്കുന്നു.
ഞാൻ ഈ മനുഷ്യരെ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു. അത് സഹോദരൻ കൊളിൻസും ഹീക്കേഴ്സണും സഹോദരൻ നെവിലും സഹോദരൻ ക്യാപ്സും കൂടാതെ ട്രസ്റ്റിമാരും ബാക്കിയുള്ളവരെല്ലാമാകുന്നു. അവർ എപ്രകാരം സഭയെ ക്രമത്തിലാക്കി സഭയെ ഒരുക്കുകയും എപ്രകാരം എല്ലാ കാര്യങ്ങളെയും അതിന്റെ ശരിയായ സ്ഥാനത്തേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു എന്നുള്ളതിന്റെ ഏറ്റവും നല്ലതായ അഭിപ്രായങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നതിനും ആകുന്നു. അതിനുവേണ്ടി ഞാൻ ഈ മനുഷ്യരോട് വളരെ നന്ദിയുള്ളവനാകുന്നു. അതൊരു കൽപ്പന എന്ന പോലെ അതിനെ പ്രാവർത്തികമാക്കാൻ നിങ്ങൾ ശ്രമിച്ചതിനു വേണ്ടി ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ട്യൂസോണിൽ ഒന്നിനു പുറകെ ഒന്നായി അനേകം കത്തുകൾ എനിക്ക് ലഭിച്ചിരുന്നു. അതിൽ സഹോദരൻ ബ്രഹാം ഇത് സാധാരണയായിരുന്നതുപോലെ ആയിരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു. ഇത് വളരെയധികം വ്യത്യസ്തതയുള്ളതായിട്ട് ദൈവസാന്നിധ്യത്തിന്റെ അത്രമാത്രം വാഴ്ത്തപ്പെട്ട അനുഭവമായിരിക്കുന്നു. ഞാൻ അതിനുവേണ്ടി വളരെ വളരെ നന്ദിയുള്ളവനാകുന്നു. ദൈവം നിങ്ങളെ എല്ലായ്പ്പോഴും അനുഗ്രഹിക്കട്ടെ. അതിനുശേഷം ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഞാൻ തിരുവെഴുത്തിൽ നിന്നും ഒരു ചെറിയ ഭാഗം വായിക്കുകയായിരുന്നു. അത് ഒരുപക്ഷെ കുറച്ച് വാക്കുകളെ ഒരുക്കിയിട്ട് ഒരു തിരുവെഴുത്ത് വായിക്കുകയും സംസാരിക്കുകയും ഒരുപക്ഷെ ഒന്നോ രണ്ടോ തിരുവെഴുത്തായിരിക്കുകയും അതിനുശേഷം കുറച്ചുനേരം നിങ്ങളോട് സംസാരിക്കുകയും പിന്നെ രോഗികൾക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിന് ഇടയാക്കിയേക്കും. അധികം നേരത്തേക്കായിട്ടല്ല, എന്നാൽ കുറച്ച് നിമിഷത്തേക്ക് മാത്രമാകുന്നു. ഞാൻ ആ ക്ലോക്ക് ശ്രദ്ധിക്കുകയാണ്. എനിക്ക് കഴിയാവുന്നിടത്തോളം എളുപ്പത്തിൽ തീർക്കാൻ ഞാൻ ശ്രമിക്കുന്നതാണ്. എന്നാൽ ഞാൻ ഇപ്രകാരം ചിന്തിക്കുന്നു, അതായത് ജനങ്ങളുടെ ഒരു കൂട്ടം ഒരുമിച്ച് കൂടുമ്പോൾ തിരുവെഴുത്ത് വായിക്കാതെ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ചെയ്യാതെ അതൊരു പ്രബോധനമോ അങ്ങനെ എന്തെങ്കിലും ആകാതെ ഒരു യോഗം പൂർണ്ണമാകുന്നില്ല. നിങ്ങളിൽ വളരെയധികം പേർ കാത്തിരുന്നിട്ടുണ്ടാകാം. ഇന്ന് രാത്രിയിലും നിങ്ങളിൽ വളരെയധികം പേർക്ക് മൈലുകൾക്കപ്പുറം തന്നെ യാത്ര ചെയ്യേണ്ടതായിട്ടുണ്ട്. ഞാൻ എപ്രകാരം അതിനെ വിലമതിക്കുന്നു. എപ്രകാരം നിങ്ങളെ ഓരോരുത്തരെയും നോക്കിക്കാണുമ്പോൾ ഞാൻ വിചാരിക്കുന്നത്, അവിടെ അരിസോണയിൽ ഇപ്പോൾ ഞാൻ അദ്ദേഹത്തെ വീണ്ടും കാണുമ്പോൾ ഞാൻ നേരെ അദ്ദേഹത്തിന്റെ അടുക്കിലേക്ക് നടന്നു എന്ന് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് കുലുക്കി ആലിംഗനം ചെയ്യും. ഇപ്പോൾ നിങ്ങൾ ഇതാ ഇവിടെയായിരിക്കുന്നു. നിങ്ങൾ ആരാണ്, എവിടെ എനിക്കതിന് കഴിയും, അങ്ങനെയെല്ലാം ആകുന്നു. നിങ്ങൾക്കറിയാമല്ലോ. അതുകൊണ്ട് ആരുടെ അടുക്കൽ നിന്നും തുടങ്ങണമെന്നോ എങ്ങനെ അതിൽ നിന്നും പുറത്തു വരണമെന്നും അറിയില്ല. എന്നാൽ അതെ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നു. ദൈവവും നിങ്ങളെ സ്നേഹിക്കുന്നു. ഇപ്പോൾ ഞാൻ വിചാരിക്കുന്നത്, എനിക്ക് തെറ്റുപറ്റിയിട്ടില്ലെങ്കിൽ ഇവിടെ ഞാൻ തിരുവെഴുത്തിൽ നിന്നും തുറന്നിരിക്കുന്നത് തെറ്റായ ഭാഗമല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യം തൊട്ട് വായിക്കാൻ ആഗ്രഹിക്കുന്നു. കൂടാതെ 2 കൊരിന്ത്യർ 12-ന്റെ 11 ഒരു വിഷയത്തെ എടുക്കുന്നതിനായി ഞാൻ വായിക്കാൻ ആഗ്രഹിക്കുന്നു. ഇപ്പോൾ എനിക്കത് എളുപ്പം കണ്ടുപിടിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമുക്കത് വായിക്കാൻ കഴിയുകയും അതിനുശേഷം പ്രാർത്ഥിച്ചിട്ട് നേരെ തുടങ്ങാൻ കഴിയുകയും ഒരു ചെറിയ വിഷയത്തിൽ കുറച്ചുനേരം നിങ്ങളോട് സംസാരിക്കാൻ കഴിയുകയും ചെയ്യും. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 18-ാം വാക്യം തൊട്ട്, ക്രൂശിന്റെ വചനം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്കോ ദൈവശക്തിയുമാകുന്നു. ജ്ഞാനികളുടെ ജ്ഞാനം ഞാൻ നശിപ്പിക്കുകയും ബുദ്ധിമാന്മാരുടെ ബുദ്ധി ദുർബലമാക്കുകയും ചെയ്യും എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ജ്ഞാനി എവിടെ? ശാസ്ത്രി എവിടെ? ഈ ലോകത്തിലെ താർക്കികൻ എവിടെ? ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ഞാനിതിനെ വീണ്ടും ഉദ്ധരിക്കട്ടെ. ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? എങ്കിൽ പിന്നെ ഈ ലോകത്തിന്റെ ജ്ഞാനം എന്താകുന്നു? ഭോഷത്വമാകുന്നു. ലോകത്തിന്റെ ജ്ഞാനം ദൈവം ഭോഷത്വമാക്കിയില്ലയോ? ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. ഞാൻ ഈ വാക്കുകൾ ഒരിക്കൽ കൂടി വായിക്കട്ടെ, ശ്രദ്ധിച്ചു കേൾക്കുക. ദൈവത്തിന്റെ ജ്ഞാനത്തിൽ ലോകം ജ്ഞാനത്താൽ ദൈവത്തെ അറിയായിക കൊണ്ട് വിശ്വസിക്കുന്നവരെ പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. യഹൂദന്മാർ അടയാളം ചോദിക്കുകയും യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുകയും ചെയ്യുന്നു. ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. യഹൂദന്മാർ കിടർച്ചയും ജാതികൾക്ക് ഭോഷത്വമെങ്കിലും യഹൂദന്മാരാകട്ടെ യവനന്മാരാകട്ടെ വിളിക്കപ്പെട്ട ഏവർക്കും ദൈവശക്തിയും ദൈവജ്ഞാനവുമായ ക്രിസ്തുവിനെ തന്നെ. ദൈവത്തിന്റെ ഭോഷത്വം മനുഷ്യരെക്കാൾ ജ്ഞാനമേറിയതും ദൈവത്തിന്റെ ബലഹീനത മനുഷ്യരെക്കാൾ ബലമേറിയതുമാകുന്നു. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 11-ാം വാക്യം പൗലോസ് സംസാരിക്കുകയാണ്. ഞാൻ മൂഢനായിപ്പോയി,
നിങ്ങൾ എന്നെ നിർബന്ധിച്ചു, നിങ്ങൾ എന്നെ ശ്ലാഘിക്കേണ്ടതായിരുന്നു. For in nothing am I behind in the very chiefest apostle. ഞാൻ ഏതുമില്ല എങ്കിലും അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരിൽ ഒട്ടും കുറഞ്ഞവനല്ല. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഇതോടൊപ്പം കുറച്ച് വാക്കുകളെ കൂടി കൂട്ടി ആ മഹാൻ അപ്പോസ്തലനായ പൗലോസ് കഴിഞ്ഞുപോയ നാളുകൾക്ക് മുമ്പ് സംസാരിച്ചത് ഇന്ന് രാത്രി വായിച്ചിരിക്കുന്നു. അതിനാൽ ഇന്ന് രാത്രിയിൽ അത് കേൾക്കുന്നതിൽ കൂടെ ഞങ്ങൾ അഭിവൃദ്ധി പ്രാപിച്ച് ഞങ്ങളുടെ ജീവിതത്തിൽ ഇത് പ്രായോഗികമാക്കി തീർക്കുവാനും ഞങ്ങൾ അവന്റെ കൈപ്പണിയായി തീർന്നിട്ട് അവൻ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്ന വിധത്തിൽ ഞങ്ങൾ രൂപപ്പെടുവാനും ഇടയാക്കണമേ. യേശുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. കർത്താവ് അനുവദിക്കുന്ന പക്ഷം ഇന്ന് രാത്രിയിൽ വിചിത്ര മനുഷ്യൻ എന്ന വിഷയത്തിൽ കുറച്ചു സമയം ഞാൻ സംസാരിക്കാൻ പോവുകയാണ്. ഇപ്പോൾ അതൊരു പ്രാകൃതവും മര്യാദയില്ലാത്തതുമായ ഒരു വിഷയമായിട്ടാണ് എടുത്തിരിക്കുന്നത്. എന്നാൽ അതിനെക്കുറിച്ച് ഏറെക്കുറെ ഞാൻ ചിന്തിക്കുന്നത് ഞാനതിനെ പ്രകടമാക്കാൻ ആഗ്രഹിക്കുന്ന രീതി എന്നതാകുന്നു. നിങ്ങൾക്കറിയാമോ, നാം ഇന്ന് വിളിച്ചു വരുന്ന വിചിത്ര മനുഷ്യൻ എന്ന കാര്യത്തിൽ ജനങ്ങളായിത്തീരുന്നതിന് വളരെയധികം കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്കറിയാം. ആ പദപ്രയോഗം ആരെങ്കിലും ഒരിക്കൽ പോലും കേട്ടിട്ടില്ലെങ്കിൽ അതർത്ഥമാക്കുന്നത് ആരെങ്കിലും വ്യത്യസ്തമായ, ആരെങ്കിലും മറ്റൊരാൾക്ക് വിചിത്രമായ വ്യക്തിയാകുന്നു എന്നുള്ളതാകുന്നു. നമ്മളിൽ അനേകർ തമ്മിൽ ഇന്ന് മറ്റൊരാളിന് അസാധാരണമായവരാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇപ്പോൾ കാലിഫോർണിയയിലെ ലോസ് ഏഞ്ചലസിലെ ഒരു തെരുവിൽ കൂടി ഒരിക്കൽ ഞാൻ നടന്നു പോകുകയായിരുന്നു. വളരെ വിചിത്രമായി അഭിനയിച്ചിരുന്ന ഒരു വിചിത്രമായ മനുഷ്യനെ ഞാൻ അവിടെ കാണുകയുണ്ടായി. അയാൾ തെരുവിൽ കൂടെ ആർക്കും മാർഗതടസ്സമുണ്ടാക്കാതെ നടന്നു പോകുകയായിരുന്നു. എന്നാൽ ഉച്ച കഴിഞ്ഞ് നടക്കുന്നത് പോലെ വെറുതെ ഉലാത്തുകയായിരുന്നു. അതുകൊണ്ട് അയാൾ എന്ത് ചെയ്യുകയായിരുന്നു എന്ന് കാണുന്നതിനായി ഞാൻ തെരുവിന്റെ മറ്റേ വശത്തേക്ക് നടന്നുപോയി. സകല മനുഷ്യരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അത് അയാളുടെ അസാധാരണതയുടെ കാരണത്താലായിരുന്നു. ഞാൻ ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അദ്ദേഹത്തിന്റെ മുൻഭാഗത്തായി ഒരു അടയാളം തൂക്കിയിട്ടിരുന്നു. ഞാൻ ഓർത്തു, ഈ വിചിത്രമായ വ്യത്യസ്തതയുള്ള ഈ മനുഷ്യനെ നോക്കി എല്ലാവരും ചിരിക്കുന്നത് എന്താണെന്ന് ഞാനും ഒന്ന് നോക്കിക്കളയാം. അങ്ങനെ അയാൾ പോകുമ്പോൾ ജനങ്ങൾ അയാളെ നോക്കുകയും അയാളെ നോക്കി ചിരിക്കുകയും ചെയ്തിരുന്നത് ഞാൻ ശ്രദ്ധിച്ചിരുന്നു. എന്നാൽ അയാൾക്ക് ഒരു വ്യത്യസ്തമായ ചിരി ഉണ്ടായിരുന്നതുപോലെ കാണപ്പെട്ടിരുന്നു. അതൊരു അലംഭാവത്തോടുകൂടിയ ചിരിയായിരുന്നു. മറ്റുള്ളവരുടെ ചിരികൾ ജനങ്ങൾ അയാൾക്ക് നൽകിയിരുന്നത് അയാളെ ഒരുവിധം പുച്ഛിക്കുന്നത് പോലെ കാണപ്പെട്ടിരുന്നു. എന്നാൽ അയാൾ ചെയ്തിരുന്ന കാര്യത്തിൽ അയാൾ സംതൃപ്തനായി കാണപ്പെട്ടിരുന്നു. ശരിയാണ്, ഒരു മനുഷ്യൻ താൻ ചെയ്യുന്ന കാര്യം ശരിയാണെന്നുള്ളതിൽ സംതൃപ്തനായിരിക്കുന്നതിനെ കുറിച്ച് വളരെയധികം തന്നെ ചിന്തിക്കാനുണ്ടായിരിക്കുന്നു. മറ്റേയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരു വിചിത്ര മനുഷ്യനായിരിക്കാമെങ്കിലും അയാൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യം ശരിയും അതിൽ അയാൾ സന്തുഷ്ടനുമാണെങ്കിൽ പിന്നെ അയാളെ അതുമായി വിട്ടുകളയുന്നതാണ് നല്ലത്. അങ്ങനെ ഞാൻ ഈ മനുഷ്യന്റെ അടുത്തേക്ക് നടന്നു വരുമ്പോൾ അയാളുടെ നെഞ്ചത്തായി ഒരു ലോഹത്തട്ട കഷ്ണം അല്ലെങ്കിൽ ഒരു ബോർഡ് തൂക്കിയിട്ടിരിക്കുന്നതായി ഞാൻ ശ്രദ്ധിക്കുകയും അതിന്മേൽ ഞാനൊരു വിഡ്ഢിയാണ് എന്ന് എഴുതിയിരിക്കുകയും അതിന്റെ തൊട്ട് താഴെയായി ക്രിസ്തുവിന് വേണ്ടി എന്ന് എഴുതിയിരിക്കുന്നതും ശ്രദ്ധിക്കുന്നതിനിടയായി. ഞാനൊരു വിഡ്ഢിയാണ് എന്ന് വലിയ അക്ഷരങ്ങളിൽ എഴുതിയിരിക്കുകയും അതിന്റെ തൊട്ട് താഴെയായി ക്രിസ്തുവിന് വേണ്ടി എന്നും പറഞ്ഞിരുന്നു. അങ്ങനെ എല്ലാവരും ഇത് നോക്കിക്കൊണ്ട് ചിരിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ പരിഹസിക്കുകയും കളിയാക്കുകയും ചെയ്തിരുന്ന ഈ ജനക്കൂട്ടത്തിന്റെ ഇടയിലൂടെ ഈ മനുഷ്യൻ കടന്നുപോയിക്കൊണ്ടിരിക്കുമ്പോൾ അയാളുടെ പിൻവശത്ത് എന്താണെന്ന് കാണുന്നതിനു വേണ്ടി ഞാൻ തിരിഞ്ഞു നോക്കി. അവിടെ അയാളുടെ പിൻവശത്ത് ഒരു വലിയ ചോദ്യചിഹ്നവും അതിന്റെ അടിയിലായി ഇപ്പോൾ നിങ്ങൾ ആരുടെ വിഡ്ഢികൾ എന്നും എഴുതിയിരുന്നു. ശരി, ഞാൻ ഓർത്തു അയാൾക്ക് എന്തോ ചില കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? എന്നാൽ അയാൾ ക്രിസ്തുവിന് വേണ്ടി വിഡ്ഢിയായിരിക്കാൻ കഴിയുന്നതിൽ തൃപ്തിയുള്ളവനായി കാണപ്പെട്ടിരുന്നു. അതുതന്നെയാണ് പൗലോസ് പറഞ്ഞിരുന്നത്, ഞാൻ ക്രിസ്തുവിന് വേണ്ടി ഒരു മൂഢൻ ആയിപ്പോയി. സമ്പൂർണ്ണ സുവിശേഷ വ്യവസായക്കാരുടെ കൂട്ടത്തിലുള്ള സഹോദരൻ ട്രോയ് എന്റെ ഒരു നല്ല സുഹൃത്താകുന്നു. അദ്ദേഹം ഒരു ഇറച്ചി വെട്ടുകാരനാണ്. ഒരു വട്ടം പന്നി ഇറച്ചി വെട്ടുമ്പോൾ ഏതോ തരത്തിൽപ്പെട്ട രോഗാണുക്കൾ അദ്ദേഹത്തിന്റെ കയ്യിൽ കടന്നുകൂടി. ആ രോഗാണു എന്തായിരുന്നുവെന്ന് അറിയാവുന്ന ചില മനുഷ്യരോ അല്ലെങ്കിൽ സ്ത്രീകളോ ഇവിടെ ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ അത് നിങ്ങളെ തിന്നുകളയും. അതുകൊണ്ട് അയാളുടെ ജീവരക്ഷയ്ക്കായി അവർ അദ്ദേഹത്തിന്റെ 3 വിരലുകൾ മുറിച്ചു മാറ്റിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒരു കൈയിൽ 2 വിരലുകൾ മാത്രമേ ഉള്ളൂ. എന്നിരിക്കലും അയാൾ ഇറച്ചി വെട്ട് തുടർന്നിരുന്നു. അദ്ദേഹത്തോടൊപ്പം ലോസ് ഏഞ്ചലസിലുള്ള അയാളുടെ ഇറച്ചിക്കടയിൽ ഒരു ജർമ്മനിക്കാരനായ മനുഷ്യൻ ജോലി ചെയ്തിരുന്നു. അദ്ദേഹം ഈ ഡച്ചുകാരനായ മനുഷ്യനെ ക്രിസ്തുവിലേക്ക് നയിക്കാൻ തുടർച്ചയായി ശ്രമിച്ചുകൊണ്ടിരുന്നു.
അയാൾ ഒരു ലൂഥറൻകാരനാണെന്നും അതുമായി അവൻ നന്നായിട്ട് പോയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അവനൊരു ക്രിസ്ത്യാനിയായിരുന്നു എന്ന കാര്യത്തിൽ അവൻ സന്തുഷ്ടനായിരുന്നു. കാരണം അവൻ ഒരു ലൂഥറൻ സഭയിലെ അംഗമായിരുന്നു. അതിനെക്കുറിച്ച് അവൻ അതിപ്രകാരം പ്രസ്താവിച്ചിരുന്നു. അങ്ങനെ ഒരു രാത്രിയിൽ സഹോദരൻ ട്രോയ്ക്ക് അവനെയും കൂട്ടിക്കൊണ്ട് പള്ളിയിലേക്ക് പോകുന്നതിന് ഒരവസരം ലഭിക്കുകയുണ്ടായി. അവന്റെ പേര് ഹെൻറി എന്നായിരുന്നു. ഹെൻറി എന്ന പേര് ജർമ്മൻ ഭാഷയിൽ ഹെൻറിച്ച് എന്നാകുന്നു. അതുകൊണ്ട് അവർ അവനെ ഹൈനി എന്ന് വിളിച്ചിരുന്നു. നിങ്ങൾ ആ പദപ്രയോഗം കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ. അദ്ദേഹം ചോദിച്ചു, ഹൈനി എന്നോടൊപ്പം ഇന്ന് രാത്രിയിൽ പള്ളിയിൽ വരുന്നതിനെ കുറിച്ച് എന്തു പറയുന്നു? കൊള്ളാം, അവൻ പറഞ്ഞു, ഞാൻ വരാം എന്ന് കരുതുന്നു. അങ്ങനെ അവൻ ഒരു പഴയ പരിഷ്കാരത്തിൽപ്പെട്ട യോഗത്തിലേക്ക്, അവർക്ക് അവിടെ ഉണ്ടായിരുന്ന ഒരു പ്രാർത്ഥനയുടെ യോഗത്തിലേക്ക് പോവുകയും അവിടെ വെച്ച് അവൻ വാസ്തവമായും കുറ്റബോധത്തിനടിയിൽ ആകുകയും തന്റെ ഹൃദയം ക്രിസ്തുവിന് നൽകുകയും ചെയ്തു. അടുത്ത ദിവസം ഈ ഡച്ചുകാരനായ മനുഷ്യൻ തന്നെത്താൻ ആനന്ദിക്കുകയായിരുന്നു. ഓരോ വട്ടവും ഇടയ്ക്കിടെ അവൻ കെട്ടിടത്തിൽ കൂടെ തന്റെ കൈകൾ ഉയർത്തിക്കൊണ്ട് ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, കർത്താവായ യേശുവേ നിനക്ക് നന്ദിയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിരുന്നു. അങ്ങനെ അവൻ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെടുകയും അവരുടെ എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിരുന്നു. നിങ്ങൾ നോക്കിയാൽ അവൻ ആ മുഴുവൻ ഇറച്ചിവെട്ടുകാരുടെയും ഇടയിൽ ഒരു വിചിത്ര മനുഷ്യനായി തീർന്നിരുന്നു. അവൻ ഇറച്ചി വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിനെ കുറിച്ച് ചിന്തിക്കുകയും പിന്നെ കരയാൻ തുടങ്ങുകയും ചെയ്തിരുന്നു. അവൻ കത്തി താഴെ വെച്ചിട്ട് ഇടനാഴിയിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങുകയും വല്ലാതെ ഇളകി മറിഞ്ഞ രീതിയിലല്ല, എന്നാൽ അവൻ കർത്താവുമായി സ്നേഹത്തിലായിരുന്നു എന്ന് കാണിച്ചിരുന്നു. എന്നിട്ട് യേശുവേ, ഞാൻ നിന്നെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിരുന്നു. നിങ്ങൾക്കറിയാമോ, എന്നിട്ട് മുമ്പോട്ടും പിറകോട്ടുമായി നടന്നിരുന്നു. അവനിപ്രകാരം നടക്കുകയും കരയുകയും ചെയ്യുന്നത് അവന്റെ മേൽനോട്ടക്കാരൻ കടന്നു വന്നപ്പോൾ കാണുന്നതിനിടയായി. അവനൊരിക്കലും അവന്റെ മേലധികാരിയെ ശ്രദ്ധിച്ചിരുന്നില്ല. അവൻ യേശുവിനെ കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അങ്ങനെ അവൻ തന്റെ കൈകൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് താഴേക്ക് നടക്കുകയും അവന്റെ കബടുകളിൽ കൂടി കണ്ണുനീരൊഴുകുകയും ദൈവമേ, ഞാൻ നിന്നെ എത്രയധികം സ്നേഹിക്കുന്നു എന്ന് പറയുകയും ചെയ്തിരുന്നു. അവന്റെ മേലധികാരി ചോദിച്ചു, ഹൈനി, ഈ ലോകത്തിൽ നിനക്ക് ഇതെന്താണ് സംഭവിച്ചിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഈ നിരയിലുള്ള എല്ലാവരും ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഈ ലോകത്തിൽ നിനക്കിതെന്താണ് സംഭവിച്ചിരിക്കുന്നത് ഹൈനി? ആ ഡച്ചുകാരനായ മനുഷ്യൻ പറഞ്ഞു, യജമാനനെ. അവൻ പറഞ്ഞു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അയാൾ ചോദിച്ചു, നിനക്ക് എന്ത് കിട്ടിയിരിക്കുന്നു എന്നാണ് പറഞ്ഞത്? അവൻ പറഞ്ഞു, ഞാൻ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. അവൻ പറഞ്ഞു, ഞാൻ സഹോദരൻ ട്രോയിയോടൊപ്പം താഴെയുള്ള ആ ചെറിയ സുവിശേഷക്കാരുടെ പ്രാർത്ഥനയുടെ കൂട്ടത്തിൽ പോയിരുന്നു. ഞാൻ അങ്ങനെ രക്ഷിക്കപ്പെട്ടു. അങ്ങനെ യേശുവിന്റെ ഹൃദയത്തിലേക്ക് വരികയും ഞാൻ മുഴുവനായും അത്രയും സ്നേഹം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, നീ അവിടെ താഴെയുള്ള ആ ഒരു കൂട്ടം നറ്റുകളുടെ ഒപ്പം പോയിരുന്നിട്ടുണ്ടാകാം. അവൻ പറഞ്ഞു, അതെ. എന്നിട്ട് പറഞ്ഞു, ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ. അവൻ പറഞ്ഞു, ഈ നട്ടുകൾക്ക് വേണ്ടി ദൈവത്തിന് നന്ദി ഉണ്ടായിരിക്കട്ടെ എന്ന് പറഞ്ഞു. അവൻ പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, വഴിയിൽ കൂടി പോകുന്ന ഒരു മോട്ടോർ വാഹനത്തിന്റെ മുഴുവൻ നട്ടുകളും എടുത്തു കളയുക. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ഒരു കൂട്ടം ചവറുകളല്ലാതെ മറ്റ് യാതൊന്നും കിട്ടില്ല. ശരിയാണ്, എനിക്കറിയില്ല. ആ ഡച്ചുകാരനായ മനുഷ്യൻ പറഞ്ഞത് ഏകദേശമൊക്കെ ശരി തന്നെയാകുന്നു. മുഴുവൻ നട്ടുകളും എടുത്തു കളയുകയെന്നോ? ആ നട്ടുകളാണ് അവയെ തമ്മിൽ ഒരുമിച്ച് കൂട്ടിപ്പിടിപ്പിച്ച് വച്ചിരിക്കുന്നത്. ഞാൻ വിചാരിക്കുന്നത് അത് തന്നെയാണ്. പലപ്പോഴും സഭയെയും തമ്മിൽ ഒരുമിച്ച് കൂട്ടിപ്പിടിപ്പിച്ച് വെച്ചിരിക്കുന്നത് അത് തന്നെ നാഗരികതയെയും ഒരുമിച്ച് കൂട്ടിപ്പിടിപ്പിച്ച് വെച്ചിരിക്കുന്നു. ഇപ്പോൾ കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് പ്രസ്കോട്ട് സന്ദർശിച്ച് മടങ്ങുന്ന വഴി ഞാൻ മണലാരണ്യത്തിലേക്ക് നോക്കിയിട്ട് ഫീനിക്സിൽ അവർക്കുണ്ടായിരുന്ന ജപ്പാനിലെ പൂന്തോട്ടങ്ങളെ ശ്രദ്ധിക്കുകയായിരുന്നു. അവർക്കവിടെ ഈ തോട്ടത്തിൽ പൂക്കൾ ഉണ്ടായിരുന്നു, മനോഹരമായ പൂക്കൾ ഉണ്ടായിരുന്നു. അവിടെ ഞാനൊരു ചെറുപ്പക്കാരനായിരുന്ന സമയത്ത് അവിടെ ആ സ്ഥലങ്ങളിൽ കൂടി ഞാൻ കന്നുകാലികളെ മേയിച്ചു കൊണ്ടുപോയിരുന്നു. പശുക്കൾക്ക് വേണ്ടത്ര പച്ചപ്പുല്ലില്ലാതിരുന്നതിനാൽ അവകൾ കള്ളിമുൾ ചെടികളുടെ കുരുക്കളും മറ്റുമായി ജീവിച്ചിരുന്നു. അതിനുശേഷം മണലാരണ്യത്തെ ഉപയോഗിക്കുന്നതിൽ ഒരു പുനരുൽപാദനം ഉണ്ടായിരുന്നതായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. ഈ മണലാരണ്യത്തിൽ കള്ളിമുൾ ചെടികളും പൂക്കളും നമുക്ക് കാണാൻ കഴിയും. അവിടെയുള്ള എന്റെ വീട്ടിൽ, അല്ലെങ്കിൽ ഞങ്ങൾ വാടകയ്ക്കെടുത്തിരുന്ന വീട്ടിൽ, അത് സഹോദരി ലാഴ്സന്റേതാകുന്നു. അവർ ഇന്ന് രാവിലെ സമയം ഇവിടെ ഉള്ളതായി ഞാൻ കരുതുന്നു. ഞാൻ അവരെ കണ്ടിരുന്നു. അവരുടെ വീടിന്റെ പുറത്തുവശത്തായി അവർക്ക് ഒരു പൂമത്ത ഉണ്ടായിരുന്നു. അത് അവിടെയുള്ള കുറച്ച് മണ്ണിലായിരുന്നു. അവിടെ ഉണ്ടായിരുന്നത് മുഴുവനും പൊടിമണലായിരുന്നു. അങ്ങനെ അവരുടെ വീടിന്റെ രണ്ടു വശത്തുമായിട്ട് കുറച്ച് മണ്ണിൽ അവർക്ക് ഒരു വലിയ പൂമത്ത ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും രാവിലെ എഴുന്നേറ്റ് എനിക്ക് ഈ പൂക്കൾക്ക് വെള്ളമൊഴിക്കേണ്ടത് ആവശ്യമായിരുന്നു. ഞാനതിന് വെള്ളമൊഴിച്ചില്ലെങ്കിൽ അവ ചത്തുപോകുമായിരുന്നു.
അതിനുശേഷം വീണ്ടും അതുകൂടാതെ എനിക്ക് അവയുടെ മേൽ കുറച്ച് ദ്രാവകം മേടിച്ച് തളിക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് അതിന്റെ മേൽ നിന്നും ചെള്ളുകളെയും മറ്റും മാറ്റി നിർത്തിയിരുന്നു, അല്ലെങ്കിൽ പുഴുക്കൾ കയറി അവയെ തിന്നുകളയുമായിരുന്നു. അതിനുശേഷം നിങ്ങൾ സ്വല്പം അതിനപ്പുറത്തേക്ക് പോയാൽ ഒരു 30 വാര അകലെ അവിടെയും കുറച്ച് പൂക്കൾ വളർന്നിരുന്നു. അത് ഈ മണലാരണ്യത്തിലായിരുന്നു വളർന്നിരുന്നത്. നിങ്ങൾക്ക് 20 അടി താഴോട്ട് കുഴിച്ചു നോക്കാൻ കഴിയും. അവിടെ അത് പൗഡറിന്റെ വീപ്പ് പോലെ കാണപ്പെടും. അവിടെ പൊടിയല്ലാതെ മറ്റ് യാതൊരു ലോകവും കാണാനുണ്ടാകുകയില്ല. അല്പം പോലും ജലാംശമുണ്ടായിരുന്നില്ല. ആരാണ് അവയുടെ മേൽ വെള്ളം തളിച്ചിരുന്നത്? നോക്കൂ, ഈ പൂമത്തയിലുള്ള പൂക്കളുടെ മേൽ തളിക്കാനോ വെള്ളമൊഴിക്കാനോ മറന്നുപോയാൽ ചിതലുകൾ അല്ലെങ്കിൽ പുഴുക്കളും പേനും അവയെ തിന്നുകളയും. എന്നാൽ ഈ മരുഭൂമിയിലുള്ള ഒന്നിനെ ആ പുഴുക്കൾക്ക് തൊടാൻ പോലും കഴിഞ്ഞിരുന്നില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് ദിവസവും അവയെ താലോലിക്കുകയും വെള്ളമൊഴിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അത് ദൈവത്തിന്റെ ഒരു സൃഷ്ടിയാകുന്നു. ഇതൊരു സങ്കര പ്രത്യുൽപാദനമാകുന്നു. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ക്രിസ്തുമതം ജനങ്ങൾക്ക് വെറുമൊരു വിചിത്ര വസ്തു ആയിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നാൽ അത് നമുക്ക് ഒരു കൂട്ടം പുനരുൽപാദനങ്ങൾ ഉണ്ടായിട്ട് അവർ യഥാർത്ഥമായ ക്രിസ്ത്യാനികൾ അല്ലായിരിക്കുന്നതിനാൽ ആകുന്നു. അവർ സഭയിൽ തന്നെ കഴിയുന്നതിനു വേണ്ടി താരാട്ടുകയും തളിക്കുകയും ചെയ്യേണ്ടത് ആവശ്യമായ ഒരു കൂട്ടമാകുന്നു. എനിക്ക് ആദ്യകാല സഭയെ അവർ എന്തായിരുന്നുവെന്ന് ഇന്നത്തെ ഈ പുനരുൽപാദനവുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഊഹിക്കാൻ കഴിയും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ പരിക്കരായ ദൈവവിശ്വാസികൾ നിറഞ്ഞ യഥാർത്ഥമായ ആദ്യകാല സഭയുമായി നോക്കുമ്പോൾ ഇത് വെറുമൊരു താണതരം ഉൽപ്പന്നമായിരിക്കുന്നു. നിങ്ങൾക്കവരെ താലോലിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. നിങ്ങൾക്കവരുടെ പുറത്തു തട്ടിക്കൊണ്ട് ഈ കാര്യത്തിൽ നിങ്ങൾ അവരെ എടുക്കും എന്ന് പറയേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല. അവർ ആ കാര്യത്തിൽ ക്ഷീണിച്ചു പോയാൽ അവർ മറ്റൊന്നിലേക്ക് പോയിരുന്നു. അവർ മറ്റൊന്നിനെ വിട്ട് ഇവിടേക്ക് വരികയാണെങ്കിൽ നിങ്ങൾ അവരെ സഭയിൽ ഒരു മൂപ്പനാക്കും. അതൊരു സങ്കര പുനരുൽപാദനമാകുന്നു. ഞാൻ മൈക്കൽ ഏഞ്ചലോയുടെ യഥാർത്ഥമായ ചിത്രരചനയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അത് ഒടുവിലത്തെ തിരുവത്താഴമായിരുന്നു എന്ന് ഞാൻ കരുതുന്നു. അദ്ദേഹമാണ് അതിന്റെ ചിത്രരചന ചെയ്തതെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾക്ക് അതിന്റെ യഥാർത്ഥമായ ചിത്രരചനയ്ക്ക് എന്ത് വില കൊടുക്കേണ്ടി വരും എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നുണ്ടോ? അത് എണ്ണാനാകാത്ത വിധം $1000 വിലയുള്ളതായിരിക്കും. ആ മൂലചിത്ര രചനയെ ഒരിക്കലും ഒന്ന് തൊടാൻ പോലും കഴിയുകയില്ല. കാരണം അതിന്റെ വില അതിനും അപ്പുറത്താകുന്നു. അതത്രയും ഉന്നതമായ വില കൽപ്പിക്കപ്പെട്ടതാകുന്നു. എന്നാൽ അതിന്റെ വീണ്ടും നിർമ്മിക്കപ്പെട്ട ഒരു പകർപ്പ് ചിത്രം നിങ്ങൾക്ക് വെറും $2 വാങ്ങിക്കാൻ കഴിയും. ആ കാരണത്താലാണ് ഇന്ന് ജനങ്ങൾക്ക് യഥാർത്ഥമായതും കലർപ്പില്ലാത്തതുമായ വിശ്വാസികളുടെ പരിക്കഥയെക്കുറിച്ച് മനസ്സിലാക്കാൻ കഴിയാത്തത്. അവർ ഒരു വിചിത്ര സ്വഭാവക്കാരായി തീർന്നു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ലോകം അത്രയും ചക്രച്ചാലിലായിട്ട് അതിനെ നേരെയാക്കാൻ വല്ലപ്പോഴും ഒരിക്കൽ ഒരു വിചിത്ര മനുഷ്യനെ എടുക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. അതിനുവേണ്ടി അവരിൽ നിന്നും ഒരു സ്വല്പം വ്യത്യസ്തമായ ആരെങ്കിലും ദൃശ്യത്തിൽ വന്നിട്ട് അവൻ ആ തലമുറയ്ക്ക് വേണ്ടി ഒരു വിചിത്ര മനുഷ്യനായി തീരുന്നു. കഴിഞ്ഞ ദിവസം ആരെ കൊണ്ടതിന് കഴിയും എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുകയായിരുന്നു. ഇന്ന് ഒരാൾക്ക് വിചിത്ര മനുഷ്യനല്ലാത്തവരായി ആരുണ്ട്? നിങ്ങൾ മറ്റാർക്കു വേണ്ടി ഒരു വിചിത്ര മനുഷ്യനായിരിക്കുന്നു. ലോകം മുഴുവനായും ബുദ്ധിഭ്രമത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കറിയാമോ, ജനങ്ങൾക്ക് ശരിയും തെറ്റും തമ്മിൽ അല്ലെങ്കിൽ സത്യവും പിശകും തമ്മിൽ വിധിക്കാനാവാത്ത ഒരു സമയത്ത് ഇതെത്തിയിരിക്കുന്നു. രാഷ്ട്രീയക്കാർക്ക് ശരിയും തെറ്റും തമ്മിൽ വിധിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ? വേദപുസ്തകത്തെ തിരികെ സഭയിൽ അല്ലെങ്കിൽ വേദപുസ്തകത്തെ തിരികെ സ്കൂളിൽ കൊണ്ടുവരണം എന്ന കാര്യത്തിന്റെ വോട്ടെടുപ്പിൽ അവർ മൗനമായിരിക്കുന്നത് അത് നിങ്ങൾ കാണുന്നില്ലേ? രാഷ്ട്രീയം ഏതു വശത്തേക്കാണ് വീശാൻ പോകുന്നതെന്ന് അവർക്കറിയില്ല. അതൊന്ന് ചിന്തിച്ചു നോക്കുക. അതിപ്പോൾ ഇന്ത്യാനയിൽ എപ്രകാരമാണെന്ന് എനിക്കറിയില്ല. എന്നാൽ അരിസോണ സംസ്ഥാനത്ത് സ്കൂളുകളിൽ വേദപുസ്തകം വായിക്കുന്നത് നിയമത്തിന് വിരുദ്ധമാണ്. അതേ കാര്യം തന്നെ ഇന്ത്യാനയിലും ഏകദേശം മൊത്തം അമേരിക്കൻ ഐക്യനാടുകളിലുമായിരിക്കുന്നു എന്ന് ഞാൻ കരുതുന്നു. കാരണം ഏതോ വിശ്വാസവഞ്ചകിയായ സ്ത്രീ ആ മുഴുവൻ പദ്ധതിയും മാറ്റിയിരിക്കുന്നു. കൂടാതെ ഓർക്കുക, നമ്മുടെ പൊതുവായ സ്കൂളുകളിൽ വേദപുസ്തകം വായിക്കുന്നത് നിയമത്തിന് വിരുദ്ധമാണ്. എന്നാൽ വിശ്വാസികളുടെ നികുതി സ്കൂളുകളിൽ ഈശ്വരനിന്ദയെ പഠിപ്പിക്കുന്നതിനെ പിന്താങ്ങുന്നു. രാഷ്ട്രീയം, നമുക്ക് മറ്റൊരു എബ്രഹാം ലിങ്കണെ ആവശ്യമായിരിക്കുന്നു. നമുക്ക് മറ്റൊരു പാട്രിക് ഹെൻറി ആവശ്യമായിരിക്കുന്നു. രാഷ്ട്രീയത്തെ അതെവിടെയാണ് നിൽക്കുന്നതെന്ന് പരിഗണിക്കാതെയും ശരിയെ ശരിയെന്നും തെറ്റിനെ തെറ്റെന്നും വിളിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു അമേരിക്കക്കാരനെ നമുക്ക് ആവശ്യമായിരിക്കുന്നു. ഇന്നത്തെ പ്രാസംഗികർക്ക് ദൈവത്തിന്റെ വചനമാണോ അതോ സഭാ സമുദായമാണോ ശരിയെന്ന് വിധിക്കാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാമോ?
ഏത് വഴിയാണ് എടുക്കേണ്ടത് അവർക്കറിയില്ല. അവർക്ക് ശരിയും തെറ്റും തമ്മിൽ വിധിക്കാൻ കഴിയുന്നില്ല. വേദപുസ്തകം അങ്ങനെ പറയുന്നുവെന്ന് എനിക്കറിയാം. എന്നാൽ ഞങ്ങളുടെ സഭ പറയുന്നത്, നോക്കൂ, ജനങ്ങൾ തെറ്റും ശരിയും തമ്മിൽ വിധിക്കാൻ സാമർഥ്യമില്ലാത്തവരായിരിക്കുന്നു. കൂടാതെ വേദപുസ്തകത്തിന് വിരുദ്ധമായുള്ള ഏതൊരു കാര്യവും തെറ്റാകുന്നു. ദൈവത്തിന്റെ വചനം സത്യമാകുന്നു. എല്ലാ മനുഷ്യരും ഭോഷ്ക് പറയുന്നവരത്രേ അത് അതിന് വിരുദ്ധമാകുന്നു. ഇപ്പോൾ അതുപോലുള്ള ഒരു സമയത്ത് നിലപാടെടുക്കാൻ ശ്രമിക്കുന്നത് എന്താണോ ശരിയായത് അതിനുവേണ്ടി നിൽക്കുക എന്നത് നിങ്ങളെ ഒരു വിചിത്ര മനുഷ്യൻ ആക്കി തീർക്കുന്നു. നമുക്ക് കുറച്ച് കഥാപാത്രങ്ങളെ എടുക്കാം. പ്രവാചകനായ നോഹ ജീവിച്ചിരുന്ന ആ മഹത്തായ ദിവസത്തെ എനിക്ക് ഊഹിക്കാൻ കഴിയും. ആ മഹത്തായ ശാസ്ത്രീയ യുഗത്തിൽ അവർ പിരമിഡുകളും സ്ത്രീ നരസിംഹങ്ങളും നിർമ്മിച്ചിരുന്നു. അവരുടെ ശാസ്ത്രീയ ഗവേഷണത്താൽ അവർക്ക് ആകാശത്തിൽ ഒരു തുള്ളി വെള്ളം പോലുമില്ലെന്ന് തെളിയിക്കാൻ കഴിഞ്ഞിരുന്നു. ഇവിടെ ഇതാ വൃദ്ധനായ ഒരു മനുഷ്യൻ അവിടേക്ക് കടന്നു വന്നിട്ട് അവരോട് പറഞ്ഞു, ആകാശത്ത് നിന്ന് മഴ പെയ്യാൻ പോവുകയാണ്. നോഹ ആ തലമുറയ്ക്ക് ഒരു വിചിത്ര മനുഷ്യനായിരുന്നു. അവനൊരു വിചിത്ര മനുഷ്യൻ ആയി കഴിഞ്ഞിരുന്നു. നമുക്ക് മോശയെക്കുറിച്ച് ചിന്തിക്കാം. ഇന്ന് രാവിലെ നാം സംസാരിച്ചതുപോലെ മോശ, അവൻ ഫറവോന്റെ അടുക്കലേക്ക് പോകുമ്പോൾ മോശ ഫറവോന്റെ അടുക്കലേക്ക് ചെന്നിട്ട് പറയുകയാണ്, ഈ അടിമകളെ പുറത്തു കൊണ്ടുപോകുവാൻ യഹോവയായ ദൈവം എന്നെ അയച്ചിരിക്കുന്നു. ലോകത്തെ മുഴുവൻ പിടിച്ചടക്കിയിരുന്ന ഒരു മഹത്തായ സൈന്യത്തിനെതിരായി കയ്യിൽ വെറുമൊരു വടിയുമായി അവൻ പോയിരുന്നു. ഫറവോൻ തന്റെ ശാസ്ത്രീയമായ എല്ലാ ബുദ്ധിക്കും അനുസരിച്ച് മോശ ഒരു വിചിത്ര മനുഷ്യനായിരുന്നു എന്ന് ചിന്തിച്ചിരുന്നു. അങ്ങനെ അവൻ അവർക്കൊരു വിചിത്ര മനുഷ്യനായിരുന്നു. പ്രവാചകനായ ഏലിയാവിനെ അവന്റെ മഹത്തായ ദിവസങ്ങളിൽ എനിക്ക് ഓർക്കാൻ കഴിയും. അത് കെട്ടിച്ചമച്ച പരിഷ്കാരത്തിന്റെ ഒരു കാലമായിരുന്നു. ആ നാളുകളിൽ ആഹാബും ഇസബേലും അത് ഇതുപോലെയായിരുന്നപ്പോൾ ലോകം ഭരിച്ചിരുന്നു. അപ്പോൾ എല്ലാവിധത്തിലുള്ള പരിഷ്കാരങ്ങളും കാര്യങ്ങളും ഇസബേൽ ധരിക്കാൻ ആഗ്രഹിച്ചിരുന്നു. കൂടാതെ എപ്രകാരം മറ്റുള്ള എല്ലാ സ്ത്രീകളും അവളെ പോലെ വസ്ത്രധാരണം ചെയ്യുകയും അവളുടെ ചായംപൂശലും അവളുടെ വേഷവിധാനങ്ങളും അവൾ സ്വയമായി പരിഷ്കരണം ചെയ്ത അവളുടെ രീതികളുമായിട്ട് മുന്നോട്ട് പോയിരുന്നു. അപ്പോൾ ഏലിയാവിനെ പോലെ എന്തോ കിറുക്കനായ ഒരു വ്യക്തി അവിടെ ദൃശ്യത്തിലേക്ക് വന്നിട്ട് ആ മുഴുവൻ രാഷ്ട്രത്തിനുമെതിരായി പ്രതിരോധിച്ചു. അപ്പോൾ ആഹാബിന് അവനൊരു വിചിത്ര മനുഷ്യനായിരുന്നു. അത് ശരിയാണ്. പ്രവാചകനായ ആമോസ് ശമരിയയിലേക്ക് വന്നപ്പോൾ ശമരിയ ആ നാളുകളിൽ ഇന്നത്തെ ഹോളിവുഡ് ആയിരിക്കുന്നത് പോലെയായിരുന്നു. സ്ത്രീകൾ തെരുവുകളിൽ വേഷവിധാനം ചെയ്യുകയും പൊതുവായ സ്ഥലങ്ങളിൽ പോലും വ്യഭിചരിച്ചുകൊണ്ട് എപ്രകാരം അവരുടെ ജീവിതം ജീവിച്ചുകൊണ്ട് തുടരുകയും പുരുഷനെ അനുവദിക്കുകയും മറ്റും ചെയ്തിരുന്നു. ഇന്ന് ശരിക്കും അത് നിങ്ങളുടെ നേരെ മുമ്പിൽ പരസ്യമായി വ്യഭിചാരം ചെയ്യുന്നത് പോലെ ആയിരിക്കുന്നു. കഴിഞ്ഞ രാത്രിയിൽ ഞാൻ സ്വല്പം ആഹാരം കഴിക്കാൻ ഒരു പ്രത്യേക സ്ഥലത്ത് പോയപ്പോൾ കൊച്ചുകുട്ടികളായ ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ കെട്ടിപ്പിടിക്കുകയും ഉമ്മവയ്ക്കുകയും ചെയ്യുന്നത് പോലെ ഞാൻ കണ്ടിരുന്നു. അതെന്തായിരുന്നുവെന്ന് എനിക്കറിയില്ല. നിങ്ങൾക്കറിയാമോ എന്റെ കുഞ്ഞു സഹോദരി, അത് വ്യഭിചാരം ചെയ്യുന്നതിന് സമമായ കാര്യമാകുന്നു. ഒരു പുരുഷൻ നിങ്ങളെ ഉമ്മവെക്കുമ്പോൾ അവൻ നിങ്ങളോട് വ്യഭിചാരം ചെയ്തതിന് സമമായ കാര്യമായിരിക്കുന്നു. നിങ്ങൾ വിവാഹിതയാകാതെ ഒരിക്കലും ഒരു പുരുഷനെ ഉമ്മവെക്കാൻ അനുവദിക്കരുത്. കാരണം ഗ്രന്ഥികൾ, ആണിന്റെയും പെണ്ണിന്റെയും ഗ്രന്ഥികൾ അവരുടെ ചുണ്ടുകളിലാകുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? ഒരു പുരുഷന്റെയും സ്ത്രീയുടെയും ഗ്രന്ഥികൾ തമ്മിൽ ഒരുമിച്ച് മുട്ടുമ്പോൾ അതെവിടെയായിരുന്നാലും നിങ്ങൾ സംഭവനീയമായി വ്യഭിചരിച്ചു എന്നതിന് സമമായിരിക്കുന്നു. നിങ്ങളുടെ മുഖത്ത് നിന്ന് മൂടുപടം മാറ്റി നിങ്ങൾ അവന്റെ ഭാര്യയായി തീരുന്നതുവരെ ഒരിക്കലും ഒരാൺകുട്ടിയെ ഉമ്മ വയ്ക്കാൻ നിങ്ങൾ അനുവദിക്കരുത്. അത് ചെയ്യരുത്. അത് വ്യഭിചാര കുറ്റമാകുന്നു. അത് പുരുഷന്റെയും സ്ത്രീയുടെയും ഗ്രന്ഥികളെ തമ്മിൽ കൂട്ടിക്കലർത്തുന്നതാകുന്നു. എന്തുകൊണ്ടാണ് ഒരു പുരുഷൻ ഒരു പുരുഷന്റെയും ഒരു സ്ത്രീ ഒരു സ്ത്രീയുടെയും ചുണ്ടുകളിൽ ഉമ്മ വയ്ക്കാത്തത്? എന്തുകൊണ്ടാണെന്നാൽ അത് സന്ധികളെ തമ്മിൽ തമ്മിൽ പ്രവഹിപ്പിക്കുന്നില്ല. ഗ്രന്ഥികൾ തമ്മിലുള്ള പ്രവാഹത്താലാണ് കുഞ്ഞുങ്ങൾ ജനിക്കുന്നത്. അതുകൊണ്ട് ഇതിപ്പോൾ മിക്കവാറും എല്ലായിടത്തും തന്നെ വീണ്ടും ഒരു പരസ്യമായ വ്യഭിചാരമായി കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ നോക്കിക്കാണുന്ന ചലച്ചിത്ര സ്ക്രീനുകളും മറ്റെല്ലായിടത്തും വികാര പ്രകടനങ്ങളും ഇതുപോലെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് ശ്രദ്ധിക്കുക. അസാൻമാർഗികത ഏറ്റവും വർദ്ധിച്ചു വരുന്നതിൽ യാതൊരു അത്ഭുതവുമില്ല. ഇത് വ്യഭിചാരമാണെന്ന് അറിഞ്ഞുകൊണ്ട് അവർക്കെങ്ങനെ അവരെ തന്നെ ആ സ്ത്രീകളുടെ മുഖത്ത് ഉമ്മ വെച്ചുകൊണ്ട് ഉത്തേജിപ്പിക്കാൻ കഴിയുന്നു? നിങ്ങൾ അത് ഏറ്റുപറയുന്നത് വരെ ദൈവം അത് ക്ഷമിക്കുകയില്ല. അങ്ങനെ ഇപ്പോൾ ഈ മഹാനായ ആമോസ് എന്ന പ്രവാചകൻ കടന്നു വരുന്നു. അവൻ ചെറിയ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഒരുവനായിട്ടാണ് എണ്ണപ്പെട്ടിരിക്കുന്നത്. കാരണം അവനെക്കുറിച്ച് വളരെയധികമൊന്നും എഴുതപ്പെട്ടിട്ടില്ല. എന്നാൽ അവന്റെ പക്കൽ കർത്താവിന്റെ വചനമുണ്ടായിരുന്നു. അവൻ ആ പട്ടണത്തിലേക്ക് നോക്കുകയും അവിടെ എല്ലാം കൊടുക്കപ്പെട്ടിരുന്നു.
ഉദ്യാനങ്ങളിൽ പുരുഷന്മാർ കൈകളാൽ സ്ത്രീകളെ ചുറ്റിപ്പിടിച്ചും സ്ത്രീകൾ അവരുടെ കൈകൾ കൊണ്ട് പുരുഷന്മാരെ ചുറ്റിപ്പിടിച്ചും വെറും ഒരു ആധുനിക ഹോളിവുഡ് പോലെ കാണപ്പെട്ടിരുന്നു. അവൻ ആ പട്ടണത്തിലേക്ക് നേരെ നടന്നു എന്നിട്ട് അവരോട് പറഞ്ഞു, നിങ്ങൾ മാനസാന്തരപ്പെടുക അല്ലെങ്കിൽ നശിക്കും. അവനൊരു വിചിത്ര മനുഷ്യനായിരുന്നു. അവൻ സ്വയം അവരുടെ മുമ്പിൽ മിക്കവാറും ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്തവനായി പ്രഖ്യാപിക്കപ്പെട്ട് കഴിഞ്ഞിരുന്നു. സ്നാപക യോഹന്നാൻ അവൻ ദൃശ്യത്തിൽ വന്നപ്പോൾ ആ കാലത്തെ മതപരമായ സഭാ സമുദായങ്ങൾക്ക് അവനൊരു വിചിത്ര മനുഷ്യനായിരുന്നു. തന്റെ പിതാവിന്റെ കാൽപ്പാടുകളെ പിന്തുടർന്നുകൊണ്ട് അവൻ ഒരു പുരോഹിതനാകാനുള്ള അവസരമുണ്ടായിരുന്നു. എന്നാൽ അത് ചെയ്യുന്നത് അവൻ നിരസിച്ചു കളഞ്ഞിരുന്നു. എന്തുകൊണ്ടാണെന്നാൽ ദൈവം അവനെ മതതത്വ സംഹിതകളിൽ നിന്നും സഭാ സംഘടനകളിൽ നിന്നും മാറ്റി നിർത്തിയിരുന്നു. കാരണം അവന്റെ ജോലി വളരെ പ്രാധാന്യമേറിയതായിരുന്നു. മശിഹായുടെ വരവിനെ അവന് വിളിച്ചറിയിക്കേണ്ടിയിരുന്നു. അവന് പരീശന്മാരുമായോ സാധുക്യരുമായോ അല്ലെങ്കിൽ അതെന്തു തന്നെ ആയിരുന്നാലും അവരുമായി യാതൊന്നും ചെയ്യാനില്ലാതിരുന്നതിനാൽ അവൻ അവരുടെ ആ മുഴുവൻ കൂട്ടത്തെയും തള്ളിക്കളഞ്ഞിരുന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, ഞങ്ങൾക്ക് അബ്രഹാം പിതാവായിട്ടുണ്ട് എന്ന് പറയുവാൻ തുണിയരുത്. ദൈവത്തിന് ഈ കല്ലുകളിൽ നിന്ന് അബ്രഹാമിന് മക്കളെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയും. അവന്റെ കാലത്തെ മതവിശ്വാസ ലോകത്തിന് അവൻ വെറുമൊരു വിചിത്ര മനുഷ്യനായിരുന്നു. ശരിയാണ്. യേശു ദൃശ്യത്തിൽ കടന്നു വന്നപ്പോൾ അവന്റെ കാലത്തെ മതപരമായ ജനങ്ങൾക്ക് അവനും ഒരു വിചിത്ര മനുഷ്യനായിരുന്നു. കാരണം അവർ അവനോട് പറഞ്ഞു, നീ ഒരു ശമരിയനാകുന്നു, നിനക്ക് തലയ്ക്ക് സ്ഥിരതയില്ല, നിനക്ക് ഭ്രാന്താണ്. മറ്റൊരു ശബ്ദത്തിൽ പറഞ്ഞാൽ നീ ഒരു ഭ്രാന്ത് പിടിച്ച മനുഷ്യനാകുന്നു. അവൻ ജനങ്ങൾക്കതായിരുന്നു, നിങ്ങൾക്കോ കർത്താവും രക്ഷിതാവുമാകുന്നു. ഒരു പുരോഹിതനാകുവാൻ വേണ്ടി ഗമാലിയേൽ മുഖാന്തരം പരിശീലനം ലഭിച്ചുകൊണ്ടിരുന്ന പൗലോസ് ഏതെങ്കിലും ദിവസം മഹാപുരോഹിതനായി തീരാൻ അവസരമുണ്ടായിരുന്നവനായിരുന്നു. ദമാസ്കസിലേക്കുള്ള അവന്റെ യാത്രയിൽ ഒരലൗകികമായ വെളിച്ചത്താൽ അവൻ നിലത്ത് വീണു. അവൻ മുകളിലേക്ക് നോക്കി. ഒരു യഹൂദനായിരിക്കെ അഗ്നിസ്തംഭമാണ് തന്റെ ജനങ്ങളെ വഴി നടത്തിയിരുന്നതെന്ന് അവൻ അറിഞ്ഞിരുന്നു. അവൻ ചോദിച്ചു, കർത്താവേ, നീ ആരാകുന്നു? അപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ യേശു ആകുന്നു. അപ്പോൾ അവൻ അവന്റെ വിദ്യാഭ്യാസത്തെ തിരസ്കരിച്ചു കളഞ്ഞു. അവൻ സ്കൂളിൽ പരിശീലിക്കപ്പെട്ടിരുന്നതായ അവന്റെ മുഴുവൻ വേദശാസ്ത്രത്തെയും തിരസ്കരിച്ചുകൊണ്ട് ഒരു സാധാരണക്കാരനായ തെരുവ് പ്രാസംഗികനായി തീരുകയും അവനൊരു വിചിത്ര മനുഷ്യനായി തീരുകയും ചെയ്തു. അവൻ പറഞ്ഞു, ഞാൻ മൂഢനായി തീർന്നിരിക്കുന്നു. ജനങ്ങൾ അവന് ഭ്രാന്താണെന്നും അവന് ബുദ്ധിസ്ഥിരതയില്ലെന്നും കരുതി. അവൻ പറഞ്ഞു, രാജസ്ത്രീ ഫെലിസ്തോസെ, എനിക്ക് ഭ്രാന്തില്ല. അവൻ കർത്താവിനെ അറിഞ്ഞിരുന്നു. എന്നാൽ അതൊരു മതപരമായ കൂട്ടരിൽ നിന്നും അവൻ കർത്താവിനെ അറിഞ്ഞിരുന്നു. നിങ്ങളിത് വിട്ടുകളയുകയില്ല എന്ന് ഞാൻ ആശിക്കുന്നു. ഈ നാളുകളിൽ യേശുവിനെ അറിയുന്നതിന് വേണ്ടി ഒരു മതപരമായ കൂട്ടത്തിനിടയിൽ നിങ്ങൾ ഒരു വിചിത്ര മനുഷ്യനായി തീരും. അത് മാറിയിട്ടില്ല. എനിക്കതിൽ കൂടുതൽ സമയം ചിലവഴിക്കാൻ കഴിയും. എന്നാൽ പ്രാർത്ഥനയുടെ നിരയ്ക്ക് വേണ്ടി ഞാൻ എളുപ്പമാക്കാൻ ആഗ്രഹിക്കുന്നു. ജർമ്മൻ പുരോഹിതനായിരുന്ന മഹാനായ മാർട്ടിൻ ലൂഥർ ഒരു ദിവസം പൊതിഞ്ഞുകെട്ടിയ തിരുവത്താഴത്തിന്റെ പൊതി താഴെ പടികളിലേക്ക് വലിച്ചെറിഞ്ഞു കളഞ്ഞിട്ട് പറഞ്ഞു, ഇത് യേശു ക്രിസ്തുവിന്റെ ശരീരമല്ല, ഇത് പിന്നിലായി ഉണ്ടാക്കിയ ഒരു കഷ്ണം അപ്പം മാത്രമാണ്. എന്നിട്ട് അവൻ ഇത് പ്രഖ്യാപിച്ചുകൊണ്ട് വിളിച്ചു പറഞ്ഞു, നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. കത്തോലിക്ക സഭയ്ക്ക് അവൻ ഒരു വിചിത്ര മനുഷ്യനായി തീർന്നു. ആ കാര്യത്തിനു വേണ്ടി അവർക്കവനെ കൊന്നുകളയാമായിരുന്നു. എന്നാൽ അവൻ അവർക്കൊരു വിചിത്ര മനുഷ്യനായിരുന്നതിനാൽ അവർ അവനെ അതുപോലെ ഒറ്റയ്ക്ക് വിട്ടുകളഞ്ഞു. എന്നാൽ അവൻ ആ തലമുറയ്ക്ക് ഒരു വിചിത്ര മനുഷ്യനായി തീർന്നു. ഇംഗ്ലണ്ടിന്റെ അസാൻമാർഗികതയുടെ ഏറ്റവും കടുത്ത ദിവസങ്ങളുടെ നാഴികയിലാണ് ജോൺ വെസ്ലി വരുന്നത്. അപ്പോൾ ആ സമയത്ത് വെസ്ലിയുടെ ഉണർവ് ദൃശ്യത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ അസാൻമാർഗികത എല്ലായിടത്തുമായിട്ട് ലോകം മുഴുവൻ നശിച്ചു പോകുമായിരുന്നു. ആ സമയത്ത് ആംഗ്ലിക്കൻ സഭ പിന്നെ ഒരിക്കലും ഉണർവുണ്ടാകാൻ കഴിയാത്ത വിധം അത്രയും ദൂരത്തായി പോയി കഴിഞ്ഞിരുന്നു. അത്രമാത്രം കാൽവിനിസ്റ്റ് ചിന്താഗതിയിൽ ആയി കഴിഞ്ഞിരുന്നു. അപ്പോൾ ജോൺ വെസ്ലി വിശുദ്ധീകരണത്തിന്റെ വചനവുമായി ദൃശ്യത്തിൽ കടന്നുവന്ന് അസാൻമാർഗികതയെ തുടച്ചു നീക്കിക്കളഞ്ഞു. അങ്ങനെ അവൻ ഒരു വിചിത്ര മനുഷ്യനായി തീർന്നു. ശ്രീമാൻ വെസ്ലിയുടെ പുസ്തകത്തിൽ നിന്നും ഒരിക്കൽ നടന്ന കാര്യം ഉദ്ധരിക്കട്ടെ. ഒരു വട്ടം അവനൊരു വഴിയിൽ കൂടെ നടന്നു വരുമ്പോൾ ഇംഗ്ലണ്ടിലെ സഭയിൽപ്പെട്ട ഒരാൾ അവരെല്ലാം അവന് ഭ്രാന്തി പിടിച്ചിരുന്നു എന്ന് അവനെക്കുറിച്ച് ചിന്തിച്ചിരുന്നു. അങ്ങനെ അയാൾ ആ വഴിവെക്കിൽ തന്നെ നിന്നിരുന്നു. ശ്രീമാൻ വെസ്ലി ഒരു ചെറിയ പൊക്കം കുറഞ്ഞ മനുഷ്യനായിരുന്നു. ആ മഹാനായ വലിയ മനുഷ്യൻ അവൻ തന്റെ അടുക്കൽ വരുമ്പോൾ അടിച്ചു വീഴ്ത്തിക്കളയാം എന്ന് വിചാരിച്ചുകൊണ്ട് ആ വഴിവെക്കിൽ തന്നെ നിന്നിരുന്നു. ശ്രീമാൻ വെസ്ലി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നടന്നു എന്നിട്ട് പറഞ്ഞു, എന്നോട് ക്ഷമിക്കണം ശ്രീമാൻ, താങ്കൾ വഴിയിൽ നിന്ന് ഒന്ന് മാറിത്തരുമോ? ഞാൻ അല്പം ധൃതിയിലാണ്. അപ്പോൾ ആ ആംഗ്ലിക്കൻ അവനോട് പറഞ്ഞു, ഞാനൊരു വിഡ്ഢിക്ക് വേണ്ടി വഴിയിൽ നിന്നും മാറിക്കൊടുക്കാറില്ല.
ശ്രീമാൻ വെസ്ലി വിനയത്തോടെ തന്റെ തൊപ്പി ഒരു വശത്തേക്ക് ചരിച്ചുകൊണ്ട് അയാളുടെ ചുറ്റുമായി നടന്ന് ഞാൻ എല്ലായ്പ്പോഴും വഴിമാറി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു. So you see, that was one who was the nut. One was അതുകൊണ്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഒരാൾ ക്രിസ്തുവിന് വേണ്ടി വിഡ്ഢിയും മറ്റൊരാൾ സഭയ്ക്ക് വേണ്ടി വിഡ്ഢിയുമാകുന്നു. so your അതുകൊണ്ട് നിങ്ങൾക്ക് ആരുടെയെങ്കിലും വിഡ്ഢിയാകേണ്ടതായിട്ടുണ്ട്. പെന്തക്കോസ്തുകാർ ദൃശ്യത്തിൽ വന്നപ്പോൾ അത് 50 വർഷങ്ങൾക്ക് മുമ്പായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു, ഈ ജനങ്ങൾക്ക് ഭ്രാന്താണ്, they were nuts അവർ വിഡ്ഢികളായിരുന്നു. അത് ശരിയാണ്. because they എന്തുകൊണ്ടാണെന്നാൽ അവർ ദൃശ്യത്തിൽ വന്നപ്പോൾ സഭാ കാലഘട്ടങ്ങളിൽ കൂടെ കടന്നു വന്നിരുന്ന സകല അഴിമതികളെയും അവർ കുറ്റം വിധിച്ചു. But what has the എന്നാൽ Pentecostals പെന്തക്കോസ്തുകാർ done? എന്താണ് ചെയ്തത്? Went right back into the vomit that they come out of. അവർ കടന്നു വന്നിരുന്ന അതേ ഛർദിയിലേക്ക് തിരികെ പോയി. തിരികെ വിഭാഗീയ സഭകളുടെ അഴിമതിയിലേക്ക് കടന്നുപോയി. You know what? It's time for another nut. Yes. അതെന്തായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? അത് മറ്റൊരു വിഡ്ഢിത്തരത്തിന്റെ സമയം എത്തിക്കഴിഞ്ഞതായിരുന്നു. അതെ, ഇത് മറ്റൊരു വിഡ്ഢിത്തരത്തിന്റെ സമയമായി കഴിഞ്ഞിരിക്കുന്നു. അത് ശരിയാണ്. Notice a nut. ശ്രദ്ധിക്കുക, ഒരു നട്ട് ഉണ്ടായിരിക്കുന്നതിന് മുമ്പ് അതിനെ പിരിമുറുക്കുന്നതിന് വേണ്ടി അവിടെ ഒരു ബോൾട്ട് ഉണ്ടായിരിക്കണം. അപ്പോൾ ആ നട്ട് ആ ബോൾട്ടിലേക്ക് പിരിമുറുക്കപ്പെടും. അങ്ങനെ അത് അതുമായി പിരിമുറുക്കപ്പെടുന്നില്ലെങ്കിൽ പിന്നെ അതൊരു പൊരുത്തപ്പെടാത്ത വസ്തുവാകുന്നു. Notice all who was threaded in the days of ശ്രദ്ധിക്കുക, നോഹയുടെ കാലത്ത് പിരിമുറുക്കപ്പെട്ടവരെല്ലാം സുവിശേഷ സന്തോഷവുമായി പിരിമുറുക്കപ്പെട്ടിരുന്നു. നോഹ എന്ന വിചിത്ര മനുഷ്യൻ അവരെയെല്ലാം പെട്ടകത്തിലേക്ക് വലിച്ചു കയറ്റി. ഇത് നിങ്ങളുടെ പിരി എന്താണെന്നും നിങ്ങൾ എന്തുമായി പിരിമുറുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെയും ആശ്രയിച്ചിരിക്കുന്നു. നിങ്ങൾ ലോകവുമായി പിരിമുറുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ അവർ നിങ്ങളെ വലിച്ചെടുക്കും. നിങ്ങൾ ലോകവുമായി പിരിമുറുക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ലോകം നിങ്ങളെ വലിച്ചെടുക്കും. ഇത് നിങ്ങൾ എന്തുമായി പിരിമുറുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെയും ഏത് വിചിത്ര മനുഷ്യനെ നിങ്ങൾ പിന്തുടരുന്നു എന്നുള്ളതിനെയും ആശ്രയിച്ചിരിക്കുന്നു. എന്നാൽ നോഹ ദൈവത്തിന്റെ വചനത്തിന് ഒരു വിചിത്ര മനുഷ്യനായിരിക്കെ അവൻ ശാസ്ത്രീയ യുഗത്തിനും അവൻ ജീവിച്ചിരുന്ന കാലത്തെ മതപരമായ യുഗത്തിനും ഒരു വിചിത്ര മനുഷ്യനായിട്ട് രക്ഷിക്കപ്പെടാനാകുന്നവരെ അവൻ പെട്ടകത്തിലേക്ക് വലിച്ചു. ആമേൻ. അവിടെ മുൻനിർണയിക്കപ്പെട്ടവർ ഈ വിചിത്ര മനുഷ്യരായ നട്ടുകൾ ഉണ്ടാകുന്നതിന് മുമ്പേ തന്നെ ഉണ്ടാക്കപ്പെട്ട ബോൾട്ടുകളായിരുന്നു. ബോൾട്ട് നട്ടുമായി പിരിമുറുക്കപ്പെട്ടിരിക്കണം. So Satan, he has some bolts and nuts too. അതുകൊണ്ട് സാത്താനും അവന്റേതായ കുറച്ച് നട്ടുകളും ബോൾട്ടുകളുമുണ്ട്. അത് ഈ ലോകത്തിന്റെ നട്ടുകളും ബോൾട്ടുകളുമാകുന്നു. Pharaoh, ഫറവോൻ നോഹയ്ക്ക് അല്ലെങ്കിൽ മോശയ്ക്ക് ഒരു വിചിത്ര മനുഷ്യനായിരുന്നു. അതുപോലെ മോശ ഫറവോനുമായിരുന്നു. ഫറവോൻ തന്റെ സകലവിധ ശാസ്ത്രീയ തട്ടിപ്പുകളാൽ തന്റെ മുഴുവൻ രാഷ്ട്രത്തെയും തന്നിലേക്ക് വലിച്ചിരുന്നു. Noah, by being a nut for നോഹ ദൈവത്തിനു വേണ്ടി ഒരു വിചിത്ര മനുഷ്യനായിട്ട് സഭയെ വാഗ്ദത്ത ദേശത്തേക്ക് വലിച്ചെടുത്തു. ഇത് നിങ്ങൾ എന്തുമായി പിരിമുറുക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിനെ ആശ്രയിച്ചിരിക്കുന്നു. he pulled the church out of അവൻ Egypt. സഭയെ മിസ്രൈമിൽ നിന്നും പുറത്തെടുത്തു. അത് നോഹ സഭയെ ലോകത്തിൽ നിന്നും പെട്ടകത്തിലേക്ക് വലിച്ചെടുത്തതുപോലെയാകുന്നു. Moses മോശ pulled the സഭയെ church from മിസ്രൈമിൽ Egypt to നിന്നും God's ദൈവത്തിന്റെ promised land. വാഗ്ദത്ത ദേശത്തേക്ക് വലിച്ചെടുത്തു. യേശു പറഞ്ഞു, ഇപ്പോൾ സൂക്ഷിച്ചുകൊള്ളുക, കാരണം ഈ നട്ടുകളും ബോൾട്ടുകളും എല്ലാം കൂടി മൊത്തമായി ഒരുപോലെ കാണപ്പെടും. അതിന്റെ പിരിയെ മാത്രം ശ്രദ്ധിക്കുക. മത്തായി 24:24 അവൻ പറഞ്ഞു, കഴിയുമെങ്കിൽ വൃദ്ധന്മാരെ പോലും തെറ്റിച്ചു കളയും. ഇപ്പോൾ അമേരിക്കയ്ക്കും ലോകത്തിലെ മുഴുവൻ വിഭാഗീയ സഭകൾക്കും ഒരു വിചിത്ര മനുഷ്യനെ ആവശ്യമായിരിക്കുന്നു. മെത്തഡിസ്റ്റുകാരും ബാപ്റ്റിസ്റ്റുകാരും പ്രസ്ബിറ്റേറിയൻകാരും അവരെല്ലാം ഈ കാര്യത്തിലും ആ കാര്യത്തിലും തമ്മിൽ അടിയിട്ട് എല്ലായിടത്തേക്കും ചിതറിപ്പോയിരിക്കുന്നു. എങ്ങനെയൊക്കെയായാലും അവർ എല്ലാവരും ഒരേ ബോൾട്ടിലേക്ക് തന്നെ പിരിമുറുക്കപ്പെട്ടവരാകുന്നു. അതുകൊണ്ട് ദൈവം അവർക്ക് ഒരു ബോൾട്ടിനെ കൊടുക്കുകയും അതുമാത്രമല്ല ലോകസഭാസമിതി എന്ന ഒരു നട്ടിനെയും അയച്ചു കൊടുത്തിരിക്കുന്നു. It'll pull them all together. That's right. അത് എല്ലാവരെയും തമ്മിൽ ഒരുമിച്ച് കൂട്ടും. അത് ശരിയാണ്. അത് തീർച്ചയായും ചെയ്യും. അത് ലോകസഭാ സമിതിയിലേക്ക് അവരെ എല്ലാവരെയും ഒരുമിച്ച് വലിച്ചു കൂട്ടും. നിങ്ങൾക്കറിയാമോ, അതങ്ങനെ ആയിരിക്കുന്നു. ഇവിടെ അധിക നാളുകളായിട്ടില്ല. ഒരു കാര്യമില്ലാതെയും ഒരു കാരണമില്ലാതെയും യാതൊരു കാര്യവും സംഭവിക്കാൻ കഴിയുകയില്ല. സ്ത്രീകൾ അവരുടെ വസ്ത്രങ്ങൾ അഴിച്ചു കളയാൻ ആഗ്രഹിക്കുന്നു. അവർ നിക്കറുകൾ ധരിക്കാൻ ആഗ്രഹിക്കുന്നു. They wanted to. അവർ അപ്പോഴും സഭയിലെ അംഗമായിരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഈ അല്പസ്നാന വസ്ത്രങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ അതിനെ വിളിക്കുന്നത് അത് ധരിക്കാൻ ആഗ്രഹിക്കുന്നു. അവർ ഇത് ചെയ്യാൻ ആഗ്രഹിക്കുകയും എന്നാൽ അപ്പോഴും അവർ സഭയിലെ അംഗങ്ങളായിരിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു.
അവർ അലറാനും ഒച്ചവെക്കാനും നൃത്തം ചെയ്യാനും ആഗ്രഹിക്കുന്നു. ആരാധനയാകുന്നു. അതൊരു ആരാധനയാകുന്നു. ഇപ്പോൾ എന്റെ പക്കൽ സമയമുണ്ടായിരുന്നുവെങ്കിൽ ഞാനത് നിങ്ങൾക്ക് തെളിയിച്ചു കാണിക്കാമായിരുന്നു. അതൊരു പൈശാചികമായ ആരാധനയാകുന്നു. അതിപ്രകാരം നൃത്തം ചെയ്യുകയും അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതുമാകുന്നു. എനിക്കത് വിഗ്രഹാരാധനക്കാരുടെ നാടുകളിൽ നിങ്ങൾക്ക് തെളിയിച്ച് കാണിക്കാൻ കഴിയും. അവർ അതുപോലെ ആരാധിക്കുവാനും അവരുടെ സാക്ഷികളെ നിലനിർത്താനും അതോടൊപ്പം സഭയിൽ ഒരംഗമായി ശേഷിക്കാനും ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ദൈവം അവർക്കൊരു വിചിത്ര മനുഷ്യനെ നൽകി. അവർ 2 അല്ലെങ്കിൽ 3 പേരാകുന്നു. അവരിൽ ഒരുവൻ എൽവിസ് പ്രെസ്ലി ആകുന്നു. മറ്റൊന്ന് പാറ്റ് ബൂണും എർണി ഫോർഡും ആകുന്നു. അവർക്ക് പാട്ടുകൾ പാടാനും അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാൻ കഴിയുകയും എന്നിട്ട് അപ്പോഴും ഒരു ക്രിസ്ത്യാനിയാണെന്ന് അവകാശപ്പെടുന്നു. ഇതൊരു വിചിത്ര മനുഷ്യനാകുന്നു. അത് വചനത്തിലേക്ക് പിരിമുറുക്കപ്പെട്ടിട്ടില്ല. അത് ശരിയാണ്. ഇപ്പോൾ ഞാനിത് അരമണിക്കൂറിനുള്ളിൽ അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞിരിക്കുകയും അതായി കഴിഞ്ഞിരിക്കുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ ശ്രദ്ധിക്കുക, ലോകം ഒരു വിചിത്ര മനുഷ്യനെ ആഗ്രഹിക്കുന്നു. അതവർക്ക് കിട്ടിയിരിക്കുന്നു എന്ന് പിശാച് ഉറപ്പിക്കുന്നു. അവർ നേരത്തെ തന്നെ അതിലേക്ക് പിരിമുറുക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ലോകം ഒരു നട്ടിലേക്ക് പിരിമുറുക്കപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ മണവാട്ടി എന്ന് വിളിക്കപ്പെടുന്ന ഒരു കൂട്ടം ജനങ്ങൾ കൂടിയുണ്ട്. അതും പിരിമുറുക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഞാനിവിടെ നിൽക്കുന്നത് വാസ്തവമായിരിക്കുന്നത് പോലെ ദൈവം അവർക്ക് വേണ്ടി ഒരു വിചിത്ര മനുഷ്യനെ അയച്ചിട്ട് അത് മണവാട്ടിയെ ഈ താറുമാറിൽ നിന്നും ദൈവത്തിന്റെ സന്നിധിയിലേക്ക് കൊണ്ടുവരും. അതൊരു വചനത്താൽ പിരിമുറുക്കപ്പെട്ട നട്ടായിരിക്കും. കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഒരു വിമർശകൻ ട്യൂസോണിൽ വെച്ച് എന്നോട് സംസാരിക്കുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾക്കറിയാമോ, ചില ആളുകൾ നിങ്ങളെ ഒരു വിചിത്ര മനുഷ്യനാക്കുകയും മറ്റുള്ളവർ നിങ്ങളെ ഒരു ദൈവമാക്കുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, കൊള്ളാം, അങ്ങനെയുള്ള കാര്യങ്ങൾ സ്വാഭാവികമാണ്. അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിക്കുകയായിരുന്നു എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. നോക്കൂ, അദ്ദേഹം പറഞ്ഞു, നിങ്ങളൊരു ദൈവമാണ് എന്നാണ് ജനങ്ങൾ വിചാരിക്കുന്നത്. ഞാൻ പറഞ്ഞു, കൊള്ളാം, ജനങ്ങൾ അങ്ങനെ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം. എന്നാൽ അയാൾ അത് മനസ്സിലാക്കിയിരുന്നില്ല എന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞിരുന്നു. കാരണം അയാൾ ഈ തോലിന്റെ മറ്റേ വശത്തായിരുന്നു. നിങ്ങൾ കാണുന്നുണ്ടോ? അതുകൊണ്ട് അയാൾ അത് അറിഞ്ഞിരുന്നില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അതുകൊണ്ട് ഞാൻ പറഞ്ഞു, അത് ദൈവത്തിന്റെ വചനത്തിൽ നിന്നും അധികം ദൂരത്തായ കാര്യമാകുന്നില്ലല്ലോ. അത് ശരിയല്ലേ? നോക്കൂ, അതുകൊണ്ട് നാം നഷ്ടപ്പെട്ടവരല്ല എന്ന് മാത്രം അദ്ദേഹം അറിയാൻ ഇടയാക്കുക. നാം എവിടെയാണ് നിൽക്കുന്നതെന്ന് നമ്മൾ അറിയുന്നു. നാം ഏതു വിധത്തിലുള്ള കപ്പൽ യാത്രയാണ് ഒരുക്കിയിരിക്കുന്നതെന്നും ഏത് തരത്തിലുള്ള കാറ്റാണ് അതിലടിക്കുന്നതെന്നും നമുക്കറിയാം. നമ്മുടെ പിരി എന്താണെന്നും നമ്മുടെ വിഡ്ഢിത്തം എന്താണെന്നും നമുക്കറിയാം. കൂടാതെ നാം എപ്രകാരം നിൽക്കുന്നു എന്നും നാം അറിയുന്നു. ഞാൻ പറഞ്ഞു, അതത്രമാത്രം ദൈവത്തിന്റെ വചനത്തിന് വിരുദ്ധമായി കാണപ്പെടുന്നില്ല. അത് ശരിയല്ലേ? ഞാൻ പറഞ്ഞു, ഓർക്കുക, ദൈവം മോശയെ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ അയക്കുമ്പോൾ അവൻ മോശയെ ഒരു ദൈവമാക്കി. അത് ശരിയാണ്. അതുകൂടാതെ അവന്റെ സഹോദരനായ അഹരോനെ ഒരു പ്രവാചകനുമാക്കി. അത് ശരിയാണ്. എല്ലാ പ്രവാചകന്മാരും യേശു പറഞ്ഞു അവർ ദേവന്മാരാകുന്നു, അവർ ദേവന്മാരായിരിക്കുന്നു, അവർ മനുഷ്യരാകുന്നു. അത് ശരിയാണ്. ദൈവം ആ രീതിയിൽ അത് അർത്ഥമാക്കിയിരിക്കുന്നു. ശ്രദ്ധിക്കുക, നാം പ്രസംഗിച്ച വചനം, ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ച വചനം, അത് ദൈവം തൊലിക്ക് പിന്നിലായി, വേട്ടയാടിക്കൊണ്ടുവന്ന മൃഗങ്ങളുടെ തൊലിക്ക് പിന്നിലായി, ദൈവം ഒരു മനുഷ്യന്റെ തൊലിക്ക് പിന്നിലായി മറഞ്ഞിരിക്കുന്നതാകുന്നു. നോക്കൂ, അതാണ് അവൻ ചെയ്തത്. ദൈവം ലോകത്തിൽ ജഡമായി അവതരിക്കുമ്പോൾ അവൻ ഒരു മൂടുപടത്തിന് പിന്നിലായി മറഞ്ഞിരുന്നു. യേശു എന്ന് വിളിക്കപ്പെടുന്ന ഒരു മനുഷ്യന്റെ തൊലിക്ക് പിന്നിലായി മറഞ്ഞിരുന്നു. അവൻ മോശ എന്ന് വിളിക്കപ്പെട്ടിരുന്ന ഒരു മനുഷ്യന്റെ തൊലിക്ക് പിന്നിലായി മൂടുപടമിട്ട് മറഞ്ഞിരുന്നു. അങ്ങനെ അവർ ദേവന്മാരായിരുന്നു. അവർ ദൈവങ്ങളായിരുന്നില്ല, എന്നാൽ അവർ ദൈവമായിരുന്നു. ഏകനായ ദൈവം തന്റെ മുഖംമൂടി മാത്രം മാറ്റിക്കൊണ്ടിരിക്കുകയും തന്റെ വചനത്തെ കൊണ്ടുവരുന്നതിനായി ഓരോ തവണയും അതേ കാര്യം തന്നെ അവൻ ചെയ്തിരുന്നു. നോക്കൂ, ദൈവം അതിനെ ആ രീതിയിലാണ് അത് ചെയ്തിരിക്കുന്നത്. മനുഷ്യന് എന്തെങ്കിലും ഒരു കാര്യം കാണേണ്ടത് ആവശ്യമായിരുന്നു എന്ന് അവൻ അറിഞ്ഞിരുന്നു. ഈ ലോകത്തിൽ ജനിച്ചിരിക്കുന്ന നമ്മിൽ ഓരോരുത്തരിലും അതുണ്ടായിരിക്കുന്നു. അത് ഞാൻ ഇന്ന് രാവിലെ സമയം നിങ്ങളോട് പറഞ്ഞിരുന്നത് പോലെയാകുന്നു. മോശയെ പിന്തുടരാൻ അവിടെ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. ദൈവം ഒരിക്കലും 2 പേരോട് ഒരേ സമയം ഇടപെടുന്നില്ല. അവൻ എല്ലായ്പ്പോഴും ഒരു വ്യക്തിയുമായി ഇടപെടുന്നു. മോശയെ അനുകരിക്കാൻ ആരും ധൈര്യപ്പെട്ടിരുന്നില്ല. അത് മരണമായിരുന്നു. അവനെ അനുകരിക്കാൻ ശ്രമിച്ചുകൊണ്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന അഗ്നിസ്തംഭത്തിലേക്ക് പോകുന്നത് ശാരീരികമായ മരണമായിരുന്നു. അതുകൊണ്ട് എല്ലാ ജനങ്ങളും അങ്ങനെയല്ല ഉണ്ടാക്കപ്പെട്ടിരിക്കുന്നത്. ആ അലൗകികതയിലേക്ക് പ്രവേശിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ആ രീതിയിലല്ല ജനിച്ചിരിക്കുന്നത്. എന്നാൽ ദൈവം ഈ ഭൂമിയിൽ അവനെ പ്രതിനിധീകരിക്കുന്നതിന് വേണ്ടി അവന്റെ സ്ഥാനപതിയായി ചിലരെ ഒരുക്കിയിരിക്കുന്നു.
ആ സ്ഥാനപതി അജ്ഞാതമായ ആ മഹത്തായ അലൗകികതയിലേക്ക് കടന്നു പോകുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ടവനാകുന്നു. കൂടാതെ മനുഷ്യന്റെ പ്രാകൃതിക മനസ്സിന് തിരിച്ചറിയാൻ കഴിയാത്ത കാര്യങ്ങളെ അവൻ വിവേചിച്ചറിഞ്ഞു കൊണ്ടുവരുന്നു. അത് ദൈവത്തിന്റെ മർമ്മങ്ങളെ പുറത്തു കൊണ്ടുവരികയും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയും സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്ന കാര്യങ്ങളെയും സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെയും മുൻകൂട്ടി പറയുന്നു. എന്താകുന്നു ഇത്? ദൈവം തൊലിക്ക് പിന്നിൽ, മനുഷ്യന്റെ തൊലിക്ക് പിന്നിലായിരിക്കുന്നു. അത് കൃത്യമായും ശരിയാണ്. സാം കോൺലി ട്യൂസോണിലാണ് താമസിക്കുന്നത്. അദ്ദേഹം ഒരിക്കൽ ഇവിടെ വന്നിരുന്നു. അത് ശ്രീമാൻ കിഡ്സിനോടൊപ്പം വളരെ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ട് സൗഖ്യം പ്രാപിച്ചിരുന്നു. അത് വളരെ നാളുകളായി അദ്ദേഹത്തിന് കുടലിലുണ്ടായിരുന്ന ഒരു വ്രണമായിരുന്നു. കഴിഞ്ഞ വസന്തകാലത്ത് ഞാൻ പോയപ്പോൾ സാമിന് ഒരു കല്ലിന്റെ രോഗമുണ്ടായിരുന്നിട്ട് ട്യൂസോണിലുള്ള ഒരു കല്ല് രോഗത്തിന്റെ വിദഗ്ധൻ അതിനെ പരിശോധിച്ചിരുന്നു. അതൊരു വെണ്ണക്കല്ലിന്റെ അത്രയും വലുത് ആയിരുന്നു. സഹോദരൻ സാം കോൺലി, ഇവിടെയുള്ള നിങ്ങളിൽ പലരും അദ്ദേഹത്തെ അറിയും. അദ്ദേഹം ഒഹായോവിൽ നിന്നുമാകുന്നു. അദ്ദേഹം ഡോക്ടറുടെ അടുത്ത് ചെന്നപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, സാം, നിങ്ങൾ അടുത്ത ആഴ്ചത്തേക്ക് തയ്യാറായിക്കൊള്ളുക. ഞാൻ ആ കല്ല് പുറത്തെടുക്കുന്നതായിരിക്കും. അതിനുശേഷം 2 ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു. അദ്ദേഹം ചോദിച്ചു, ഡോക്ടർ, എനിക്ക് ഈ കല്ല് കടത്തിവിടാൻ കഴിയില്ലേ? അദ്ദേഹം പറഞ്ഞു, അതിന് സാധ്യമല്ല. ഇതൊരു വലിയ കല്ലാകുന്നു. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു കാറിൽ കയറ്റി വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹം എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, നിങ്ങൾ ഇവിടെ വന്നിട്ട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അങ്ങനെ ഒരു കാര്യത്തിന് അദ്ദേഹം എന്തിന് എന്നെ വിളിക്കണം? ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു, സാം, ഇത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നതാകുന്നു. അത് സ്വയം പുറത്തേക്ക് പോയിക്കൊള്ളും. അടുത്ത ദിവസം രാവിലെ ആ കല്ലും എടുത്തുകൊണ്ട് അദ്ദേഹം ഡോക്ടറുടെ അടുത്തേക്ക് പോയി. അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് പറഞ്ഞു, ശ്രീമാൻ കോണലി, ഇതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരു വിശ്വാസിയാകുന്നു. ദൈവം ആ കല്ല് എനിക്ക് വേണ്ടി കടന്നു പോകുന്നതിനിടയാക്കി അതെന്നിൽ നിന്നും ഇപ്രകാരം എടുത്തു കളഞ്ഞു. ആ മനുഷ്യന്, ആ ഡോക്ടർക്ക് അത് കഷ്ടിച്ച് വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അതിന്റെ ഭാര്യയുടെ ഒരു വശത്തായി ഉണ്ടായിരുന്ന ആ വലിയ മുഴ നീങ്ങിപ്പോയത് അദ്ദേഹത്തിന് വിശ്വസിക്കാൻ കഴിയാതിരുന്നത് പോലെ തന്നെയായിരുന്നു. നിങ്ങൾക്ക് അതിനെക്കുറിച്ചറിയാം. നോക്കൂ. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, ഏകദേശം 6 മാസത്തിന് ശേഷം, അത് ഏകദേശം 2 ആഴ്ചയ്ക്ക് മുമ്പോ അല്ലെങ്കിൽ ഏകദേശം 3 ആഴ്ചയ്ക്ക് മുമ്പായിരുന്നു, സഹോദരൻ സാം കൊന്നല്ലി ഒരു ഗുരുതരമായ ഹൃദ്രോഗത്തിന്റെ അവസ്ഥയിൽ ദുർബലപ്പെടുകയുണ്ടായി. എനിക്ക് ആ രോഗത്തിന്റെ പേര് എന്താണെന്നറിയില്ല. അത് ഹൃദയപേശികൾക്ക് രക്തം നൽകുന്ന ധമനികൾ അല്ലെങ്കിൽ എന്തോ അതുപോലെയുള്ള ഒന്നായിട്ട് അതൊരു ഹൃദയ തടസ്സമായിരുന്നു. അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തു തന്നെയായിരുന്നാലും ശരിയാകുന്നു. അത് വളരെ അപകടകരമായ ഒന്നായിരുന്നു. നിങ്ങൾക്കത് മറികടക്കാൻ കഴിയില്ല എന്നവർ അവകാശപ്പെട്ടിരുന്നു. ഒരു ഹൃദയസ്തംഭനം ഉണ്ടായിട്ട് അദ്ദേഹത്തിന്റെ ഹൃദയം അടഞ്ഞുപോയിരുന്നു. അദ്ദേഹത്തിന്റെ അവയവങ്ങൾ വീങ്ങാൻ തുടങ്ങിയിട്ട് കൈമുട്ടുകൾ കാലുകളേക്കാൾ വലുതാവുകയും അദ്ദേഹത്തിന്റെ ഇടുപ്പിന് ചുറ്റുമായി മുകൾ ഭാഗം വരെ ചുറ്റുമായി എത്തിയിരുന്നു. അങ്ങനെ അവർ അദ്ദേഹത്തെ ഡോക്ടറുടെ അടുക്കൽ എടുത്തുകൊണ്ടുപോയി. ഡോക്ടർ അവരോട് പറഞ്ഞു, അദ്ദേഹത്തെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ആശുപത്രിയിലേക്കോ സമാധാനമായി കൊണ്ടുപോയിക്കൊള്ളുക. സാം പറഞ്ഞു, ഞാൻ ആശുപത്രിയിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ല. അദ്ദേഹം പറഞ്ഞു, അദ്ദേഹത്തെ വീട്ടിലേക്ക് കൊണ്ടുപോയി കിടക്കയിലാക്കുക. അദ്ദേഹത്തിന്റെ തലയോ കയ്യോ അല്ലെങ്കിൽ കാലോ 6 മാസത്തേക്ക് അനക്കാൻ പോലും ഇടയാക്കരുത്. എന്നിട്ട് പറഞ്ഞു, ഏത് നിമിഷത്തിനകവും നിങ്ങൾ മരിക്കുന്നതിന് സാധ്യതയുണ്ട്. അപ്പോൾ സഹോദരൻ നോർമൻ എന്നെ വിളിച്ചു. ഞങ്ങൾ അന്ന് രാത്രിയിൽ തന്നെ സഹോദരൻ സാമിനെ കാണുന്നതിന് വേണ്ടി അവിടേക്ക് പുറപ്പെട്ടു പോയി. ഞങ്ങൾ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് സംസാരിക്കുകയുണ്ടായി. അടുത്ത ദിവസം രാവിലെ സാം ഡോക്ടറിന്റെ മെഡിക്കൽ ഓഫീസിലേക്ക് പോവുകയും തന്റെ ബലഹീനമായ കാലുകളെ മുകളിലേക്ക് വലിച്ചു വെച്ചുകൊണ്ട് അദ്ദേഹം ഡോക്ടറിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് അദ്ദേഹത്തോട്, എന്നെ നോക്കൂ ഡോക്ടർ എന്ന് പറഞ്ഞു. ഡോക്ടർ അദ്ദേഹത്തെ ഒരു വൈദ്യുത കാർഡിയോഗ്രാമിന്റെ കീഴിൽ പരിശോധനയിലിട്ടിട്ട്, എനിക്ക് ഇതൊന്നും മനസ്സിലാകുന്നില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ ജോലിയിൽ തിരികെ പോയി പ്രവേശിച്ചു കൊള്ളുക. അദ്ദേഹം ചോദിച്ചു, നിങ്ങൾ ഏത് സഭയിലാണ് അംഗത്വം എടുത്തിരിക്കുന്നത്? അദ്ദേഹം പറഞ്ഞു, ഞാൻ അവയിൽ ഒന്നിലും ഉൾപ്പെടുന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഈ വിഭാഗീയ സഭകളിൽ ഒന്നിലും അംഗമാകാതെ നിങ്ങൾക്കൊരു ക്രിസ്ത്യാനിയായിരിക്കാൻ കഴിയുകയില്ല. നിങ്ങൾക്ക് അതിലൊരു അംഗമാകേണ്ടിയിരിക്കുന്നു. നോക്കൂ, ആ ഡോക്ടർക്ക് എല്ലാമായിട്ട് അറിയാമായിരുന്നത് അത്രമാത്രമായിരുന്നു. സാം അദ്ദേഹത്തിന് ഒരു വിചിത്ര മനുഷ്യനായിരുന്നു. അതുപോലെ അദ്ദേഹവും ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നതിൽ കൂടെ ഒരു വിചിത്ര മനുഷ്യനായിരുന്നു. അതിനുശേഷം എന്താണ് സംഭവിച്ചത്? സാം വന്നിട്ട് എന്നോട് ചോദിച്ചു, സഹോദരൻ ബ്രഹാം, ഇതുപോലെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ആരോടെങ്കിലും എനിക്ക് ഉത്തരമായിട്ട് എന്തുത്തരം പറയാൻ കഴിയും? നീ ചെന്ന് അവരോട്, ഞാൻ ഒരേ ഒരു ഏകമാത്രമായ സഭയിൽ അംഗമാകുന്നു എന്ന് മാത്രം പറയുക. നിങ്ങൾക്കതിൽ ചേരാൻ കഴിയില്ല.
അതൊരു വിഭാഗീയ സഭാ സംഘടനയല്ല. നിങ്ങൾ അതിലേക്ക് ജനിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 6 മാസങ്ങൾക്ക് മുമ്പ് ഒരു കൊച്ചു മഹിള സഹോദരി നോർമാന്റെ നെഞ്ചിലേക്ക് ചാരിയിരുന്നു. ഞാൻ അവളുടെ പേര് മറന്നുപോയി. അവർ ഏകദേശം 30 വയസ്സുകാരിയായ വളരെ സൗന്ദര്യവതിയായ ഒരു സ്ത്രീയായിരുന്നു. അവരുടെ ഭർത്താവ് അവരെ വേർപിരിഞ്ഞിരിക്കുകയും അവർക്ക് രക്താർബുദ രോഗം ബാധിക്കുകയും ചെയ്തിരുന്നു. അവർ അത്തരത്തിലുള്ള മോശമായ ഒരു അവസ്ഥയിലെത്തിയിട്ട് അവർക്ക് കഷ്ടിച്ച് എവിടേക്കെങ്കിലും പോകാൻ കഴിഞ്ഞിരുന്നുള്ളൂ. അങ്ങനെ അവസാനം അത് അത്രയും മോശമായിട്ട് ഡോക്ടർമാർ അവരെ കിടക്കയിലാക്കി. അവരുടെ സമയമെത്തുന്നതുവരെ ഡോക്ടർമാർ അവരെ സന്ദർശിച്ചുകൊണ്ടിരുന്നു. അവർ അവൾക്ക് അതിന്റെ അടുത്ത ബുധനാഴ്ച വരെ സമയം കൊടുത്തിരുന്നു. അവർ ബുധനാഴ്ചയോടെ മരിച്ചു പോകുമെന്ന് പറഞ്ഞിരുന്നു. ശ്രീമതി നോർമാൻ അവരെ എങ്ങനെയൊക്കെയോ ഒരു വിധത്തിൽ കിടക്കയിൽ നിന്നും എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവന്നിട്ട് അവരെ ഒരു കസേരയിൽ ഇരുത്തിയിട്ട് അവരെ ഇപ്രകാരം താങ്ങിപ്പിടിച്ചുകൊണ്ടിരിക്കേണ്ടത് ആവശ്യമായിരുന്നു. ആ പാവം സ്ത്രീ രക്താർബുദ രോഗത്തിന്റെ കാരണത്താൽ തൊലി മഞ്ഞ നിറമായിട്ട് വിളറി വെളുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ആടിയാടി അവിടെ ഇരുന്നിരുന്നു. ഞാൻ ചോദിച്ചു, ശരി, എനിക്ക് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കഴിയുമോ സഹോദരി? അവർ സംസാരിക്കാൻ ശ്രമിക്കുകയും അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണുനീരൊഴുകിയിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ ചോദിച്ചു, നിങ്ങളൊരു ക്രിസ്ത്യാനിയാണോ? അവൾ പറഞ്ഞു, ഞാനൊരു മെത്തഡിസ്റ്റ് ആകുന്നു. ഞാൻ പറഞ്ഞു, നിങ്ങളൊരു ക്രിസ്ത്യാനിയായിരുന്നോ എന്നാണ് ഞാൻ നിങ്ങളോട് ചോദിച്ചത്. അവൾ ചോദിച്ചു, നിങ്ങൾ അർത്ഥമാക്കുന്നത് ഒരു ക്രിസ്തീയ സഭയിൽ അംഗമായിരുന്നു എന്നാണോ? ഞാൻ പറഞ്ഞു, അല്ല ശ്രീമതി, നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവിൽ ജനിച്ചിരിക്കുകയും കർത്താവായ യേശുവിനെ സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ടോ എന്നാണ് ഞാൻ അർത്ഥമാക്കിയത്. അവൾ പറഞ്ഞു, ശരി, ഞാൻ എല്ലായ്പ്പോഴും ഒരു സഭയിൽ അംഗമായിരുന്നു. ഞാൻ പറഞ്ഞു, ദൈവം നിങ്ങളെ ജീവിക്കാൻ അനുവദിച്ചാൽ കർത്താവിലേക്കുള്ള വഴി കൂടുതൽ വിശദമായി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതിന് നിങ്ങൾ എന്റെ അടുക്കലേക്ക് തിരികെ വരുമെന്ന് നിങ്ങൾ എനിക്ക് വാഗ്ദത്തം ചെയ്യുമോ? അവൾ പറഞ്ഞു, അവൻ എന്റെ ജീവനോട് ദയ ചെയ്താൽ ഞാൻ എന്തും ദൈവത്തോട് വാഗ്ദത്തം ചെയ്യാം. ഞാൻ അവനെ സേവിക്കും. അപ്പോൾ ആ സമയത്ത് തന്നെ ദർശനമുണ്ടായിട്ട് പറഞ്ഞു, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിങ്ങൾ തയ്യാറെടുക്കേണ്ട ആവശ്യമില്ല. നാളെ കഴിഞ്ഞ് മറ്റന്നാളത്തേക്ക് നിങ്ങളുടെ മരണത്തിന് വേണ്ടി കൂട്ടിവെച്ചിരിക്കുന്ന കാര്യങ്ങളെ വലിച്ചു കീറിക്കളയുക. അത് തിങ്കളാഴ്ചയായിരുന്നു. അവർ ബുധനാഴ്ചയാണ് മരിക്കേണ്ടിയിരുന്നത്. നിങ്ങൾ മരിക്കാൻ പോകുന്നില്ല. കഴിഞ്ഞ ഞായറാഴ്ച, അതായത് ഈ ഞായറാഴ്ചയ്ക്ക് ഒരാഴ്ചയ്ക്ക് മുമ്പ് ഞാൻ അവളോടൊപ്പം മുറിയിലിരുന്നിരുന്നു. അവൾക്ക് 30 പൗണ്ടോളം ഭാരം തിരികെ കിട്ടിയിരുന്നു. രക്താർബുദത്തിന്റെ ഒരു കണി പോലും അവളുടെ ശരീരത്തിൽ ഒരിടത്തും കണ്ടെത്തുവാൻ കഴിയുന്നില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. അവൾ അറിയാൻ ആഗ്രഹിച്ചിരുന്നു. അതുകൊണ്ട് ഞാൻ അവളെ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം കഴിക്കാനായി കൃഷി ആവശ്യത്തിനായി വെള്ളം കെട്ടി നിർത്തിയിരുന്ന ഒരു കുളത്തിലേക്ക് പറഞ്ഞയച്ചു. അത് കർത്താവിന്റെ വഴിയായിരുന്നു. അതൊരു വിഡ്ഢിത്തമായിരുന്നേക്കാൻ ഇടയുണ്ട്. എന്നാൽ ഞാൻ ഉയർത്തപ്പെട്ടു കഴിഞ്ഞാൽ ഞാൻ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. ഇവിടെ നിന്നും ടേപ്പുകൾ എടുത്തുകൊണ്ടുപോയിരുന്ന ലിയോ മേഴ്സിയർ എന്ന പയ്യനെ ഞാൻ സന്ദർശിച്ചിരുന്നു. അദ്ദേഹത്തിന് ഒരു വണ്ടി കൊണ്ട് വലിക്കുന്ന മറ്റൊരു വാഹനമുണ്ടായിരുന്നു. ഞാൻ ചിലർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. ലോക്കർ എന്ന പേരുള്ള ഒരു മഹിളയ്ക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെയാണ് അവരുടെ പേര് എന്ന് ഞാൻ വിചാരിക്കുന്നു. അവർക്ക് അർബുദ രോഗത്തിന്റെ 14 വട്ടം ശസ്ത്രക്രിയ നടത്തിയിരുന്നു. അവസാനം ഡോക്ടർമാർ അവരെ മരിക്കുന്നതിനായി തള്ളിക്കളഞ്ഞിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർ മരിക്കുകയില്ല, എന്നാൽ ജീവിക്കും എന്നവരോട് പറയുകയും ചെയ്തു. അങ്ങനെ അതിന്റെ ഒരു കണി പോലും എങ്ങും ഉണ്ടായിരുന്നില്ല. അതിന്റെ കാരണത്താൽ അവളുടെ കുടുംബത്തിലുള്ള 28 പേർ രക്ഷിക്കപ്പെട്ട് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവരായി അവിടെ നിൽക്കുന്നത് കാണാം. ഒരു വിഡ്ഢിയായിരുന്നേക്കാനിടയുണ്ട്, എന്നാൽ അവങ്കിലേക്ക് വരുവാനുള്ള എല്ലാ മനുഷ്യരെയും അത് ആകർഷിക്കുന്നു. അത് വചനവുമായി പിരിമുറുക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. മിനിഞ്ഞാന്ന് എനിക്കൊരു കത്ത് ലഭിക്കുകയുണ്ടായി. അതിപ്പോഴും അവിടെ എന്റെ ഫയലിൽ തന്നെ കിടക്കുന്നു. കഴിഞ്ഞ ശരത്കാലത്ത് ഒരു വേട്ടയ്ക്കുള്ള യാത്രയിൽ, അല്ലെങ്കിൽ കഴിഞ്ഞ വസന്തത്തിൽ എന്ന് പറയാം, അതൊരു വർഷം മുമ്പായിരുന്നു, ഓസ്കാർ എന്നു പേരുള്ള ഇന്ത്യക്കാരനായ ഒരു പയ്യനുമായി അവിടെ ഹൈവേയുടെ മേൽഭാഗത്തായി ഞങ്ങൾ വേട്ടയാടിയിരുന്നു. അവിടെയാണ് കർത്താവിന്റെ ദൂതൻ, അത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, അവിടെ അതിനപ്പുറത്തായിട്ടാണ് ആ തവിട്ടുനിറമുള്ള കലമാനയും കൂടാതെ കൊമ്പുകളിൽ ശിഖരങ്ങളുള്ള ചാരനിറമുള്ള മാനയെക്കുറിച്ചും അവൻ അവിടെ കൊണ്ടുവരുമെന്ന് എന്നോട് പറഞ്ഞിരുന്നത്. നിങ്ങളെല്ലാവരും അത് ഓർക്കുന്നുണ്ടാകും. അതിനുശേഷം ആ പയ്യൻ ഞാൻ അവിടേക്ക് നടന്നു ചെല്ലുമ്പോൾ കഴിഞ്ഞ തണുപ്പത്ത് അവൻ കൂടാരത്തിലേക്ക് കടന്നു വന്നിരുന്നു. അപ്പോൾ ബട്ട് എന്നോട് അനുഗ്രഹങ്ങളെ ചോദിക്കാനായി ആവശ്യപ്പെടുമ്പോൾ അവൻ കയ്യുറകളെ ഉരിഞ്ഞു മാറ്റിയിരുന്നു. അവൻ കുതിര സവാരി ചെയ്യുകയായിരുന്നു. അവൻ കയ്യുറകളെ തിരികെയിട്ട് വീണ്ടും പുറപ്പെട്ടു പോകാൻ തയ്യാറാകുകയായിരുന്നു. അവനൊരു കത്തോലിക്കനായിരുന്നു. അവന് ഇതുമായി യാതൊന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ശരത്കാലത്തും അവന് കഴിയുമായിരുന്നപ്പോൾ അവൻ എന്റെ ഒരു വശത്തായി നിൽക്കുമ്പോൾ അവന്റെ അമ്മ അവിടെ ഒരു ഹൃദയാഘാതത്താൽ മരിച്ചുകൊണ്ടിരുന്നു. അവൻ ചോദിച്ചു, നിങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയില്ലേ? അവിടെയുള്ള ഇന്ത്യക്കാരുടെ ആ ചെറിയ കുടിലിലേക്ക് ഞാൻ മടങ്ങിച്ചെന്നു. അവിടെ അവരെല്ലാം ഈ അമ്മയ്ക്ക് ചുറ്റുമായി കൂടി നിന്നിരുന്നു. അവർ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇംഗ്ലീഷിൽ ഒരു വാക്കുപോലും പറയാൻ അവർക്കറിയില്ലായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് താഴേക്കിറങ്ങി വന്ന് ഒരു വ്യാഖ്യാതാവിലൂടെ, അത് അവളുടെ മകളായിരുന്നു, എന്താണ് സംഭവിച്ചിരുന്നതെന്ന് ആ അമ്മയെ അറിയിച്ചു കൊടുത്തു. അവരുടെ പേരെന്താ
പേരെന്താണെന്ന് പോലും വിളിച്ചു പറയുകയും അവർക്ക് എന്തായിരുന്നുവെന്നും അവർ ഏത് ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നുവെന്നും ഇതെപ്രകാരമാണ് സംഭവിക്കുന്നതെന്നും അവരോട് പറഞ്ഞു. ആ നിമിഷം തന്നെ ആ അമ്മയ്ക്ക് സൗഖ്യം ലഭിക്കുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഞാൻ അവരെ കാണുവാൻ വേണ്ടി തിരികെ പോകുമ്പോൾ 40 മൈൽ ദൂരത്തായി ഒരു കുഞ്ഞാടിനു വേണ്ടി പോവുകയായിരുന്നു. അവിടെ അവർ എല്ലാവരും ഇരുന്നിരുന്നു. അവരും എല്ലാവരോടൊപ്പം കുതിരപ്പുറത്ത് കയറി കടമാന്റെ ഇറച്ചി കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പ് നടത്തുകയായിരുന്നു. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് ഞാൻ പറഞ്ഞിരുന്നു. ഞാൻ പറഞ്ഞു, ലൂയിസ്, ഞാൻ അതൊരു കത്തോലിക്കരുടെ പ്രാർത്ഥനയായിരുന്നു. നിങ്ങളെല്ലാവരും അത് തുടങ്ങുകയും അതിനുശേഷം തീർച്ചയായും ഞാൻ നിങ്ങളെ വിട്ടുപോവുകയും ചെയ്തു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയാൻ മാത്രം പോവുകയാണ്. ഞങ്ങൾ പ്രാർത്ഥനകൾ ചൊല്ലാറില്ല, എന്നാൽ നാം പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഇനിയും തൊട്ട് കത്തോലിക്കരല്ല. അവർ പറഞ്ഞു, നിങ്ങൾ വിശ്വസിക്കുന്നത് പോലെ തന്നെ ഞങ്ങൾ വിശ്വസിക്കുന്നു. നിങ്ങൾ ഞങ്ങളെ എല്ലാവരെയും കൊണ്ടുപോയി നിങ്ങൾ സ്നാനപ്പെടുത്തുന്നത് പോലെ ഞങ്ങളെ സ്നാനപ്പെടുത്തുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനെ ആവശ്യമാകുന്നു. വേട്ട കഴിഞ്ഞുള്ള മടക്കയാത്രയിൽ ആ പയ്യന്റെ കുതിരകൾ അവന് നഷ്ടമായി പോയിരുന്നു. അത് മാസങ്ങൾക്ക് മുമ്പായിട്ട് അവയെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. അവന്റെ വഴികാട്ടി അവനെതിരെ ഉച്ചത്തിൽ കോപിച്ചുകൊണ്ട്, ഓസ്കാർ, ആ കുതിരകളെ അങ്ങനെ ഉപേക്ഷിച്ച് കളയുന്നത് ശരിയായ കാര്യമല്ലെന്ന് നിനക്ക് നന്നായി അറിയാമല്ലോ എന്ന് പറഞ്ഞു. കരടികളും അതുപോലെയുള്ള മറ്റു വന്യമൃഗങ്ങളും ഈ സമയം കൊണ്ട് ആ കുതിരകളെ തിന്നുകഴിഞ്ഞിരിക്കാം. അവൻ അപ്പോഴും എന്നോട് അടുത്ത് തന്നെ നിന്നിരുന്നു. ഒരു രാത്രിയിൽ അവൻ എന്നോട് ചോദിച്ചു, എനിക്ക് താങ്കളോട് ഒരു കാര്യം ചോദിക്കാമോ? ഞാൻ പറഞ്ഞു, ചോദിക്കാം. എന്നിട്ട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ദൈവം എന്റെ കുതിരകളെ എനിക്ക് തിരികെ നൽകുന്നതിന് പ്രാർത്ഥിക്കുക. ഞാൻ പറഞ്ഞു, കരടികൾ അവയെ തിന്നുകഴിഞ്ഞിരിക്കുന്നു എന്ന് ബട്ട് എന്നോട് പറഞ്ഞിരുന്നു. അവൻ പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ദൈവം ഓസ്കറിന് അവന്റെ കുതിരകളെ തിരിച്ചു നൽകാൻ ഇടയാകട്ടെ എന്ന് ദൈവത്തോട് അപേക്ഷിക്കുക. ഞാൻ ചോദിച്ചു, ഓസ്കർ, നീ അത് വിശ്വസിക്കുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ വിശ്വസിക്കുന്നു. ദൈവം എന്റെ അമ്മയെ സൗഖ്യപ്പെടുത്തിയിരിക്കുന്നു. കരടി എവിടെയാണെന്ന് ദൈവം നിങ്ങൾക്ക് കാണിച്ചു തന്നു. കൂടാതെ എവിടെയാണ് വന്യമൃഗ വേട്ടയുള്ളതെന്ന് ദൈവം നിങ്ങളെ കാണിച്ചു തന്നിരിക്കുന്നു. എവിടെയാണ് വന്യമൃഗ വേട്ടയുള്ളതെന്ന് അറിയാവുന്ന അതേ ദൈവത്തിന് എന്റെ കുതിരകളും എവിടെയാണെന്നറിയാം. നോക്കൂ, 1 വർഷം മുമ്പ് സഹോദരൻ ഫ്രെഡ് സോത്മാനോടൊപ്പം അവിടെ നിൽക്കുമ്പോൾ ഇന്ന് രാത്രിയിൽ അദ്ദേഹം ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. കൂടാതെ എന്റെ മകനായ ബില്ലിപ്പോളും അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് താഴേക്ക് ഇറങ്ങി വന്നു. ഞാൻ പറഞ്ഞു, ഓസ്കാർ, നിന്റെ കുതിരകളെ നീ കണ്ടെത്തും. അവ മഞ്ഞിൽ നിൽക്കുന്നത് നീ കാണും. അവൻ കഴിഞ്ഞ ആഴ്ച എനിക്ക് എഴുതിയ കത്ത് അവിടെ കിടക്കുന്നു. ഞാൻ വെള്ളിയാഴ്ച ഇവിടെ വന്നപ്പോൾ അതെനിക്ക് കിട്ടി. അത് ഇപ്പോഴും അവിടെ തന്നെ ഫയലിൽ വെച്ചിരിക്കുന്നു. സഹോദരൻ ബ്രഹാം, ഓസ്കാർ തന്റെ കുതിരകളെ മഞ്ഞിൽ നിൽക്കുന്നത് കണ്ടെത്തിയിരിക്കുന്നു. അവ എങ്ങനെ ജീവിച്ചിരുന്നുവോ അതാർക്കും അറിയില്ല. അവിടെ ആ പയ്യൻ വർഷത്തിന്റെ ഈ സമയത്ത് ജൂൺ മാസമാകുമ്പോഴേക്കും അത്രയേറെ മഞ്ഞുണ്ടായിട്ട് അപ്പോഴും 20 അല്ലെങ്കിൽ 30 അടി ഉയരത്തിൽ അവർക്ക് ചുറ്റുമായി മഞ്ഞുണ്ടായിരുന്നു. ഈ മഞ്ഞുകാലത്ത് കൂടി അവ എങ്ങനെ ആ മലയിടുക്കിൽ കഴിഞ്ഞിരുന്നു കാണും. ഓസ്കറിന് മഞ്ഞു സമയത്ത് ധരിക്കുന്ന കാലുറകൾ ഉപയോഗിച്ച് അവയുടെ അടുക്കൽ എത്താൻ കഴിയുമായിരുന്നു. എന്നാൽ തീർച്ചയായും ഓസ്കറിന്റെ ആ കാലുറകൾ അവന്റെ കുതിരകൾക്ക് ഇട്ടുകൊടുക്കാൻ കഴിയുമായിരുന്നില്ല. എന്നാൽ കർത്താവിന്റെ വചനപ്രകാരം അവൻ അവയെ കണ്ടെത്തി. ഇതൊരു പക്ഷേ വിഡ്ഢിത്തമായി തോന്നിയേക്കാം, എന്നാൽ ഒരു വട്ടം വിശ്വസിച്ചു നോക്കുക. അത് നിങ്ങളുടെ പിരി എങ്ങനെയുള്ളതാകുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കുന്നു. ഇപ്പോൾ അതൊരു മതസഭാ സംഘടനയുമായി പിരിമുറുക്കപ്പെടുന്നില്ല, അത് വചനവുമായിട്ട് മാത്രമേ പിരിമുറുക്കപ്പെടുന്നുള്ളൂ. എന്നാൽ ഈ ലോകത്തിൽ ആ വചനത്തെ വിശ്വസിക്കുന്ന കുറച്ച് ജനങ്ങളുണ്ട്. അതിനുവേണ്ടി ഒരു വിചിത്ര മനുഷ്യനെ, ആ മണവാട്ടിയെ ഇവിടെ നിന്നും പിരിമുറുക്കം ചെയ്യുന്നതിന് എടുക്കേണ്ടി വരും. കാരണം മണവാട്ടിയും മണവാളനും ഒന്നാകുന്നു. ദൈവം ഏകനാകുന്നു, വചനം ദൈവമാകുന്നു. അതിന് വചനത്തോട് പിരിമുറുക്കപ്പെട്ടിട്ട് അത് മണവാട്ടിയെ ഈ സഭാ സംഘടനകളിൽ നിന്നും പുറത്തെടുക്കും. അതെ, അദ്ദേഹം എന്നെ കുറ്റപ്പെടുത്താൻ ആഗ്രഹിച്ചിരുന്നു. നിങ്ങൾക്കറിയാമോ, അത് ഇന്ന് രാവിലെ ഞാൻ സംസാരിച്ചിരുന്നതിനെ എന്റെ ഓർമ്മയിൽ കൊണ്ടുവരുന്നു. ദൈവം തൊലിക്കുള്ളിൽ, മനുഷ്യന്റെ തൊലിക്കുള്ളിൽ മറഞ്ഞിരിക്കുന്നു. ഒരു ചെറിയ കഥയാകുന്നു. അതിനുശേഷം ഞാൻ സമാപിപ്പിക്കുകയാണ്. ഇപ്പോൾ ഏകദേശം 45 മിനിറ്റോളം നിങ്ങളെ ഇവിടെ ഇരുത്തിയതിൽ എന്നോട് ക്ഷമിക്കണം. ഒരു വീടുണ്ടായിരുന്നു, ഒരു ക്രിസ്തീയ കുടുംബം. അവിടെ ഞാൻ ഈ വിമർശകനോട് ഇത് പറഞ്ഞിരുന്നു. ഈ വീട്ടിൽ അവിടെ ഉണ്ടായിരുന്ന അവർ ദൈവത്തിൽ വിശ്വസിച്ചിരുന്നു. അവർക്കവിടെ ഒരു കൊച്ചുകുട്ടി ഉണ്ടായിരുന്നു. എന്നാൽ അവിടെ ഉണ്ടായ ഒരു കൊടുങ്കാറ്റിൽപ്പെട്ട് മരിച്ചു പോകുമോ എന്നവൻ ഭയപ്പെട്ടിരുന്നു. അപ്പോൾ കൊള്ളിയാൻ മിന്നുകയും അവൻ മരിച്ചു പോകുമെന്ന് പേടിച്ചിരുന്നു. ഒരു വട്ടം കൊള്ളിയാൻ മിന്നുമ്പോൾ അവൻ മേശക്കടിയിലോ മറ്റെവിടെയെങ്കിലും ഓടിപ്പോയി ഒളിക്കുമായിരുന്നു. അങ്ങനെ ഒരു രാത്രിയിൽ അവർ താമസിച്ചിരുന്ന കൃഷിയിടത്ത് ഒരു വലിയ കാറ്റ് വീശാൻ ആരംഭിക്കുകയും മരങ്ങൾ ഉലയുകയും കൊള്ളിയാൻ മിന്നുകയും അപ്പോൾ രാത്രി ഏറെ നേരമായി കഴിഞ്ഞിരുന്നു. അവന്റെ അമ്മ ജൂനിയറിനോട് പറഞ്ഞു, ഇപ്പോൾ ജൂനിയർ, നീ പോയി മുകളിലത്തെ മുറിയിൽ ചെന്ന് കിടന്നുകൊള്ളുക.
എന്നിട്ട് പറഞ്ഞു, ഇപ്പോൾ പേടിക്കേണ്ട ആവശ്യമില്ല, നീ മുകളിലേക്ക് പോയിക്കൊള്ളുക. അങ്ങനെ ഈ കൊച്ചു ജൂനിയർ തന്റെ പൈജാമയും ഇട്ടുകൊണ്ട് തിരികെ നോക്കി പടികൾ കയറി മുകളിലേക്ക് പോകുമ്പോൾ അവൻ കരച്ചിലിന്റെ വക്കത്തെത്തിയിരുന്നു. അവൻ ചെന്ന് കട്ടിലിൽ കയറി അവിടെ കിടന്ന് പുതപ്പുകൊണ്ട് തലമൂടി ഉറങ്ങാൻ ശ്രമിച്ചു. അവൻ ഉറങ്ങാൻ കഴിഞ്ഞില്ല. അവന് ചുറ്റും ജനാലയിൽ എല്ലായിടത്തും കൊല്ലിയാൻ മിന്നിക്കൊണ്ടിരുന്നു. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഓ മാമ, നീ മുകളിലേക്ക് കടന്നു വന്ന് എന്നോടൊപ്പം ഉറങ്ങുക. ശരി, അവൾ പറഞ്ഞു, ജൂനിയർ, യാതൊന്നും നിന്നെ ശല്യപ്പെടുത്തുവാൻ പോകുന്നില്ല. ആ മിന്നലിന് നിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല. എന്നാലും അവൻ പറഞ്ഞു, അമ്മേ, നീ ഇവിടെ വന്ന് എന്നോടൊപ്പം ഉറങ്ങുക. അങ്ങനെ അവന്റെ അമ്മ പടികൾ ചവിട്ടി കയറി വന്ന് അവളുടെ ജൂനിയറോടൊപ്പം ഇപ്രകാരം കുറുകയായി അവനോടൊപ്പം കിടന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ജൂനിയർ, എന്റെ കൊച്ചുമോനെ, അമ്മ നിന്നോട് ചില കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. എന്നിട്ട് അവർ പറഞ്ഞു, ജൂനിയർ, നാം ഒരു ക്രിസ്തീയ കുടുംബമാണ്. നാം ദൈവത്തിൽ വിശ്വസിക്കുകയും ദൈവം നമ്മെ കൊടുങ്കാറ്റിൽ നിന്ന് സംരക്ഷിക്കുകയും ചെയ്യുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. നാം അത് വിശ്വസിക്കുന്നു. ദൈവം തന്റെ സ്വന്തത്തെ പരിപാലിക്കുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. എന്നിട്ട് പറഞ്ഞു, ജൂനിയർ, നീ അത് വിശ്വസിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത്, നീ ഭയപ്പെടരുത്, ദൈവം നമ്മോട് കൂടെയുണ്ട്, അവൻ നമ്മെ സംരക്ഷിക്കും. ജൂനിയർ മിണ്ടാതെ കുറച്ചു നേരം കിടന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, അമ്മേ, ഞാനും അത് വിശ്വസിക്കുന്നു. എന്നിട്ട് അവൻ പറഞ്ഞു, എന്നാൽ ആ മിന്നൽ ജനാലയ്ക്ക് അത്രയും അടുത്തായി വരുമ്പോൾ ദൈവത്തെ ശരീരത്തിലായി വരുന്നത് പോലെ അനുഭവപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് പ്രായപൂർത്തിയായ നമ്മൾ വളരെയധികം പേരും അതുപോലെ തന്നെ ചിന്തിക്കുന്നുവെന്ന് ഞാൻ വിചാരിക്കുന്നു. ദൈവത്തെ ദേഹരൂപത്തിലായി അതിൽ കാണുക. ദൈവത്തെ ദേഹരൂപത്തിലായി അതിൽ കാണുക. ഇത് കേൾവിക്ക് ലോകത്തിന് വിചിത്രമായി തോന്നിയേക്കാം, എന്നാൽ ഇതെല്ലാ മനുഷ്യരെയും അവങ്കിലേക്ക് ആകർഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, അനുഭവങ്ങളുടെ ചെറിയ കഥകൾ പലപ്പോഴും ഒരു കാരണത്തിനായി അത് സംഭവിക്കുന്നു. അതത്രയും പരുഷമായിട്ട് തന്നെ ആയിരിക്കാൻ ഇടയുണ്ട്. എന്നിരിക്കലും അതിനെ അതിന്റേതായ ഭാഷയിൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് കർത്താവെ, ഇന്ന് രാത്രി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അതായത്, ദൈവത്തിന് സ്വയം തന്നെ നമ്മളിൽ വസിക്കാൻ കഴിയും. ഞങ്ങൾ നിന്നോട് നന്ദിയുള്ളവരാകുന്നു. യേശു എന്ന നീതിമാനായ ഒരുവന്റെ രക്തത്താൽ അവിടെ ഒരു പ്രായശ്ചിത്തം ഞങ്ങൾക്കായി നടത്തിയിരിക്കുന്നു. അവൻ ദൈവത്തിന്റെ സർവ്വസമ്പൂർണതയും ദേഹരൂപമായി വസിച്ചവനാകുന്നു. അതായത്, അവൻ തന്റെ വിലയേറിയ ജീവൻ നമുക്ക് വേണ്ടി അർപ്പിച്ചു. അത് അവനിൽ നിന്നും എടുക്കുകയല്ലായിരുന്നു, എന്നാൽ അവൻ സ്വയം നമുക്ക് വേണ്ടി നൽകുകയായിരുന്നു. അതിനാൽ നാം അവന്റെ സമ്പൂർണതയുടെ സാന്നിധ്യത്തിൽ, അവൻ ജീവിക്കുന്ന മഹത്വത്തിന്റെ മഹിമയിൽ നമ്മുടെ പ്രാണൻ അവന്റെ രക്തത്താൽ ശുദ്ധീകരിക്കപ്പെട്ട് ആ മഹാനായ പരിശുദ്ധാത്മാവ് സ്വയം നമ്മുടെ ഉള്ളിൽ വസിക്കുന്നതിനുമാകുന്നു. അങ്ങനെ നാം ജനങ്ങൾക്ക് ഉപദേഷ്ടാക്കന്മാരും പ്രവാചകന്മാരും മറ്റുമായി തീർന്നിട്ട്, കർത്താവെ, ആവശ്യക്കാരായ ജനങ്ങൾക്ക് ദൈവത്തിന്റെ കൃപാപരമായി തീരുന്നു. ദൈവം സ്വയം വെളിപ്പെടുകയും ഈ ആധുനിക ലോകത്തിന്റെ മുമ്പാകെ അവന്റെ മഹത്തായ കൃപാവരങ്ങളെ പ്രകാശിപ്പിച്ച് കാണിക്കുകയും ചെയ്യുന്നു. കർത്താവെ, വിചിത്ര മനുഷ്യൻ എന്നത് ഒരു കഠിനമായ പദപ്രയോഗമായിരിക്കുന്നു. കൂടാതെ നമുക്കറിയാം, ഇന്ന് സഭ എത്തിച്ചേർന്നിരിക്കുന്ന ഒരു ചക്രച്ചാലിൽ ലോകം എത്തിച്ചേരുന്നതിന് ഈ ദിവസങ്ങളിൽ കുറച്ച് സമയമെടുത്തിരിക്കും. അത് പുതിയ സഭകളിലും പുതിയ സഭാ സംഘടനകളിലും ചേരുന്നതിനാലാകുന്നു. ദൈവത്തിന്റെ വചനവുമായി കടന്നുവരുന്ന ഒരു മനുഷ്യനെ ഒരു വിചിത്ര മനുഷ്യനായി, ഒരു ബുദ്ധിഭ്രമമുള്ള മനുഷ്യനായി കാണുന്നു. മഹാനായ പൗലോസ് അപ്പസ്തോലനെ പോലെ അവനൊരു വേദശാസ്ത്ര പണ്ഡിതനായി, ഒരു പുരോഹിതനായി പരിശീലിക്കപ്പെട്ടിരുന്നു. എന്നിരിക്കലും അവൻ പറഞ്ഞു, ദൈവമഹത്വത്തിനായി ഞാനൊരു മൂഢനായി തീർന്നു. ജനങ്ങൾ അവന്റെ ഉന്നതമായ തേച്ചുമിനുക്കിയ വാക്കുകളെ കേൾക്കാതിരിക്കുന്നതിനു വേണ്ടി അവനത് ഉപേക്ഷിച്ചു കളഞ്ഞു. എന്നിട്ട് അവൻ പറഞ്ഞു, നിങ്ങളുടെ വിശ്വാസത്തിന് ആധാരമായിരിക്കേണ്ടതിന് ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളോ മനുഷ്യരുടെ ജ്ഞാനമോ കൊണ്ടല്ല ഞാൻ നിങ്ങളുടെ അടുക്കൽ വന്നത്. അവൻ പ്രവചിച്ചതുപോലെ സഭ എപ്രകാരം അതിലേക്ക് തിരിഞ്ഞിരിക്കുകയും ഞാൻ പോയ ശേഷം ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും എന്നവൻ പറയുകയും ചെയ്തിരുന്നു. എന്നാൽ അവൻ പറഞ്ഞു, അവനവരുടെ അടുക്കൽ എത്തിയത് പരിശുദ്ധാത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രയായിരുന്നത്. അതിനാൽ അവരുടെ വിശ്വാസം ദൈവത്തിൽ ആധാരമായിരിക്കേണ്ടതിനായിരുന്നു. പിതാവേ, യേശുവിനെ അറിയാൻ വേണ്ടി അവൻ ലോകത്തിന് ഒരു മൂഢനായി തീർന്നു. കർത്താവെ, അതുപോലെ ഇന്ന് ഞങ്ങളും ചെയ്യുന്നു. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന ജനങ്ങൾ ബുദ്ധിസ്ഥിരതയിൽ നിന്ന് പരിഗണിക്കപ്പെട്ടവരാകുന്നു. കാരണം അവർ അവരുടെ രോഗശാന്തിക്കായും അവരുടെ നിത്യതയിലുള്ള വാസസ്ഥലത്തിനായും ദൈവത്തിൽ വിശ്വസിക്കാൻ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. അവനെ ആരാധിക്കുന്നതിൽ കൂടെ അവരുടെ ലോകപ്രീതിയെ അവർ തുലാസിൽ വെച്ചിരിക്കുന്നു. അവന് നന്ദി പറയുകയും അവനെ സ്തുതിക്കുകയും ദൈവത്തെ ആരാധിക്കുന്നതിന് അവരുടെ ആത്മാവിന് സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യുന്നു. അവർ ബുദ്ധിസ്ഥിരതയില്ലാത്തവരായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു.
But you said that the foolishness എന്നാൽ of നീ God, പറഞ്ഞു, അതായത് if we are ദൈവത്തിന്റെ മൂഢത്വമോ നാം മൂഢന്മാരാണെങ്കിൽ മനുഷ്യജ്ഞാനത്തെക്കാൾ ബലമേറിയതും ശ്രേഷ്ഠമേറിയതുമാകുന്നു. കാരണം മനുഷ്യനോ ജ്ഞാനത്താൽ ദൈവത്തെ അറിയാൻ കഴിയാകുന്നില്ല. but through the എന്നാൽ foolishness of രക്ഷിക്കാനാകുന്നവരെ preaching, പ്രസംഗത്തിന്റെ ഭോഷത്വത്താൽ രക്ഷിപ്പാൻ ദൈവത്തിന് പ്രസാദം തോന്നി. we pray ദൈവമേ, God that ഈ the വചനത്തിന്റെ മഹാൻ ഗ്രന്ഥകർത്താവായി നീ ഇന്ന് രാത്രിയിൽ കടന്നു വന്ന് രോഗികളെ സൗഖ്യമാക്കുകയും നഷ്ടപ്പെട്ടവരെ രക്ഷിക്കുകയും ചെയ്യണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. we ask യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. ആമേൻ. ഞാൻ ദൈവത്തെ താരതമ്യപ്പെടുത്തുകയാണ്. അതിനാൽ ഇന്ന് ഞാൻ പറഞ്ഞ കാര്യങ്ങളുമായി നിങ്ങൾ കൂട്ടിക്കുഴയ്ക്കപ്പെടുകയില്ല. God is a great diamond. ദൈവം നിത്യനും ഒരു മഹത്തായ വജ്രവുമാകുന്നു. ഇപ്പോൾ ആഫ്രിക്കയിലെ നീലക്കല്ലുകളിൽ നിന്നും ഒരു വജ്രം പുറത്തെടുത്ത് കൊണ്ടുവരുമ്പോൾ ഞാൻ അവിടുത്തെ വലിയ ഖനികളിൽ ചെന്ന് അത് നന്നായി കണ്ടിട്ടുണ്ട്. എപ്രകാരം അവർ അതിനെ ഒരു പ്രക്രിയയിൽ കൂടി കടത്തിവിട്ടിട്ട് വജ്രത്തെ എടുക്കുന്നതും അതെപ്രകാരം കല്ലുപണിക്കാരിൽ കൂടെ പോയിട്ട് വലിയ നീല നിറത്തിലെ തീയുള്ള വജ്രങ്ങളും കറുത്ത വജ്രങ്ങളും അതിൽ നിന്നും പുറത്തു വരുന്നു. They have not much. അവയ്ക്ക് അധികം രൂപമോ പ്രത്യേക ആകൃതിയോ ഉണ്ടായിരിക്കുന്നില്ല. അത് വെറുമൊരു വലിയ കല്ലാകുന്നു. കൂടാതെ വാസ്തവമായും അതിൽ ആ സമയത്ത് യാതൊരു പ്രകാശവും ഉണ്ടായിരിക്കുന്നില്ല. They're just a diamond. അത് വെറുമൊരു വജ്രക്കല്ലാകുന്നു. അവയിൽ ധാരാളവും ഉരുട്ടി മിനുസമാക്കേണ്ടതായിട്ടുണ്ട്. But this diamond must. എന്നാൽ ഈ വജ്രത്തെ മുറിക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ അവയിലൊന്ന് മുറിക്കേണ്ടതായിട്ടില്ല എന്ന് പറയുന്നത് നിയമവിരുദ്ധമായിരിക്കും. അത് മുറിച്ചിരിക്കണം. അതിനുശേഷം അതോടൊപ്പം അതെവിടെ നിന്നും കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു രസീതും കൂടെ ഉണ്ടായിരിക്കണം. കാരണം അതിന് ദശലക്ഷക്കണക്കിന്റെ വില അതിലുണ്ടായിരിക്കുന്നു. ആ വജ്രത്തോടാണ് ഞാൻ ദൈവത്തെ താരതമ്യപ്പെടുത്തിയത്. Now a diamond is. ഇപ്പോൾ ഒരു വജ്രം മുറിക്കുന്നതിൽ കൂടെ അതിന്റെ ഉള്ളിലുള്ളതിനെ, ആ വജ്രത്തിലുള്ള അഗ്നിയെ അത് പ്രതിഫലിക്കുന്നു. അതിനെ എല്ലാ ആകൃതിയിലും മുറിച്ചിട്ട്, എല്ലാ രീതിയിലും മുറിച്ചിട്ട് അതിന് 3 മുനകൾ ഉണ്ടായിരിക്കുന്നു. ഒരു വജ്രത്തിന് 3 മുനകൾ ഉണ്ടാക്കിയിട്ട് ഒരു വെളിച്ചം കടത്തിവിട്ടാൽ ആ 3 മുനകളുള്ള വസ്തു 7 നിറങ്ങളെ തരും. നോക്കൂ, അത് 7 നിറങ്ങളെ ഉണ്ടാക്കുന്നു. ഇപ്പോൾ ശ്രദ്ധിക്കുക, അവൻ നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നുമിരിക്കുന്നു. നോക്കൂ, അവൻ മുറിക്കപ്പെടുകയും ചതയ്ക്കപ്പെടുകയും ആ മഹത്തായ വജ്രം അതിനാൽ അവനിൽ നിന്നും സഭയ്ക്ക് കൃപാവരങ്ങൾ പ്രതിഫലിക്കാൻ ഇടയാകുകയും ചെയ്തു. കൂടാതെ അത് വെളിച്ചമാകുന്നില്ല. കാരണം അത് വെട്ടിയെടുത്തിടത്തു നിന്നും സൂര്യവെളിച്ചം മാറിക്കഴിയുമ്പോൾ വെളിച്ചം തിരികെ എത്തിയിരിക്കണം. എന്നാൽ അതിൽ നിന്നും ചെത്തിയെടുക്കുമ്പോൾ വരുന്ന ഓരോ ചെറിയ തുണ്ട് കഷ്ണങ്ങളും നശിപ്പിക്കപ്പെടുന്നില്ല. അത് ഉപയോഗത്തിലിടുന്നു. അതിൽ വളരെയധികവും വിക്ടോറിയ സൂചികളായി ഉപയോഗിക്കപ്പെടുന്നു. ആ സൂചികൾ, അതായത് വജ്രത്തിൽ നിന്നും ചെത്തിയെടുത്ത സൂചികൾ, റെക്കോർഡുകളിൽ രഹസ്യമായി സൂക്ഷിച്ചിരിക്കുന്ന സംഗീതത്തെ പുറത്തു കൊണ്ടുവരുന്നു. ഞാൻ എന്താണ് അർത്ഥമാക്കുന്നതെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നു എന്ന് ഞാൻ ആശിക്കുന്നു. ക്രിസ്തുവിൽ നിന്നുമുള്ള തുണ്ടുകൾ, ക്രിസ്തുവിൽ നിന്നുമുള്ള കൃപാവരങ്ങൾ വേദപുസ്തകത്തിൽ ഇട്ടിട്ട് അത് ദൈവത്തിന്റെ രഹസ്യമായി കിടക്കുന്ന മർമ്മങ്ങളെ വിശ്വാസികൾക്ക് വെളിപ്പെടുത്തി കൊടുക്കുന്നു. അവൻ ഹൃദയ രഹസ്യങ്ങളെ അറിയുന്നു. അവൻ സകല വ്യക്തികളെയും അറിയുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഇത് വജ്രമല്ല പറയുന്നത്. നിങ്ങൾ നോക്കൂ, ഞാൻ എന്താകുന്നു, ഇതെന്താണോ അതിൽ നിന്നും വന്നിരിക്കുന്നത് അതാകുന്നു. വജ്രം ഒരു വജ്രമാകുന്നു, കാരണം അതൊരു വജ്രത്തിൽ നിന്നും വന്നിരിക്കുന്നു. ആത്മാവിന്റെ കൃപാവരങ്ങളും ഒരു വ്യക്തിക്ക് ആ രീതിയിൽ തന്നെയാകുന്നു. അത് ആ വജ്രത്തിന്റെ ഒരു ഭാഗമാകുന്നു. അത് അയച്ചിരിക്കുകയും അതിനെ താഴേക്ക് കൊണ്ടുവരികയും അത് വ്യാഖ്യാനിക്കാനും പ്രസംഗിക്കാനും പ്രബോധിപ്പിക്കാനും ഒരു കൃപാവരത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ആത്മീയ കൃപാവരങ്ങൾ 5 എണ്ണമാണുള്ളത്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, സുവിശേഷകന്മാർ, അങ്ങനെ അവരെല്ലാം ക്രിസ്തുവിന്റെ ദേഹത്തിന്റെ ഉന്നതിക്കായി പ്രവർത്തിക്കുന്നു. ഉപദേഷ്ടാക്കന്മാരും ഇടയന്മാരും നമുക്കുണ്ടായിരിക്കുന്നത് തീർച്ചയായിരിക്കുന്നത് പോലെ പ്രവാചകന്മാരും ഉണ്ടാകേണ്ടത് ആവശ്യമാകുന്നു. അത് നമുക്കറിയാം. ദൈവം തന്റെ ജനങ്ങളുടെ ഇടയിൽ തന്റെ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തികളോട് ഈ അന്ത്യനാളുകളിൽ തിരുവെഴുത്ത് പ്രകാരം പ്രവാചകന്റെ രൂപത്തിൽ വെളിപ്പെടേണ്ടതാകുന്നു എന്ന് നാം വിശ്വസിക്കുന്നു. അത് കൃത്യമായും വചനപ്രകാരമാകുന്നു. അത് ദൈവം മനുഷ്യനാകുന്നു എന്നല്ല, എന്നാൽ ആ കൃപാവരം ദൈവമാകുന്നു എന്നതാകുന്നു. നോക്കൂ, അതാകുന്നു സൂചി. ഇപ്പോൾ ഒരു സൂചി ആ റെക്കോർഡുകളെ ശരിയായി വായിക്കുകയില്ല. ഒരു സാധാരണപ്പെട്ട തയ്യൽ സൂചി അതിനെ ശരിയായി വായിക്കുകയില്ല. എന്നാൽ ഒരു വജ്രം അത് ഏറ്റവും നന്നായതാകുന്നു. ഒരു വജ്രമുനയോടുകൂടിയ സൂചി അതിനെ വളരെ വ്യക്തമായി കൊണ്ടുവരുന്നു. ദൈവം ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ ജീവിതത്തിന്റെ റെക്കോർഡുകളെ, അത് തെറ്റായിട്ടുള്ള എന്തായിരുന്നാലും
നിങ്ങൾ ദൈവത്തിൽ നിന്നും ആഗ്രഹിക്കുന്നത് എന്തായിരുന്നാലും may the great master who holds ആ സൂചി തന്റെ കയ്യിൽ പിടിച്ചിരിക്കുന്ന ആ മഹാനായ യജമാനൻ അത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വെച്ചിട്ട് നിങ്ങളിവിടെ എന്തിനു വേണ്ടി വന്നിരിക്കുന്നുവെന്നും നിങ്ങളുടെ ആവശ്യം എന്താണെന്നും വെളിപ്പെടുത്തി തരാനിടയാകട്ടെ. അപ്പോൾ അവൻ ഇവിടെ സന്നിഹിതനാണെന്ന് നാം അറിയുന്നതിനിടയാകും. സ്വർഗീയ പിതാവേ, ഞാൻ ഈ പ്രാർത്ഥനയുടെ നേരെ തുടങ്ങുന്നതിന് മുമ്പേ നീ അത് അനുവദിച്ചു തരണമേ. അത് ചെയ്യുന്നതിന് വേണ്ടി ഉന്നമിടുകയല്ല, എന്നാൽ നീ അത് അനുവദിച്ചു തരുന്നതിൽ കൂടെ ജനങ്ങൾ അതറിയാൻ ഇടയാകുമല്ലോ. ഇവിടെയുള്ള അപരിചിതർ പ്രാർത്ഥിക്കപ്പെടുന്നതിനായി ഇടയാക്കണമേ. ഞാൻ അവരെ അറിയുന്നില്ല, എന്നാൽ നീ അവരെ അറിയുന്നു. കൂടാതെ പൗലോസ് പറയുന്നു, നിങ്ങൾ അന്യഭാഷയിൽ സംസാരിക്കുകയും അത് വ്യാഖ്യാനമോ അല്ലെങ്കിൽ പ്രബോധനമോ നൽകുന്നില്ലെങ്കിൽ ജനങ്ങൾ നിങ്ങൾക്ക് ഭ്രാന്തുണ്ട് എന്ന് പറയും. എന്നാൽ ഒരുവൻ പ്രവചിക്കുകയും ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് വെളിപ്പെടുകയും ചെയ്താൽ പിന്നെ സത്യമായിട്ടും ദൈവം നിങ്ങളുടെ മധ്യയുണ്ട് എന്നവർ പറയും. ദൈവമേ, ഈ വൈകിയ നാഴികയിൽ അതൊരു വട്ടം കൂടിയാകാൻ ഇടയാകട്ടെ. നീ അത് വാഗ്ദത്തം ചെയ്തിരിക്കുകയും അത് അപ്രകാരമാകുന്നതിനും ഇടയാകട്ടെ. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഇപ്പോൾ ഇന്ന് രാത്രിയിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്നവരിൽ എത്ര പേർ രോഗികൾ ആയവരുണ്ട്? അത് ഇവിടെയുള്ളവരാണോ? അല്ലെങ്കിൽ ബില്ലി പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ? എന്തെങ്കിലും പ്രാർത്ഥനയുടെ കാർഡുകൾ വിതരണം ചെയ്തിട്ടുണ്ടോ? അതെ, വിതരണം ചെയ്തിട്ടുണ്ട്. ശരി, എല്ലാ രോഗികളായ വ്യക്തിക്കും ഒരു പ്രാർത്ഥനയുടെ കാർഡ് ലഭ്യമായിട്ടുണ്ട് എന്ന് ഞാൻ ഊഹിക്കുന്നു. എന്നാൽ നിങ്ങൾ അതിൽ എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് എനിക്കറിയില്ല. അവൻ നിങ്ങൾക്ക് കാർഡ് നൽകിയിരിക്കുന്നു എന്ന് മാത്രം ഞാൻ അറിയുന്നു. നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് അതിൽ എഴുതുക മാത്രം ചെയ്യുക. ഇതത് തന്നെയാണോ? ഇപ്പോൾ കാർഡ് കിട്ടിയിരിക്കുന്നു. നിങ്ങൾ അതിൽ നിങ്ങൾക്ക് ആവശ്യമായത് എഴുതുക. എനിക്ക് നിങ്ങളെ അറിയില്ല. നിങ്ങളിൽ എത്ര പേർക്ക് എനിക്ക് നിങ്ങളെ അറിയില്ല എന്നറിയാം. കൂടാതെ ഇപ്പോഴും രോഗികളായിരിക്കുന്നു. കൂടാതെ നിങ്ങൾ ഇത് പറയും, നിങ്ങൾ ഇന്ന് പറഞ്ഞതായി ഞാൻ കേട്ടിരിക്കുന്നത് എന്താണോ അത് ദൈവം തൊലിക്ക് പിന്നിലാകുന്നു. ദൈവം മനുഷ്യന്റെ തൊലിക്ക് പിന്നിലായി സ്വയം അവനെ തന്നെ മൂടുപടമിട്ടിരിക്കുന്നു. എന്നാൽ നിങ്ങൾക്ക് ആത്മീയ കണ്ണുകളുണ്ടെങ്കിൽ നിങ്ങൾക്കത് തുറന്നിട്ട് അവനെ കാണാൻ കഴിയും. അവൻ ആരാകുന്നുവെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. അങ്ങനെ നിങ്ങൾ അത് വിശ്വസിക്കുക. യേശു പറഞ്ഞു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഇപ്പോൾ നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുകയാണെങ്കിൽ, ഇവിടെ രോഗികളായിട്ടുള്ള എത്ര പേർക്ക് എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്താണ് കുഴപ്പമെന്നറിയില്ല എന്നും അറിയാവുന്നവരായി എത്ര പേർക്കറിയാം? നിങ്ങളുടെ കൈകൾ ഉയർത്തിക്കൊണ്ട് പറയുക, ഞാൻ രോഗിയാകുന്നു, എനിക്ക് ആവശ്യമുണ്ട്. എത്ര പേർക്ക് അവരുടെ ഹൃദയങ്ങളിൽ ആഗ്രഹങ്ങളുണ്ട്, എന്നാൽ രോഗികളല്ല, എന്നാൽ ആഗ്രഹങ്ങൾ ഉണ്ടായിരിക്കുന്നു? നിങ്ങൾക്കറിയാം ഞാൻ എന്താണ്? ശരി, എനിക്ക് കാണാൻ കഴിയാവുന്നതായി ആരുമില്ല, എന്നാൽ എന്താണ് അവരുടെ കൈകളെ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നത്? ഇപ്പോൾ എനിക്കറിയില്ല. ഇവിടെ ഇരിക്കുന്ന ഈ മനുഷ്യനെ ഞാൻ അറിയുന്നു. അത് സഹോദരൻ ജെയിംസ് ആകുന്നു എന്ന് എനിക്ക് തീർച്ചയാണ്. കൂടാതെ അത് സഹോദരി ജെയിംസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സഹോദരൻ ബെൻ എനിക്കറിയാം. പലപ്പോഴും നിങ്ങളുടെ മുഖങ്ങൾ, കൂടാതെ ആ സഹോദരൻ പടങ്ങൾ എടുത്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ ആരെങ്കിലും പിന്നിലായി അവിടെ എവിടെയെങ്കിലും, ഞാനിതിന്റെ അടിസ്ഥാനത്തിലും ഈ സന്ദേശത്തിന്റെ സമാപിപ്പിക്കലിലും ഈ കാര്യത്തെ വെല്ലുവിളിക്കുന്നു. നിങ്ങൾക്കറിയാമോ, അന്ത്യനാളുകളിൽ ദൈവം ഇത് സംഭവിക്കുന്നതിനായി വാഗ്ദത്തം ചെയ്തിരിക്കുന്നു എന്ന് നിങ്ങൾക്കറിയാമോ? അവൻ വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. നോക്കൂ, ഇപ്പോൾ എനിക്കത് സംഭവിപ്പിക്കാൻ സാധിക്കുകയില്ല. നോക്കൂ, എനിക്കത് ചെയ്യാൻ കഴിയുകയില്ല. അവൻ തന്നെ അത് ചെയ്തിരിക്കണം. അവൻ ഒരുവനാണ് അത് ചെയ്യുന്നത്, ഞാനല്ല. എന്നാൽ ഞാനവനെ വിശ്വസിക്കുന്നു. അല്ലാത്തപക്ഷം ഞാൻ വിശ്വസിക്കാത്ത ഒരു കാര്യത്തെ പറയുന്നതിനായി ഞാൻ ഇവിടെ നിൽക്കുകയുണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുക, കർത്താവായ യേശുവേ, വേദപുസ്തകത്തിൽ എന്നെ പഠിപ്പിച്ചിരിക്കുന്നു. അതായത് ഇപ്പോൾ നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിക്കാൻ കഴിയാത്തവനല്ല. നിങ്ങളെവിടെയാണെന്ന് ഞാൻ കാര്യമാക്കുന്നില്ല. എന്നിട്ട് പറയുക, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. കൂടാതെ വിശ്വാസത്താൽ ആ മനുഷ്യൻ എന്താണോ എന്ന് പറഞ്ഞത് അത് ഞാനത് വിശ്വസിക്കുന്നു. അത് തന്നെയാണ് ദൂതനും എന്നോട് പറഞ്ഞത്, ജനങ്ങളെ നിന്നെ വിശ്വസിക്കാൻ ഇടയാക്കുക. ഞാൻ നിങ്ങളോട് ദൈവത്തിന്റെ വചനം പറയുകയാണെങ്കിൽ അത് എന്നെ വിശ്വസിക്കുക എന്ന് അർത്ഥമാക്കുന്നില്ല. അത് വചനത്തെ വിശ്വസിക്കുക എന്നാകുന്നു. അത് വചനത്തിനനുസരിച്ചല്ലെങ്കിൽ പിന്നെ അത് വിശ്വസിക്കരുത്. എന്നാൽ അത് വചനമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുകയാണെങ്കിൽ പിന്നെ അത് എന്തു തന്നെയായിരുന്നാലും നിങ്ങൾ പ്രാർത്ഥിക്കുകയും നിങ്ങൾ വിശ്വസിക്കുകയും ചെയ്തിട്ട് അപ്പോഴും നിങ്ങളുടെ ഹൃദയത്തിൽ എന്താണുള്ളതെന്ന് അവന് വെളിപ്പെടുത്താൻ കഴിയുമോ എന്ന് നോക്കുക. ഏതൊരു വ്യക്തിക്കും അറിയാം, വേദപുസ്തകം പറയുന്നു, അതായത് ദൈവത്തിന്റെ വചനം ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ചയേറിയതും ഹൃദയത്തിലെ ചിന്തകളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു. അപ്രകാരമാണ് അബ്രഹാം അത് ദൈവമായിരുന്നുവെന്ന് അറിഞ്ഞിരുന്നത്. അത് കൂടാരത്തിന് പിന്നിലായിരുന്ന് സാറ ചിന്തിക്കുന്നത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവന് പറയാൻ കഴിഞ്ഞപ്പോഴായിരുന്നു.
ഞാൻ നിന്നെ വീണ്ടും സന്ദർശിക്കും എന്നവൻ പറഞ്ഞപ്പോൾ സാറ അവരുടെ ഹൃദയത്തിൽ അപ്രകാരം അതിന് കഴിയില്ല എന്ന് വിചാരിക്കുകയുണ്ടായി. Now, I said he's here to heal you. What do you think about it? ഇപ്പോൾ ഞാൻ പറയുന്നു, അവൻ നിങ്ങളെ സൗഖ്യമാക്കുന്നതിന് ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. അതിനെക്കുറിച്ച് നിങ്ങളിപ്പോൾ എന്ത് വിചാരിക്കുന്നു? നിങ്ങളത് വിശ്വസിക്കുക മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ എനിക്കതിന് കഴിയില്ല, എനിക്കതിന് പ്രത്യേകമായ യാതൊരു വഴിയുമില്ല. സ്വർഗീയ പിതാവ് അതിനെക്കുറിച്ച് അറിയുന്നു. നോക്കൂ, എനിക്കത് കാണേണ്ടത് ആവശ്യമാകുന്നു. ഞാൻ എന്താണോ കാണുന്നത് അത് നിങ്ങളോട് പറയുന്നു. എനിക്ക് കാണാൻ കഴിയാത്തത് തീർച്ചയായും എനിക്ക് നിങ്ങളോട് പറയാൻ കഴിയില്ല. എന്നാൽ അവൻ അപ്പോഴും അത്രയും തന്നെ ദൈവമാകുന്നു. അവനത് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കുന്നതിന് ഇടയാക്കുമോ? ഇപ്രകാരം പ്രസംഗിക്കുന്നത് അതെന്നെ സ്വല്പമൊന്ന് പുറത്തേക്ക് വലിച്ചെറിയുന്നത് പോലെ ആക്കി തീർക്കുന്നു. But he's here. I'm conscious of that. എന്നാൽ അവനിവിടെ സന്നിഹിതനായിരിക്കുന്നു. ഞാൻ അതിനെക്കുറിച്ച് ബോധവാനാകുന്നു. Watching a man as he bowed his head right back here, his wife sitting by him praying also. Right here. ഇവിടെ നേരെ പിന്നിലായി തലകുനിച്ചിരിക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ശ്രദ്ധിക്കുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോടൊപ്പം ഇരിക്കുന്നു. അവരും പ്രാർത്ഥിക്കുകയാണ്. അത് നേരെ ഇവിടെയാകുന്നു. Got something അവരുടെ on your ഹൃദയത്തിൽ heart. എന്തോ ഉണ്ടായിരിക്കുന്നു. നിങ്ങളുടെ ഭാര്യയും പ്രാർത്ഥിക്കുന്നു. Got a burden on your heart. നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ഭാരമുണ്ടായിരിക്കുന്നു. അത് നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് വേണ്ടിയാകുന്നു. അത് ശരിയാണ്. നിങ്ങളുടെ അമ്മായിയമ്മയ്ക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ What's wrong with your വിശ്വസിക്കുന്നുണ്ടോ? brother-in-law? I don't know you. എനിക്ക് നിങ്ങളെ അറിയില്ല. നാം തമ്മിൽ അപരിചിതരാകുന്നു. അതുകൊണ്ട് അത് ശരിയല്ലേ? You believe God can tell me? അവർക്ക് എന്താണ് കുഴപ്പമെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അവർ ഇവിടെ ആയിരിക്കുന്നില്ല. ഞാനൊരു വലിയ ദൂരസ്ഥലം കാണുന്നു. അത് ഇവിടെ നിന്നും കിഴക്ക് ഭാഗത്താകുന്നു. അവർ ഒഹായോവിലാകുന്നു. അത് ശരിയാണ്. അവർ ഒരു രക്തത്തിന്റെ അവസ്ഥയിൽ കഷ്ടപ്പെടുന്നു. Have your wife to take that handkerchief. നിങ്ങളുടെ ഭാര്യയോട് അവരുടെ കൈവശമുള്ള തുവാല എടുത്തുകൊണ്ട് അവരുടെ മേൽ വെക്കുന്നതിനായി പറയുക. അവർ തുടർച്ചയായി കരയുകയാണ്. സംശയിക്കരുത്, അവർ സൗഖ്യം പ്രാപിക്കും. അത് വിശ്വസിക്കുന്നുണ്ടോ? Here's a little lady sitting ഇവിടെ right ഇതാ here. ഒരു മഹിള നേരെ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അവർ കരയുകയാണ്. അവരുടെ കുട്ടിക്ക് എന്തോ കുഴപ്പമുണ്ട്. എനിക്കറിയില്ല. അല്ല, അത് യാതൊരു കുഴപ്പവുമല്ല. അവർക്ക് ഒരാഗ്രഹമുണ്ടായിരിക്കുന്നു. അവർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നു. ഇത് യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നതാകുന്നു. വിശ്വസിക്കൂ കുട്ടി, നിങ്ങളത് പ്രാപിക്കാൻ പോവുകയാണ്. അത് ശരിയാണ്. നീ അതിനെ സംശയിക്കരുത്. Here's a lady sitting out here on the ഇവിടെ ഇതാ ഒരു മഹിള ഈ വരിയുടെ അവസാനത്തായിട്ടിരിക്കുന്നു. അവർ പ്രാർത്ഥിക്കുകയാണ്. I'm a ഞാൻ stranger അവർക്ക് to it. അപരിചിതനാണ്, എന്നാൽ അവരുടെ മേൽ നിഴലുണ്ടായിരിക്കുന്നു. You've had operations. നിങ്ങൾക്ക് ശസ്ത്രക്രിയകൾ ഉണ്ടായിരിക്കുന്നു. നാം തമ്മിൽ അപരിചിതരാണെങ്കിൽ അങ്ങനെ ഞാൻ ഊഹിക്കുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല, നിങ്ങൾക്ക് എന്നെയും അറിയില്ല. ഒരുപക്ഷെ എന്നെക്കുറിച്ച് ഇപ്പോൾ കേൾക്കാൻ ഇടയായതിനാൽ മാത്രമാകുന്നു. നിങ്ങൾ എവിടെ നിന്നുമല്ല, നിങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ഒരു അപരിചിതയാകുന്നു. You're from നിങ്ങൾ വിസ്കോൺസിൻ എന്ന സ്ഥലത്ത് നിന്നുമാകുന്നു. ആ പട്ടണം മിലോക്കിയാകുന്നു. നിങ്ങളുടെ കുഴപ്പം അർബുദ രോഗമാകുന്നു. അത് നിങ്ങളുടെ സ്ഥലങ്ങളിലാകുന്നു. ശസ്ത്രക്രിയയ്ക്ക് ശേഷം ശസ്ത്രക്രിയകൾ എന്നിരിക്കലും യാതൊരു സഫലതയുമില്ല. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പ് തൊട്ട ആ വിശ്വാസം, അതിപ്പോൾ തന്നെ നേരെ അത് Believe it right വിശ്വസിക്കുക. now. Sink it in your heart. It shall come to pass. Have faith. നിങ്ങളുടെ ഹൃദയത്തിന്റെ ആഴത്തിലേക്ക് അത് ഇറങ്ങാൻ ഇടയാകട്ടെ. അത് സംഭവിക്കും. വിശ്വസിക്കുക മാത്രം. A man sitting over in a corner here. ഒരു വ്യക്തി ഇവിടെ ഈ മൂലഭാഗത്തായിരിക്കുന്നു. He's അദ്ദേഹം praying for തന്റെ his മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. life. He's a stranger to me. അദ്ദേഹം എനിക്ക് ഒരു അപരിചിതനാകുന്നു. ഞാൻ അദ്ദേഹത്തെ അറിയുന്നില്ല. എന്നാൽ അദ്ദേഹം തന്റെ മാതാവിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. And his അദ്ദേഹത്തിന്റെ mother has the മാതാവിന് same thing ഈ this സ്ത്രീക്കുള്ള woman അതേ has, അസുഖം cancer. തന്നെയാകുന്നു. അത് അർബുദ രോഗമാകുന്നു. Or she's scared of it. അല്ലെങ്കിൽ അവർ അത് ഭയപ്പെടുന്നു. അത് തന്നെയാകുന്നു. There's a man you're praying നിങ്ങളൊരു for. മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ആ മനുഷ്യന് ശരീരത്തിന്റെ പുറം ഭാഗത്തായി കുഴപ്പമുണ്ട്. ആ മനുഷ്യനും ലഹരി പിടിച്ചവനായി ഞാൻ കാണുന്നു. അദ്ദേഹം ഒരു മദ്യപാനിയാണ്. അത് നിങ്ങളുടെ സഹോദരനാകുന്നു. You're not from here. നിങ്ങൾ ഇവിടെ നിന്നുമല്ല, നിങ്ങൾ ഇല്ലിനോയ്സിൽ നിന്നുമാകുന്നു. നിങ്ങളുടെ പേരെന്താണെന്ന് ദൈവത്തിന് എന്നോട് പറയാൻ കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? Farmer. Is that right? Raise up your hand. Glory to God. Believe. ഫാർമർ എന്നാകുന്നു. അത് ശരിയല്ലേ? നിങ്ങളുടെ കൈകൾ ഉയർത്തുക, വിശ്വസിക്കുക. There's somebody kneeling over somebody praying. Somebody laying on a cot. ആരോ മുട്ടിന്മേലായിട്ട് മറ്റൊരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അതാരോ ഒരു കട്ടിലിൽ കിടക്കുന്ന വ്യക്തിയാകുന്നു. All right? ശരി, നിങ്ങൾ കേട്ടത് എന്താണോ അത് സത്യമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? മഹിളെ, നിങ്ങൾ വിശ്വസിക്കുന്നു.
എനിക്ക് നിങ്ങളെ സൗഖ്യമാക്കാൻ കഴിയുമായിരുന്നെങ്കിൽ ഞാൻ വന്ന് അത് ചെയ്യുമായിരുന്നു. എന്നാൽ നിങ്ങൾ ക്രിസ്തുവിനാൽ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അത് വിശ്വസിക്കുക മാത്രം ചെയ്യേണ്ടിയിരിക്കുന്നു. അവിടെ നിൽക്കുന്ന ആ മഹിള പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് നിങ്ങൾ സ്പർശിക്കപ്പെടുന്നതിനു വേണ്ടി അവർ പ്രാർത്ഥിക്കുകയായിരുന്നു. എനിക്ക് നിങ്ങളെ അറിയില്ല, എന്നാൽ ദൈവം നിങ്ങളെ അറിയുന്നു. നിങ്ങളും പുറത്തുള്ള നഗരത്തിൽ നിന്നുമാകുന്നു. അത് ശരിയാണ്. നിങ്ങൾ ഇല്ലിനോയ്സിൽ നിന്നുമാകുന്നു. അത് കൃത്യമായും ശരിയാണ്. ആ നഗരത്തിന്റെ പേര് ഈസ്റ്റ് മലൈൻ, ഇല്ലിനോയ്സ് എന്നാകുന്നു. നിങ്ങൾ അർബുദ രോഗത്താൽ കഷ്ടപ്പെടുന്നു. നിങ്ങൾ ഒരു ശുശ്രൂഷകന്റെ ഭാര്യയാകുന്നു. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ അവിടെ കിടന്ന് മരിച്ചു പോകും. ഇന്ന് രാത്രിയിൽ എന്തുകൊണ്ട് നിങ്ങൾ അവനെ സ്വീകരിച്ചുകൊണ്ട് പറയുക, എന്റെ ഹൃദയത്തിൽ എനിക്ക് കഴിയും. അവിടെ മറ്റെന്തിനേക്കാളും ഉപരിയായി എന്റെ വിശ്വാസത്തോടുകൂടി ഞാൻ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിലാകുന്നു. എഴുന്നേൽക്കുക, വിശ്വസിക്കുക, സൗഖ്യം പ്രാപിച്ച് വീട്ടിലേക്ക് പോകുക. അവിടെ അതാ അവർ പോകുന്നു. നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നുണ്ടോ? നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. സ്വർഗീയ പിതാവേ, നിന്റെ സർവ്വനന്മയ്ക്കായും കരുണയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കാരണം ഈ കുഴപ്പങ്ങൾക്കെല്ലാം മധ്യയായി നീ ഇപ്പോഴും നേരെ ഇവിടെ തന്നെ സന്നിഹിതനായിരിക്കുന്നു. ഈ ലോകത്തിൽ എല്ലാം വൈകൃതമായിരിക്കുമ്പോഴും നീ ഇവിടെ സന്നിഹിതനാകുന്നു. കർത്താവെ, അങ്ങയുടെ ആത്മാവ് എല്ലായ്പ്പോഴും ഞങ്ങളോടൊപ്പം ആയിരിക്കണമേ. നീ ഇവിടെ ആയിരിക്കുന്നു എന്ന് ഞങ്ങൾ കാണുന്നു. ദൈവം ത്വക്കോടുകൂടിയാകുന്നു. അത് മനുഷ്യഹൃദയങ്ങളിലായിട്ട് വിശ്വാസവും വെളിപാടും ദർശനവും നൽകുന്നു. നീ നിന്റെ സഭയിൽ ദൈവമാകുന്നു. നീ നിന്റെ ജനങ്ങളുടെ ഇടയിൽ ദൈവമാകുന്നു. കർത്താവെ, അതിനുവേണ്ടി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കൂടാതെ ഇന്ന് രാത്രിയിൽ എല്ലാവരും ഏകമനസ്സോടെ വിശ്വസിച്ചുകൊണ്ട് സൗഖ്യം പ്രാപിച്ചു പോകാൻ ഇടയാക്കണമേ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. പ്രാർത്ഥനയുടെ കാർഡുകൾ കൈവശമുള്ള എത്ര പേർ അവിടെയുണ്ട്? അവിടെ ആവശ്യത്തായിട്ടുണ്ട്. ആവശ്യത്ത് നിൽക്കുന്നവരായ ജനങ്ങൾ പിൻവശത്തേക്ക് നീങ്ങിയിട്ട് നേരെ ഈ ഇടനാഴിയുടെ മധ്യഭാഗത്തായി വന്ന് നിൽക്കുക. ഇടനാഴിയിൽ നിൽക്കുന്നവരായ നിങ്ങൾ നേരെ ഈ വഴിയായി വന്നിട്ട് നിങ്ങളുടെ സ്ഥാനങ്ങൾ എടുക്കുക. നേരെ ഈ വഴിയായി കടന്നു വരിക. അവിടെ നിൽക്കുന്നവർ തീർന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഈ നിര മറ്റേ വശത്തേക്ക് എടുത്തുകൊള്ളുക. മൂപ്പന്മാർ ഇവിടേക്ക് കടന്നു വരിക. സഹോദരൻ റോയ്, കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ അവിടെ ഇരിപ്പുണ്ടായിരുന്നുവെന്ന് അറിയില്ലായിരുന്നു. സഭയിലെ മൂപ്പന്മാർ ഉടനെ തന്നെ ഇവിടെ സന്നിഹിതരാകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അവർ എവിടെയായിരുന്നാലും അവിടെ നിന്നും എളുപ്പം തന്നെ എത്താൻ കഴിയുമെങ്കിൽ അതൊരു ചെറിയ സഹായത്തിനു വേണ്ടി ഇവിടെ കടന്നു വരിക. പ്രാർത്ഥിക്കുന്നതിന് കടന്നു വരാൻ പോകുന്ന ഓരോ വ്യക്തിയും അവരുടെ കൈകൾ ഉയർത്തി എന്നോടൊപ്പം ഇത് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു. എന്റെ അവിശ്വാസത്തിന് സഹായിക്കണമേ. ഞാൻ വിശ്വസിക്കുന്നു. അതായത് നിന്റെ സന്നിധിയിൽ ഞാൻ നിന്റെ വചനത്തെ പിന്തുടരുമ്പോൾ, ഇന്ന് രാത്രിയിൽ എന്റെ മേൽ കൈകൾ വയ്ക്കപ്പെടുമ്പോൾ ഞാൻ എന്റെ രോഗശാന്തി അവകാശപ്പെടാൻ പോവുകയാണ്. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഇപ്പോൾ ശ്രദ്ധിക്കുക. വിശ്വാസത്താലുള്ള പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും. അവർ രോഗികളുടെ മേൽ കൈവച്ചാൽ അവർക്ക് സൗഖ്യം വരും. അവൻ നോഹയോട് പറഞ്ഞു, മഴ പെയ്യാൻ പോവുകയാണ്. അവൻ ഞാനൊരിക്കലും പറഞ്ഞില്ല, നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങൾ സൗഖ്യം പ്രാപിക്കാൻ പോവുകയാണ്. അവൻ പറഞ്ഞു, അവർക്ക് സൗഖ്യം വരും. അവൻ നോഹയോട് പറഞ്ഞു, മഴ പെയ്യാൻ പോവുകയാണ്. 120 വർഷം വരെ ഒരിക്കലും അവിടെ മഴയുണ്ടായില്ല. എന്നാൽ മഴ പെയ്തു. അവൻ അബ്രഹാമിനോട്, സാറയിൽ കൂടി നിനക്കൊരു മകനുണ്ടാകാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. 25 വർഷം വരെ അതൊരിക്കലും സംഭവിച്ചില്ല. എന്നാൽ അവനത് ലഭിക്കുകയുണ്ടായി. അവൻ യെശയ്യാവിനോട് ഒരു കന്യക ഗർഭം ധരിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. 800 വർഷം വരെ അതൊരിക്കലും സംഭവിച്ചില്ല. എന്നാൽ അവൾ ഗർഭവതിയായി. അത് ശരിയല്ലേ? അവനത് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. അതിനുവേണ്ടി എത്ര നീണ്ട സമയമെടുത്താലും അവനത് എങ്ങനെയായാലും ചെയ്യുന്നു. നിങ്ങളത് വിശ്വസിക്കുന്നു. ഇപ്പോൾ മുമ്പോട്ട് കടന്നു വരിക. സഹോദരൻ ക്യാബ്സ് പാട്ട് നയിക്കട്ടെ. നിങ്ങൾ കാർഡുകാരെ മുമ്പോട്ട് നടത്തുമോ? ഇപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിലായിരിക്കുക. ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങൾ നിന്റെ കൽപ്പനകളെ ഈ രോഗികളായ ജനങ്ങളുടെ മേൽ കൈവയ്ക്കുന്നതിൽ കൂടെ അനുസരിക്കാൻ പോവുകയാണ്. കർത്താവെ, ഇതല്ലാതെ മറ്റൊരു കാര്യം എന്താണ് നിനക്ക് ചെയ്യാൻ കഴിയുന്നതെന്ന് എനിക്കറിയില്ല. കാരണം നിന്റെ വചനത്തിൽ നീ അവരുടെ രോഗശാന്തിയെ വിലയ്ക്ക് വാങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. നീ ഇന്ന് രാത്രിയിൽ ഞങ്ങളോടൊപ്പം ഇവിടെ സന്നിഹിതനാണെന്ന് നീ തെളിയിച്ചിരിക്കുന്നു. അത് വചനത്തിന് ഹൃദയരഹസ്യങ്ങൾ വിവേചിച്ചറിയാൻ കഴിയും എന്നതിൽ കൂടിയാകുന്നു. നീ ഞങ്ങളുടെ മധ്യയാണെന്ന് നീ തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കൂടാതെ പിതാവേ, ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. അതായത് നിന്റെ വചനം അതിന് പരാജയപ്പെടാൻ കഴിയുകയില്ല. അതോരോ ഹൃദയത്തിലും അത്രമാത്രം യാഥാർത്ഥ്യമാക്കി തീർക്കണമേ. അതായത് നീ പറഞ്ഞു, നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ സംശയിക്കരുത്.
എന്നാൽ അത് വിശ്വസിക്കുക. എന്നിട്ട് തന്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് നീങ്ങിപ്പോക എന്ന് പറഞ്ഞാൽ അവൻ പറഞ്ഞതുപോലെ സംഭവിക്കും. എന്നാൽ അതെപ്പോഴെന്ന് അവൻ പറഞ്ഞിട്ടില്ല. നീ നിന്റെ ജനങ്ങളോട് പെന്തിക്കോസ്ത് നാളിൽ നിങ്ങൾ അവിടെ ചെന്ന് കാത്തിരിക്കാൻ പറഞ്ഞു. നീ ഒരിക്കലും അവരോട് അതിന്റെ നാഴികയോ ദിവസങ്ങളോ എത്രയാണെന്ന് പറഞ്ഞില്ല. എന്നാൽ ശക്തി ധരിക്കുവോളം എന്ന് മാത്രമാണ് പറഞ്ഞിരുന്നത്. ഇപ്പോൾ ഇതാ അവർ അവരുടെ രോഗശാന്തി സ്വീകരിക്കാൻ കടന്നു വരുന്നു. അവർ സൗഖ്യപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രമല്ലാതെ മറ്റ് യാതൊന്നും അവർക്ക് അവരുടെ വിടുതൽ ലഭിക്കുന്നതുവരെ ഒരിക്കലും ചിന്തിക്കാൻ ഇടയാകാതിരിക്കട്ടെ. അവരുടെ മേൽ കൈവയ്ക്കുന്നതിൽ കൂടെ വിശ്വാസികളെ പോലെ ഞങ്ങൾ നിന്നെ അനുസരിക്കുന്നു. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. ശരി, ഇപ്പോൾ നേരെ കടന്നു വരിക. നിങ്ങൾ സൗഖ്യം പ്രാപിച്ചിരിക്കുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നേരെ മുമ്പോട്ട് പോയിക്കൊള്ളുക. അത് നന്നായിരിക്കുന്നു. കർത്താവായ യേശുവേ, ഞാൻ ഈ തുവാലകൾക്കായി ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. നമുക്ക് ഈ വാക്കുകളെ മാറ്റാൻ കഴിയുമോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. നിങ്ങൾ അപേക്ഷിച്ചതും നിങ്ങൾ ആഗ്രഹിച്ചതും നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? അത് സംഭവിച്ചിരിക്കും. കുറച്ചു നിമിഷങ്ങൾക്ക് മുമ്പ് ഞാൻ ആ നിരയിൽ കൂടി കടന്നു പോകുമ്പോൾ ഷിക്കാഗോയിൽ നിന്നുമുള്ള ഇറ്റലിക്കാരായ എന്റെ കുറച്ച് സ്നേഹിതരെ കണ്ടിരുന്നു. എത്ര പേർ ഷിക്കാഗോയിൽ നിന്നുമുള്ള സഹോദരി ബൊട്ടാസിയെ അറിയുന്നവരായുണ്ട്? ശരി, നിങ്ങൾക്കറിയാം, അവർക്ക് ഈ അടുത്ത സമയത്ത് ഒരു മാനസിക നാഡീസ്തംഭം ഉണ്ടായിട്ട് വളരെ വളരെ മോശമായ അവസ്ഥയിലായിരുന്നു. എന്നാൽ രാവിലെ ഷിക്കാഗോയിൽ വെച്ചുള്ള ക്രിസ്തീയ വ്യവസായക്കാരുടെ പ്രഭാത ഭക്ഷണ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയ്ക്കടിയിലായി ഞാൻ ആ സഹോദരിയോട് സംസാരിക്കുകയുണ്ടായി. അവർ തിരികെ ഒരു വശത്തേക്ക് വന്നിട്ട് അവർക്ക് അവരെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലായിരുന്നു. ഞാൻ അവരോട് പറഞ്ഞു, സഹോദരി, നിങ്ങൾ ഉടനെ തന്നെ ഇത് മറികടക്കുന്ന ഒരവസ്ഥയിലായിരിക്കുന്നില്ല, എന്നാൽ നിങ്ങൾ സുഖപ്പെടാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞു, അതിനുവേണ്ടി ഒന്നുകിൽ 18 മാസം അല്ലെങ്കിൽ 2 വർഷം എടുക്കും. ആ സമയപരിധിക്കുള്ളിൽ തന്നെ നിങ്ങൾ സൗഖ്യമാക്കപ്പെട്ടിരിക്കും. കഴിഞ്ഞ ദിവസം അവരുമായി സംസാരിക്കുമ്പോൾ അവർ സാക്ഷീകരിക്കുന്നത് ഞാൻ കേൾക്കാനിടയായി. അത്രയും സന്തോഷവതിയായിട്ട് അവരുടെ ജീവിതത്തിൽ ഒരിക്കലും അവർ അത്രയും സന്തോഷവതിയായിരുന്നിട്ടില്ല. അവർ ഒരു കാറിൽ യാത്ര ചെയ്യുകയായിരുന്നു. അവർക്ക് യാതൊരു മനസ്സമാധാനവും ഉണ്ടായിരുന്നില്ല. ദൈവസാന്നിധ്യം അവരെ വിട്ടുപോയിരുന്നതായി കാണപ്പെട്ടിരുന്നു. തീർച്ചയായും അതൊരു മാനസിക നാഡീസ്തംഭനമായിരുന്നു. നിങ്ങൾക്കറിയാമല്ലോ. പെട്ടെന്ന് തന്നെ സന്തോഷത്തിന്റെ ഒരു വലിയ ഒഴുക്കോടുകൂടി അത് തിരികെ എത്തുകയും പരിശുദ്ധാത്മാവിന്റെ ശക്തി അവരുടെ മേലാകുകയും ചെയ്തു. അവർ കരഞ്ഞു, അവർ നിലവിളിച്ചു. അങ്ങനെ അവർക്ക് ഏകദേശം 3-4 ആഴ്ചകൾക്ക് മുമ്പ് അല്ലെങ്കിൽ 1 മാസമായിട്ടുണ്ടാകും. അതൊരു വലിയ മഹത്തായ സമയമായിരുന്നു. കഴിഞ്ഞ ഞായറാഴ്ചയ്ക്ക് മുമ്പ് അവർ സാക്ഷീകരിക്കുന്നത് ഞാൻ കേട്ടിരുന്നു. കൂടാതെ അവർ എന്നോട് പറഞ്ഞു, സഹോദരൻ ബ്രഹാം, ഞാൻ പഴയ അവസ്ഥയിലെത്തിയപ്പോൾ ഞാനത് കുറിച്ചുവെക്കുകയും ആ ടേപ്പ് എടുക്കുകയും ചെയ്തു. അത് കൃത്യമായും ആ ദിവസം 18 മാസമായിരുന്നു. ആമേൻ. നിങ്ങൾ അവനെ സ്നേഹിക്കുന്നുണ്ടോ? അവൻ അത്ഭുതവാനല്ലേ? ഇപ്പോൾ അതേ പരിശുദ്ധാത്മാവിന് ഈ കാലമൊക്കെയും ഒരു വട്ടം പോലും അത് വിട്ടുപോകാതെ കൃത്യമായും അത് മുൻകൂട്ടി പറയാൻ കഴിയുമെങ്കിൽ, കൂടാതെ അവന്റെ വചനത്തിൽ കൂടെ അവൻ ഇന്ന് നിങ്ങൾക്ക് ദൈവം ദൂരത്തായുള്ള എന്തോ ഒരു വസ്തുവല്ലെന്നും അല്ലെങ്കിൽ എന്തെങ്കിലും ചരിത്രപരമായ ഒരു കാര്യമല്ലെന്നും വെളിപ്പെടുത്തി കാണിക്കാൻ ശ്രമിച്ചിരിക്കുന്നു. അവൻ ജീവനുള്ളവനും വർത്തമാനകാലവും അവന്റെ വചനം ജഡമായി വെളിപ്പെടുകയും ചെയ്തിരിക്കുന്നു. അവന്റെ സഭയിൽ മനുഷ്യന്റെ മൂടുപടത്തിനുള്ളിൽ അവൻ സ്വയം മറഞ്ഞിരിക്കുകയും എന്റെ വിശ്വാസത്താലും നിങ്ങളുടെ വിശ്വാസത്താലും സ്വയം അവനെ തന്നെ വെളിപ്പെടുത്തുകയും തമ്മിൽ ഒത്തൊരുമിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഒരു ഘടകമായി തീർക്കുന്നു.
എനിക്ക് നിങ്ങളെ കൂടാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല, നിങ്ങൾക്ക് എന്നെ കൂടാതെ യാതൊന്നും ചെയ്യാൻ കഴിയില്ല, അതുമല്ല ദൈവത്തെ കൂടാതെ യാതൊന്നും ചെയ്യാൻ നമുക്ക് കഴിയുകയില്ല. അതുകൊണ്ട് ഒത്തൊരുമിച്ച് ഒരു ഘടകമായി ബന്ധിക്കപ്പെട്ടിരിക്കുന്നു. ദൈവം ഒരു ഉദ്ദേശത്തിനു വേണ്ടി എന്നെ അയച്ചിരിക്കുന്നു, നിങ്ങളത് വിശ്വസിക്കുന്നു, അങ്ങനെ അവിടെ അത് സംഭവിക്കുന്നു. അത് ന്യായമാകുന്നു. നോക്കൂ, പൂർണ്ണമായും ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് എന്ത് കുഴപ്പമായാലും മറ്റാരെങ്കിലും എന്ത് തന്നെ പറഞ്ഞാലും ഞാനിത് കാര്യമാക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ സൗഖ്യപ്പെടാൻ പോകുകയാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ യാതൊന്നിനും ഒരിക്കലും അതിനെ തടയാൻ കഴിയില്ല. അവൻ അപ്രകാരം പറഞ്ഞിരിക്കുന്നു. കൂടാതെ അവൻ പറഞ്ഞു, ആകാശവും ഭൂമിയും ഒഴിഞ്ഞുപോകും, എന്റെ വചനമോ ഒരിക്കലും മാറിപ്പോകുകയില്ല. നിങ്ങൾ അത് വിശ്വസിക്കുന്നുണ്ടോ? മറ്റുള്ള യോഗങ്ങളിലേക്ക് ഞാൻ പോകുമ്പോൾ നിങ്ങളിൽ എത്ര പേർ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്? ഞാൻ പ്രാർത്ഥനയ്ക്ക് ആവശ്യക്കാരനായ ഒരുവനാകുന്നു. നോക്കൂ, എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു. നോക്കൂ, എന്നാൽ നിങ്ങൾ എന്നിരിക്കലും വിത്ത് അവിടെ ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. ഞാൻ സൗത്ത് ആഫ്രിക്കയിലേക്ക് ഒരു കത്തയച്ചിരുന്നു. അവരുടെ ദേശത്ത് ഞാൻ അവരുടെ മുഖം മുമ്പോട്ടാക്കി ഒരു വട്ടം പിതാവിന്റെയും ഒരു വട്ടം പുത്രന്റെയും ഒരു വട്ടം പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അവരെ എല്ലാവരെയും 3 വട്ടം സ്നാനപ്പെടുത്തുമെന്ന് ഒരു കടലാസിൽ എഴുതി ഒപ്പിടാതെ അവരെന്നെ അവരുടെ ദേശത്തേക്ക് കടക്കാൻ അനുവദിക്കുകയില്ല. മറുവശത്ത് ഒരു വട്ടം പിതാവിന് വേണ്ടി പിന്നിലേക്ക് സ്നാനപ്പെടുത്തുകയും അതാണ് ഉപദേശമെന്ന് പഠിപ്പിക്കുകയും വേണം. ഞാൻ അവർക്ക് മറുപടിയായി കത്തെഴുതി. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി എന്നെ വീണ്ടും ആഫ്രിക്കയിലെത്തുവാൻ പരിശുദ്ധാത്മാവ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ എന്റെ ശുശ്രൂഷയെ അവിടെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു. അവിടെ വെച്ച് ഒരു ഉച്ചസമയം 30,000 പേർ ക്രിസ്തുവിനെ സ്വീകരിക്കുകയുണ്ടായി. ഞാൻ പറഞ്ഞു, ഓർത്തുകൊള്ളുക, അവരുടെ ആത്മാക്കളുടെ രക്തം നിങ്ങളുടെ മേലാകുന്നു, എന്റെ മേലായിരിക്കുന്നില്ല. ഞാൻ വരുന്നതിനായി സന്നദ്ധനായിരിക്കുന്നു, എന്നാൽ നിങ്ങൾ അതിന് അനുവദിക്കുന്നില്ല. ഞാൻ അത്ഭുതപ്പെടുകയാണ്. ഈ ദിവസം ദൈവപുത്രനായ യേശു സഭയിൽ നിന്നും തള്ളിക്കളയപ്പെട്ടിട്ട് വചനം നിഷേധിക്കപ്പെടുമ്പോൾ എന്തായിരിക്കും? എന്നാൽ ഇതിനെല്ലാം മധ്യേ അവൻ ഇപ്പോഴും സ്വയം തന്റെ ജനങ്ങൾക്ക് അവനെ തന്നെ വെളിപ്പെടുത്തി കൊടുക്കുന്നു. അതിനുവേണ്ടി നിങ്ങൾ നന്ദിയുള്ളവരല്ലേ? ഇന്ന് രാത്രിയിൽ എന്റെ കൈകൾ അവരുടെ മേൽ വെച്ചുകൊണ്ട് ഞാൻ ഓരോരുത്തരെയായി കടന്നു പോകുമ്പോൾ അവരിൽ ചിലർ പ്രായം ചെന്ന സ്ത്രീകളും, ചിലർ ചെറുപ്പക്കാരും, ചിലർ വൃദ്ധരും, ചിലർ യൗവനക്കാരും, ചിലർ വയസ്സായ മനുഷ്യരും എന്നെ പോലെ തന്നെ വിയർത്ത് നനഞ്ഞൊലിഞ്ഞവരായിരുന്നു. ഞാൻ ഓർത്തു, അവർ അവിടെ ഇരുന്നു കൊണ്ട് വചനം കേൾക്കുകയും ബാക്കിയുള്ളവർ അവർക്ക് ഭ്രാന്തുണ്ട് എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു. നോക്കൂ, അവർ പിരികളാകുന്നു. നോക്കൂ, ദൈവം അവരെ പിരിമുറുക്കി നേരെ അവരുടെ രോഗങ്ങളിൽ നിന്നും വലിച്ചെടുക്കാൻ ഇവിടെ സന്നിഹിതനായിരുന്നു. അത് വചനത്തിന്റെ ഒരു വാഗ്ദാനമാകുന്നു. ഓർക്കുക, അത് പിരിമുറുക്കാൻ തുടങ്ങും. ഞാൻ അവരെ ആകർഷിക്കും. ഞാനോ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെട്ടാൽ എല്ലാവരെയും എങ്കിലേക്ക് ആകർഷിക്കും. അവനത് നിങ്ങളിൽ നിന്നും വലിച്ചെടുക്കും. അവൻ തീർച്ചയായും ചെയ്യും. നിങ്ങൾ അവനെ വിശ്വസിക്കുക മാത്രം ചെയ്യുക. അവനിൽ വിശ്വാസമുണ്ടായിരിക്കുക. അവനെ സംശയിക്കരുത്. അവനെ വിശ്വസിക്കുക. എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് പ്രാർത്ഥിക്കുന്നതിനു വേണ്ടി മറ്റാരുമില്ലെങ്കിൽ എന്നെ ഓർക്കുക. Until we meet, till we meet, till we meet. ദീർഘദൂരം യാത്ര ചെയ്ത് വന്നതിന് നന്ദിയുണ്ട്. നിങ്ങൾ വീടുകളിലേക്ക് തിരികെ പോകുമ്പോൾ ദൈവം നിങ്ങളെ സംരക്ഷിക്കട്ടെ. എല്ലാ ക്രിസ്ത്യാനികളെയും അനുമോദിക്കുക. ഇവിടെയുള്ള ഈ കൂട്ടത്തിൽ നിന്നും അവരെ അഭിവാദനം ചെയ്യുക. ദൈവത്തിന്റെ സമാധാനം നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. ശലോം. ഞാൻ വളരെ സന്തോഷവാനാകുന്നു. നിങ്ങൾ നോക്കൂ, അവിടെയുള്ള ചില കാര്യങ്ങളിൽ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞുകൂടാത്തതായിട്ടുണ്ട്. എന്നാൽ എനിക്കറിയാവുന്ന ചില കാര്യങ്ങളും അവിടെയുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി നന്ദിയുള്ളവനാകുന്നു. നിങ്ങളോടൊപ്പം സഹകരിക്കുന്നതിൽ ഞാൻ വളരെ സന്തോഷമുള്ളവനാകുന്നു. നിങ്ങളിൽ ഒരുവനായിരിക്കുന്നതിൽ ഞാൻ സന്തോഷമുള്ളവനാകുന്നു. ദൈവം നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കട്ടെ. അവൻ നിങ്ങളോടൊപ്പം ഉണ്ടാകും. അവൻ നിങ്ങളെ ഒരു നാളും കൈവിടുകയില്ല. അവൻ നിങ്ങളെ ഒരു നാളും ഉപേക്ഷിക്കുകയുമില്ല. അവൻ നിങ്ങളെ കൈവിടുകയുമില്ല. നിങ്ങളിപ്പോൾ തിരശ്ശീലയ്ക്കകത്തേക്ക് കടന്നിരിക്കുന്നു. നോക്കൂ,
സഹോദരൻ പാൽമറിനെ കാണുന്നതിൽ വളരെ സന്തോഷമുണ്ട്. അദ്ദേഹം ജോർജിയയിൽ നിന്നും നമ്മോടൊപ്പം സഹകരിക്കുന്ന പാസ്റ്ററാകുന്നു. സഹോദരൻ ജൂനിയർ ജാക്സൺ ഈ കെട്ടിടത്തിൽ എവിടെയോ ആയിരിക്കുന്നു. അദ്ദേഹം പിന്നിലായി ആ മൂലയ്ക്കാകുന്നു. അദ്ദേഹം നമ്മോടൊപ്പമായിരിക്കുന്നതിൽ നാം സന്തോഷിക്കുന്നു. സഹോദരൻ ഡോൺ റൂഡിൽ ഇവിടെ സന്നിഹിതനായിരിക്കുന്നു. ഓ, വളരെയധികം പേരാകുന്നു. ഞാൻ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എനിക്കറിയില്ല. സഹോദരൻ ബെൻ ബ്രയാൻഡ് ഇവിടെ ആയിരിക്കുന്നു. മറ്റുള്ള വളരെയധികം പേരും ആകുന്നു. കൂടാതെ സഹോദരൻ വില്ലാഡ് കോളിൻസും ആകുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ സന്നിഹിതരായിരിക്കുന്നതിൽ ഞങ്ങൾ സന്തോഷമുള്ളവരാകുന്നു. ഇപ്പോൾ ഒരു നിമിഷത്തേക്ക് നമ്മുടെ കാലുകളിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുമെങ്കിൽ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നു. ഇപ്പോൾ നമ്മുടെ തലകളെ വണങ്ങാം. ആത്മാവിനോട് കൂടെയുള്ള കൂട്ടായ്മയുടെ അടുപ്പം നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? നമുക്കത് മൂളിപ്പാടാം. സഹോദരൻ മക്കിന്നി ഒഹായോവിൽ നിന്നും നമ്മോടൊപ്പമുള്ളതായി ഞാൻ ശ്രദ്ധിച്ചിരുന്നു. സഹോദരൻ ജോൺ മാർട്ടിനും അദ്ദേഹത്തിന്റെ സഹോദരനും ഉണ്ടായിരിക്കുന്നു. നിങ്ങളെല്ലാവരും ഇവിടെ ഉണ്ടായിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. സഹോദരന്മാരെ, എനിക്ക് നിങ്ങളെ കാണാൻ പോലും ഇടയായിരുന്നിരിക്കില്ല. അവൻ നിങ്ങളെ അറിയുന്നു. നാം വീണ്ടും കണ്ടുമുട്ടും വരെ എന്റെയും നിങ്ങളുടെ ഹൃദയം ദൈവത്തിന്റെ ഹൃദയമായിട്ട് നാം വീണ്ടും കണ്ടുമുട്ടും വരെ ഒന്നായിരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകൾ വണങ്ങാം. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ ശുശ്രൂഷകരും എല്ലാ സാധാരണപ്പെട്ട ജനങ്ങളും നിങ്ങളിവിടെ ആയിരിക്കുന്നതിൽ ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണെന്ന് അറിയാൻ ശ്രമിക്കുന്നതിനിടയാകട്ടെ. ടെന്നസിയിൽ നിന്നും ഒഹായോവിൽ നിന്നും ദേശത്തിനപ്പുറം നിന്നുമുള്ളവരുമായ നിങ്ങൾ ജനങ്ങളാകുന്നു. ഞാനിന്ന് കണ്ടുമുട്ടിയ ചില സ്ത്രീകൾ അവർ അത്രയും ദൂരത്തായി ബോസ്റ്റണിൽ നിന്നുമാകുന്നു. നമ്മുടെ നിരക്കാരായ സഹോദരന്മാർ അവിടെ നിന്നും ഇന്ന് രാവിലെ സമയം ഇവിടെ സന്നിഹിതരായിരുന്നു. വളരെയധികം പേർ ദേശത്തിന്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുമായി എത്തിയിരിക്കുന്നു. എന്റെ പ്രിയമേറിയ വിശ്വസ്തരായ സ്നേഹിതർക്ക് ഞാൻ നന്ദി പറയുന്നു. ദൈവം നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. ഞാൻ നിങ്ങളെ എന്റെ സ്നേഹിത എന്ന് വിളിക്കുന്നു. യേശു അതിനെക്കുറിച്ച് എന്താണ് പറഞ്ഞതെന്ന് ഓർക്കുന്നുണ്ടോ? ഒരു സഹോദരനേക്കാളും അടുത്തവൻ അതേ ഒരു സ്നേഹിതനാകുന്നു. നാം ഇപ്പോൾ നമ്മുടെ തലകൾ വണങ്ങിയിരിക്കുമ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നാം വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ദൈവം നിങ്ങളോടൊപ്പമായിരിക്കട്ടെ. നമ്മുടെ നല്ലവനും വിശ്വസ്ത സഹോദരനുമായ സഹോദരൻ റിച്ചാർഡ് ബ്ലെയറിനോട് നമ്മെ ഒരു വാക്ക് പ്രാർത്ഥനയോടെ പിരിച്ചുവിടുന്നതിനായി കഴിയില്ലേ എന്ന് അപേക്ഷിക്കാൻ പോവുകയാണ് സഹോദരൻ ബ്ലെയർ.